ത്തോളം ഇതൊരു ഡിഫിക്കൽട്ട് ആയിരുന്നു എന്നുള്ള രീതിയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഓൾ ഇൻ ഓൾ ഒരു ആവറേജ് എക്സാം എന്ന് പറയാം. ട്രെൻഡ് ഒക്കെ ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പം കഴിഞ്ഞ തവണ ചോദിച്ചു, ഇപ്രാവശ്യം അത് ചോദിക്കൂല എന്നുള്ള ട്രെൻഡ് ഇപ്രാവശ്യം വീണ്ടും അത് ചോദിച്ചു. അതായത് കഴിഞ്ഞ ഡിസംബർ എക്സാമിന് ചോദിച്ച അതേ സാധനം തന്നെ, അതേ ടോപ്പിക് തന്നെ വീണ്ടും ഇപ്രാവശ്യം ചോദിക്കാൻ തുടങ്ങി. ആ ട്രെൻഡ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതായത് കഴിഞ്ഞ തവണ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എഗെയിൻ വീണ്ടും ചോദിക്കുന്ന ട്രെൻഡ് ഉണ്ടായിരുന്നില്ല. സോ ആ ഒരു സംഭവമൊക്കെ മാറി എന്ന് വേണം പറയാൻ. ആ സംഭവമൊക്കെ മാറിയിട്ടായിരുന്നു ഇപ്രാവശ്യത്തെ എക്സാം ഉണ്ടായിരുന്നത്. ഇനി ഫസ്റ്റ് ഗ്രൂപ്പിലെ പേപ്പേഴ്സ് നോക്കുമ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിലെ പേപ്പേഴ്സിൽ എനിക്ക് തോന്നുന്നു ഏകദേശം എല്ലാ പേപ്പേഴ്സും വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. എന്നാലും കുറെ ആൾക്കാർ പറഞ്ഞ ഒരു പേപ്പർ എനിക്ക് തോന്നുന്നു ലോ ഒക്കെ ആയിരുന്നു. ആർക്കോ ലോ ഒക്കെ ടഫായി പോയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും ലോ മാനേജബിൾ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. കോസ്റ്റിംഗ് ടഫായി പോയി എന്നുള്ള ഒരു അഭിപ്രായം പറഞ്ഞവരുണ്ടായിരുന്നു. ടാക്സ് ഒരു ആവറേജ് പേപ്പർ ആയിട്ട് എല്ലാവരും പറഞ്ഞു. DT-യിലെ ക്വസ്റ്റ്യൻസ് കുറച്ച് ടഫായി, MCQs കുറച്ച് ടഫായി എന്ന് പറഞ്ഞവരുണ്ടായിരുന്നു. FAയും സെയിം കേസ്. FAയിൽ എന്തോ പുതിയ രീതിയിൽ ചോദിച്ചു എന്ന് അങ്ങനെ എന്തോ പറഞ്ഞ്. ആൻഡ് ഒരു ഇറ്റ്സ് എൻ ആവറേജ്. ഫസ്റ്റ് ഗ്രൂപ്പ് നോക്കുമ്പോൾ പക്ക ആവറേജ് ടൈപ്പ് ഓഫ് ഒരു എക്സാം ആയിരുന്നു. സെക്കൻഡ് ഗ്രൂപ്പും സെയിം ലൈൻ. സെക്കൻഡ് ഗ്രൂപ്പ് കഴിഞ്ഞ തവണത്തെ എക്സാം ഉണ്ടല്ലോ, അതായത് ഡിസംബർ 2024 സെക്കൻഡ് ഗ്രൂപ്പ് എക്സാം ഇതിനേക്കാൾ ഈസി ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഡിസംബർ 2024 എക്സാം ആക്ച്വലി അവിടെ ആകെ മാനേജ്മെന്റ് അക്കൗണ്ടിങ് മാത്രമേ ടഫ് ഉള്ളൂ. പക്ഷെ ബാക്കി 3 പേപ്പേഴ്സും നല്ല അടിപൊളി പേപ്പേഴ്സ് ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ ഉണ്ടായിരുന്നത്. പക്ഷെ അതുപോലെ ഉണ്ടായിരുന്ന ഇപ്രാവശ്യം ഒരു എന്താ പറയുക, ഓൾമോസ്റ്റ് ഒരു ആവറേജ് പേപ്പർ തന്നെയായിരുന്നു ഈ പ്രാവശ്യം ഉണ്ടായിരുന്നത്. അപ്പൊ മൊത്തത്തിൽ നോക്കുമ്പോൾ ഇറ്റ്സ് എൻ ആവറേജ് എക്സാം. മൊത്തത്തിൽ ഒരു ആവറേജ് എക്സാം ആണ്. അപ്പം അതിൽ ടഫ് പേപ്പർ ആയിട്ട് പിന്നെയും കോമൺ ഒരുപാട് ആൾക്കാർ പറഞ്ഞ മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആയിരുന്നു. മാനേജ്മെന്റ് അക്കൗണ്ടിങ് കാരണം സെക്കൻഡ് ഗ്രൂപ്പ് പോകുന്ന സംശയമുണ്ട്, അങ്ങനെയൊക്കെ രീതിയിൽ പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. നോക്കാം. മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മാനേജ്മെന്റ് അക്കൗണ്ടിങ് പോകുന്നതിന് മുന്നേ തന്നെ ഞാനൊരു സൂചന തന്നിരുന്നു. അതായത് നിങ്ങൾ അഥവാ മാനേജ്മെന്റ് അക്കൗണ്ടിങ് എക്സാമിന് പോകുമ്പോൾ ഇഫ് യു ആർ ഗെറ്റിംഗ് ടഫ് പേപ്പർ നിങ്ങൾ അത് മാനേജ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതിൽമ വെച്ചിട്ടാണ് പല ആൾക്കാരും എന്ത് ചെയ്യുക തോറ്റു പോവാറുണ്ടായിരുന്നത്. സോ ഒരിക്കലും നിങ്ങൾ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്ത് അത് മുൻകൂട്ടി ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും അത് ടഫാണല്ലോ എന്ന് പറഞ്ഞ് ഇറങ്ങി പോരാൻ നിൽക്കരുത്. മാക്സിമം പറ്റുന്നിടത്തോളം നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് 40 മാർക്സ്. ഒരുപാട് ചരിത്രങ്ങൾ അങ്ങനെ ഉണ്ട്. അതായത് കറക്റ്റ് 40 കിട്ടിയിട്ടുള്ള ഒരുപാട് മാർക്ക് ഷീറ്റുകൾ നമ്മൾ കണ്ടതാണ്. ഗ്രൂപ്പിൽ തന്നെ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ അനുഭവങ്ങൾ മുമ്പ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. സോ ദർ ഈസ് എ ഹോപ്പ്. നിങ്ങൾ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ കുറച്ച് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റിൽ യു ഹാവ് സംതിങ് ഹോപ്പ്. ഈ മറ്റ് പേപ്പേഴ്സ് അത്യാവശ്യം ഉഷാറായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ അതും കൂടി ഞാൻ പറയാം. എല്ലാ പേപ്പേഴ്സും ഒരു ആവറേജ് രീതിയിലായി എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പ്രശ്നമാണ്. എന്നാലും നമുക്ക് നോക്കാം. വാല്യൂഷൻ ഈസ് എൻറ്റയർലി ഡിഫറെന്റ്. വാല്യൂഷൻ നമുക്ക് പറയാൻ പറ്റില്ല എങ്ങനെ വരിക എന്നുള്ളത്. സോ നമുക്ക് ഇപ്പം നമ്മൾ എഴുതിയതിനുള്ള ഒരു ഇതുണ്ടാവുമല്ലോ, അതായത് ഒരു സാറ്റിസ്ഫാക്ഷൻ. നിങ്ങൾക്ക് ആ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പാസ്സാവും. ഓക്കെ, നിങ്ങൾക്ക് ആ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ഡെഫിനറ്റ്ലി പാസ്സാവും. സാറ്റിസ്ഫാക്ഷൻ ഇല്ലാച്ച പാസ്സാവില്ല എന്നല്ല. ഓക്കെ, പാസ്സാവില്ല എന്നല്ല, എന്താ പറയാ, ഇറ്റ് ഡിപ്പെൻസ് ആണ്. ഓക്കെ, സെക്കൻഡ്. ഓക്കെ, സോ നമ്മളെ മേജർ ടോപ്പിക് നമ്മളിപ്പോ ആ സംഭവം എടുത്തിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ എക്സാമിനെ കുറിച്ച് നമ്മൾ എന്തെങ്കിലും ഒന്ന് പറയണല്ലോ. അടുത്ത ചോദ്യം കുറെ ആൾക്കാർ ചോദിച്ചിരുന്ന സാധനം, ട്രെയിനിങ് എന്ത് ചെയ്യും ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് എന്നുള്ളത്. ഓക്കെ, ഇപ്പൊ ഇതൊരു ഇന്ററാക്റ്റീവ് സെഷൻ ആണ്. നിങ്ങൾക്ക് സംശയമുള്ളതും ചോദിക്കാം. എന്നോട് ആകെ ചോദിക്കാൻ പാടില്ലാത്തൊരു കാര്യം ഇത് മാത്രമേ ഉള്ളൂ, ട്രെയിനിങ്ങിന് ഏത് ഫയൽ ചെയ്യണം. അതായത് ഈ പറഞ്ഞ T4 T5 ആ സംഭവം ഉണ്ടല്ലോ, അത് എന്നോട് ചോദിക്കരുത്. ഓക്കെ, ആ T4 T5 അത് ഏതാ ഫയൽ ചെയ്യേണ്ടത്? അത് സത്യം പറഞ്ഞാൽ അതിൽ ഒരുപാട് കൺഫ്യൂസിങ് ഉണ്ട്. T4 ആണ് ഫയൽ ചെയ്യേണ്ടത്. പിന്നെ ഈ എംപ്ലോയ്മെന്റ് ചേഞ്ച് ആകുമ്പോൾ, അതായത് ഞാൻ പകുതി വെച്ച് ടെർമിനേറ്റ് ചെയ്യുന്ന കേസ് വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? അപ്പൊ ഗൈഡ് ലൈൻസ് നോക്കുമ്പോൾ വേറെ എന്തൊക്കെ പോലെ തോന്നുന്നു, വേറെ എന്തോ ഫയൽ ചെയ്യാൻ പോലെ പറയുന്നു. ആൻഡ് ഇവർക്ക് മെയിൽ അയക്കുമ്പോൾ വേറെ എന്തോ പോലെ കൺഫ്യൂസ്ഡ് ആയി. ഇപ്പോഴത്തെ ഒരാൾ എന്നോട് ആ ഡൗട്ട് ചോദിച്ചപ്പോൾ ഞാൻ വീണ്ടും കൺഫ്യൂസ്ഡ് ആയി. സോ ആ T4 T5 എന്നുള്ള കാര്യം മാത്രം വെച്ച് ബാക്കി എല്ലാം നിങ്ങളോട് ചോദിക്കാം. ഓക്കെ, അപ്പം ട്രെയിനിങ് എവിടെ ചെയ്യണം? അതായത് ഒരു CA CMA ഫേമിൽ ചെയ്യുന്നതാണോ നല്ലത്, ഓർ എൽസ് ഒരു ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് എടുത്ത് ഒരു കമ്പനിയിൽ കയറുന്നതാണോ നല്ലത് എന്നുള്ളതാണ് കോമൺ ആയിട്ട് കിട്ടുന്ന ഇപ്പോഴത്തെ ഒരു ചോദ്യം. അതിന് ഉത്തരം ഇതാണ്, ഇത്രയേ ഉള്ളൂ. അതായത് നിങ്ങൾക്ക് ആഫ്റ്റർ ക്വാളിഫിക്കേഷൻ എന്താണോ താല്പര്യം അതിനനുസരിച്ച് ഇപ്പൊ ചൂസ് ചെയ്യാൻ എന്നുള്ളതാണ് ഒരു ഓപ്ഷൻ. അതായത് നിങ്ങൾക്ക് ആഫ്റ്റർ ക്വാളിഫിക്കേഷൻ ഒരു പ്രാക്ടീസ് ചെയ്യാനാണ് ഇഷ്ടം, ഒരു CMA ഓഫീസ് ഇടാനാണ് നിങ്ങൾക്ക് താല്പര്യം എന്തുണ്ടെന്നുണ്ടെങ്കിൽ യു ഷുഡ് ഡെഫിനറ്റ്ലി ഗോ വിത്ത് ട്രെയിനിങ് ഇൻ CA CMA ഫേം. കാരണം CMA ഫേം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ ചെയ്യുന്ന വർക്ക് അറിയണം. ഓക്കെ, അവിടെ ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ GST, ഇൻകം ടാക്സ്, കമ്പനി ഇൻകോർപ്പറേഷൻ, LLP ഇൻകോർപ്പറേഷൻ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വർക്ക്സ് ഒക്കെ അവിടെ ചെയ്യാം. ഇതൊന്നും അറിയാതെ നിങ്ങൾ എങ്ങനെ ഒരു CMA ഓഫീസ് ഇടും?
അപ്പൊ ട്രെയിനിങ്ങിൽ തന്നെ ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓഫീസ് ഇടാൻ പറ്റുള്ളൂ. സോ പ്രാക്ടീസ് ആണ് ഭാവിയിൽ ലക്ഷ്യമുണ്ട്, പ്രാക്ടീസ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ CA CMA അണ്ടറിൽ ട്രെയിനിങ് എടുക്കായിരിക്കും നല്ലത്. ഭാവിക്ക് വേണ്ടി നോക്കുമ്പോൾ ഇപ്പോൾ ആ ട്രെയിനിങ് എടുക്കായിരിക്കും ഏറ്റവും പ്രിഫറബിളി ബെറ്റർ എന്ന് ഞാൻ പറയുന്നു. ഇനി അതല്ല, നിങ്ങൾക്ക് കമ്പനി ബേസ്ഡ്, അതായത് ജീവിതകാലം മൊത്തം ഒരു കമ്പനി ഒരു CFO CEO അങ്ങനെ അല്ലെങ്കിൽ കോസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള അങ്ങനെ ഇൻഡസ്ട്രി സെക്ടേഴ്സിലൊക്കെ വർക്ക് ചെയ്യുന്ന, അതാണ് എൻ്റെ ഫ്യൂച്ചർ ലക്ഷ്യം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ബെറ്റർ നിങ്ങൾ ഇൻഡസ്ട്രി പ്രിഫർ ചെയ്യുന്നതായിരിക്കും. ഇനി ഇൻഡസ്ട്രി പ്രിഫർ ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ബെറ്റർ ഇന്റർ ക്വാളിഫൈഡ് ചെയ്തിട്ട് കയറുന്നതായിരിക്കും നല്ലത്. ഫുള്ളി ഇന്റർ ക്വാളിഫൈ ചെയ്തിട്ട് കയറുന്നതാണ് ഏറ്റവും നല്ലത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സ്റ്റൈപ്പൻഡ് ബേസിലും പിന്നെ നല്ല കമ്പനീസ് കിട്ടും ചെയ്യും. ഇപ്പം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻസും അങ്ങനത്തെ വേക്കൻസീസ് പരിമിതിയായിട്ട് ഉണ്ടാവുള്ളൂ, പക്ഷെ അതൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ല എക്സ്പോഷർ ആയിരിക്കും, നല്ല രീതിയിൽ നിങ്ങൾക്ക് അവിടെ എന്ന് വെച്ചാൽ അത് ഭാവിയിൽ, അതായത് ആഫ്റ്റർ ക്വാളിഫിക്കേഷൻ വരെ നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുടെ പേ സ്കെയിലും നിങ്ങളുടെ ഇതിന് വേണ്ടിയിട്ടും അത് ഹെൽപ്പ് ചെയ്യും എന്നുള്ള ഒരു കാര്യമുണ്ട്. അപ്പം ആഫ്റ്റർ, അതായത് നിങ്ങൾ കമ്പനിയിൽ കയറാം അല്ലെങ്കിൽ ഇൻഡസ്ട്രി ഇതിൽ കയറാന്നുണ്ടെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ ഇന്റർ ഫുള്ളി ക്വാളിഫൈഡ് ആയിട്ട് കയറുന്നതായിരിക്കും നല്ലത്. അതായത് കിട്ടാനും ഏറ്റവും, അതായത് അങ്ങനെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇൻഡസ്ട്രിയിൽ കിട്ടണം എന്നുണ്ടെങ്കിലും ഏറ്റവും കിട്ടാൻ ചാൻസ് കൂടുതലും ഇന്റർ ക്വാളിഫൈ ചെയ്യുമ്പോഴാണ്, ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് കൂടുതൽ ചാൻസ്. ഇനി വാട്ട് അബൌട്ട് ദി ഡമ്മി സർട്ടിഫിക്കറ്റ്, ഡമ്മി ട്രെയിനിങ് എടുത്താൽ പോരെ എന്നുള്ള രീതിയിൽ ഒരുപാട് ചോദ്യങ്ങൾ ഈ അടുത്ത് കിട്ടി. അപ്പൊ ഡമ്മി ചെയ്യുന്നത് ശരിയാണ്, അപ്പം ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഈ ഡമ്മി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഞാനൊരു കാര്യം പറയാം, അതായത് ഈ ഡമ്മി ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡമ്മി ചെയ്യുന്നതുകൊണ്ട് നമ്മളിപ്പോൾ ഈ CA CMA എന്ന് പറഞ്ഞ കോഴ്സ് ഒക്കെ ഇറ്റ്സ് ആൻ ആക്ച്വലി പ്രൊഫഷണൽ കോഴ്സ്. അപ്പം ഇവിടെ ആക്ച്വലി ആ പ്രൊഫഷണലിസം എന്നുള്ള സംഭവം ഉണ്ട്. അതായത് നമ്മൾ പ്രൊഫഷണൽ ആയിരിക്കണം, ആഫ്റ്റർ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സംഭവം എന്താണെന്ന് അറിയണം. അപ്പൊ ഇങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ ആക്ച്വലി പഠിക്കാൻ വേണ്ടിയിട്ടും ആഫ്റ്റർ ക്വാളിഫിക്കേഷൻ ഡയറക്ട്ലി ജോബിൽ കയറുമ്പോൾ ഒരു ഹെൽപ്പിനൊക്കെ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഈ ട്രെയിനിങ്. അത് രണ്ട് രീതിയിലുണ്ട്. അതായത് ഒന്ന് ജോലി എന്നുള്ള പെർസ്പെക്റ്റീവ്, ആഫ്റ്റർ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും അറിയാതെ ജോലിക്ക് കയറി കഴിഞ്ഞാൽ അവിടെ നമ്മൾ ശിശു. ആക്ച്വലി ഇപ്പൊ ഏതൊരു കമ്പനിയിൽ ആദ്യം കയറുമ്പോൾ ശിശു തന്നെയാണ്, പക്ഷെ അതിന് മുമ്പ് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളില്ലേ. അതുപോലെ തന്നെ ഇപ്പൊ ഒരു കമ്പനി, ഇപ്പൊ നമ്മൾ CA CMA ഫേമിലാണ് കയറുന്നത് കൂട്ടാം, അവിടെ ഡെഡ് ലൈൻസ് മീറ്റ് ചെയ്യുന്നുണ്ടോ, അതേപോലെ തന്നെ മറ്റു ഒരുപാട് ഹെഡേക്സ് ഉണ്ടാവും, മറ്റ് ടെൻഷൻസ് ഉണ്ടാവും, അതേപോലെ ടൈം കാര്യങ്ങൾ മാനേജ്മെന്റ് ഉണ്ടാവും, ഒരുപാട് സംഭവങ്ങൾ ഈ പറഞ്ഞ നമ്മൾ CA CMA ഫേമിൽ ട്രെയിൻ ചെയ്തിട്ട് കയറുമ്പോൾ ചെയ്യും. അത് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഭാവിയിൽ ഭയങ്കര ഹെൽപ്പ് കാര്യം ചെയ്യാം നിങ്ങൾ കമ്പനിയിൽ കയറുമ്പോൾ. കാരണം നിങ്ങൾക്ക് എന്ത് മാനേജ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഓൾറെഡി ട്രെയിനിങ് കയറി പോയിരുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി എന്ത് ചെയ്യാൻ പറ്റും. സൗണ്ട് കുറവാണോ? സൗണ്ട് കുറവുണ്ടോ? ഞാൻ ഉറക്കെയാണ് സംസാരിക്കുന്നത്. ആർക്കെങ്കിലും സൗണ്ട് കുറവുണ്ടോ? ആർക്കെങ്കിലും സൗണ്ട് കുറവുണ്ടോ? ഇല്ല. ഓക്കെ, ഇല്ല എന്നാ പറയുന്നത്. മേ ബി യുവർ ഫോണിന്റെ പ്രശ്നമായിരിക്കും. ഓക്കെ, നല്ല സൗണ്ട് ഒച്ചത്തിലാണ് സംസാരിക്കുന്നത്, മൈക്ക് യൂസ് ചെയ്യുന്നില്ല ഞാൻ. ഓക്കെ, യെസ്. അപ്പം അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുള്ള. അപ്പൊ ഞാൻ എന്റെ കേസാണ് ഉദാഹരണം ഞാൻ പറയാം. ഞാൻ 3 കൊല്ലം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പട്ടിയെ പോലെ പണിയെടുത്തിട്ടുണ്ട്. അതായത് ഒരു ഒരു CA ഫേമിന്റെ സ്റ്റാർട്ടിങ്ങിലാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. ആ CA ഫേം ഫസ്റ്റ് ടൈം തുടങ്ങിയിട്ട് 1 കൊല്ലം ആയിട്ടുണ്ടായിരുന്നുള്ളൂ. സോ കാര്യമായ വർക്ക് ഇനീഷ്യലി ഉണ്ടായിരുന്നില്ല, ബേസിക് വർക്ക്സ് ആണ് ഉണ്ടായിരുന്നത്. പിന്നെ ഗ്രാജുവലി നല്ല നല്ല വർക്ക്സ് കിട്ടി. ആ വർക്ക്സ് ഒക്കെ മൊത്തം ഞാൻ ചെയ്യാൻ നിന്നു. അങ്ങനെ തുടങ്ങി ഏകദേശം 3 കൊല്ലം നല്ല പണിയെടുത്തിട്ടുണ്ട്. നല്ല ഡെഡ് ലൈൻസ് മീറ്റ് ചെയ്ത് രാത്രി 12 വരെയൊക്കെ ഇരുന്നിട്ടുണ്ട് ചില കേസിൽ. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അറിഞ്ഞു, പഠിച്ചു. ക്ലയൻസിനോട് സംസാരിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിച്ചു, അവിടുത്തെ ക്ലയൻസിനെ ഡീൽ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് പഠിച്ചു, ആൾക്കാരോട് എങ്ങനെ സംസാരിക്കേണ്ടതെന്ന് പഠിച്ചു, ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ പരിഹരിക്കേണ്ടതെന്ന് പഠിച്ച്, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ പഠിച്ച് ആ 3 കൊല്ലത്തെ എക്സ്പീരിയൻസ് കൊണ്ട് മാത്രമായിരുന്നു ആ ഓഫീസിൽ നിന്ന് ഞാൻ ഇറങ്ങി വിത്തിൻ ഫൈനൽ പാസ്സാവുന്നതിന് മുന്നേ തന്നെ എനിക്ക് സ്വന്തമായിട്ട് ഓഫീസ് ഇടാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടിയത്. ഞാൻ ഫൈനൽ പാസ്സാവുന്നതിന് മുന്നേ തന്നെ സ്വന്തമായിട്ട് പ്രാക്ടീസിങ് തുടങ്ങി ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ക്ലയൻസിനെ ഡീൽ ചെയ്യുന്നതൊക്കെ ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. അതൊന്നും നിങ്ങൾ ഈ പറഞ്ഞ ബുക്കിൽ നിന്ന് പഠിക്കൂല. ബുക്കിലാകെ പഠിക്കുന്ന എന്താ, നമ്മൾ ഈ പറഞ്ഞ ഈ GST സെക്ഷൻസോ പ്രൊവിഷൻസോ പഠിക്കും. ഇതിന്റെ അപ്ലിക്കബിലിറ്റി പഠിക്കണ്ടേ? പറയാം, ഇതിന്റെ അപ്ലിക്കബിലിറ്റി എന്താണെന്ന് അറിയണ്ടേ? ഈ അപ്ലിക്കബിലിറ്റി GST രജിസ്ട്രേഷൻ ഒരു ക്ലയന്റ് വരുന്നത്, ആ ക്ലയന്റിനെ എങ്ങനെ ഡീൽ ചെയ്യേണ്ടതെന്ന് പഠിക്കണ്ടേ? ഫ്രം ദി പെർസ്പെക്ടീവ് ഓഫ് പ്രാക്ടീസ് ആണ് പറയുന്നത്. ഇനി അത് മാത്രമല്ലല്ലോ, അതായത് നമ്മൾ ഒരുപാട് ഈ ആൾക്കാരൊരു ഡീൽ ചെയ്യുന്ന ഒരു സാധനമില്ലേ, അതായത് ഇപ്പം ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അയാളോട് എങ്ങനെ ഡീൽ ചെയ്യണം, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ പഠിക്കാണ്ട്. പിന്നെ കുറെയൊക്കെ ചീത്ത കേൾക്കണം, നമ്മൾ കുറെ ചീത്ത കേൾക്കും, ഇറ്റ്സ് ഫൈൻ, കേൾക്കട്ടെ. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ, യാതൊരു പ്രാക്ടീസും ഇല്ലാതെ, യാതൊരു ട്രെയിനിങ്ങും ഇല്ലാതെ നിങ്ങൾ വേണ്ടി ഓഫീസിൽ കയറുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവിടുത്തെ ഫ്രഷറാണ്. നിങ്ങൾക്ക് ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ ആകെ ഇടങ്ങേറാവും അവിടെ, ചിലപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, നല്ല പ്രഷർ ഉണ്ടാവും. അപ്പൊ എങ്ങനെയായാലും CA CMA നമ്മൾ ക്വാളിഫൈ ചെയ്തിട്ട് ജോലി കിട്ടുമ്പോൾ അത്യാവശ്യം നല്ല പേയ്മെന്റ് ഉണ്ടാവും, പക്ഷെ പേയ്മെന്റ് പോലെ തന്നെ അത്യാവശ്യം പണി ഉണ്ടാവും, വെറുതെ ഇരുന്ന് തന്നെ പൈസ കിട്ടൂല. സോ ആ പണി എടുക്കാൻ നമ്മൾ അത്യാവശ്യം പ്രഷർ ഉണ്ടാവും, അവിടെ ഒരുപാട് കാര്യങ്ങൾ വരാം. സോ അതൊക്കെ ഡീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഹാർഡ്. ഞാൻ അതാ പറയുന്നത്, ഡമ്മി ആർട്ടിക്കിൾഷിപ്പ് എടുക്കുന്നത് ഞാൻ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യില്ല.
ഒരിക്കലും ഞാൻ പ്രൊമോട്ട് ചെയ്യില്ല. ഇപ്പൊ സ്റ്റഡി ക്യാബ് ഒരു കോഴ്സ് നടത്തുന്നുണ്ട്, കേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സ്. അപ്പൊ അത് ആക്ച്വലി ഈ ട്രെയിനിങ്ങിൽ കൊടുക്കുന്ന സാധനങ്ങൾ തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ പഠിപ്പിക്കുന്നത്. എന്നാലും ഞാൻ ഇവരോട് പറയും, നിങ്ങൾ ഇത് പഠിച്ചെന്ന് വിചാരിച്ചിട്ട് ട്രെയിനിങ് ചെയ്യാതിരിക്കരുത്. ഇവിടുന്ന് ഡമ്മി കൊടുക്കുന്നുമില്ല. അപ്പൊ നമുക്ക് ഡമ്മി കൊടുക്കാൻ പറ്റും, പക്ഷെ നമ്മൾ ഡമ്മി കൊടുക്കുന്നുമില്ല. കാരണം ഞാൻ അതിന് പ്രൊമോട്ട് ചെയ്യില്ല. എനിക്ക് അതിൽ ഡമ്മിലോട് എനിക്ക് തീരെ താല്പര്യമില്ല. കാരണം അത് ആക്ച്വലി ഇപ്പൊ നമ്മളിവിടെ കോഴ്സ് ആൻഡ് ഓഫീസ് മാനേജ് ഈസ് ഡിഫറെന്റ് ആക്ച്വലി. ഇപ്പൊ കോഴ്സ് ഉണ്ട് എന്ന് വിചാരിച്ച് കോഴ്സ് പഠിക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് ഓഫീസിൽ കിട്ടുന്ന കുറച്ചൊരു എക്സ്പോഷർ ഉണ്ട്. അത് നമുക്ക് വേറെ ഒന്നും കിട്ടൂല. അത് ഓഫീസിൽ തന്നെ പോകണം. സോ ട്രെയിനിങ് ഈസ് വെരി ഇമ്പോർട്ടന്റ് എന്ന് ഞാൻ പറയും. ട്രെയിനിങ്ങിന് പോകണം. പക്ഷെ ഏറ്റവും പെട്ടെന്ന് ഇപ്പൊ ഒരു ചോദ്യം ചോദിച്ചു, ഇന്റർ കംപ്ലീറ്റ് ചെയ്തിട്ട് പോകുന്നതാണോ, ഇംഗ്ലീഷ് കംപ്ലീറ്റ് ചെയ്തിട്ടാണോ ട്രെയിനിങ്ങിന് കയറിയത്? യെസ്, ഇന്റർ കംപ്ലീറ്റ് ചെയ്ത് ഇന്റർ ഒരു ഗ്രൂപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഞാൻ കയറിയത്. ഒരു ഗ്രൂപ്പ് പിന്നെ ഞാൻ ഓഫീസിൽ ഇരുന്നിട്ട് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തത്. ഓഫീസിൽ നിന്ന് ലീവ് ഒക്കെ കിട്ടും, സാധാരണ അധികം കിട്ടാറുണ്ട്. ഒരു 1 month 2 month ഒക്കെ ലീവ്, ചിലപ്പോൾ 2 month കിട്ടും, ചിലപ്പോൾ 1 month കിട്ടും. എന്നിട്ട് പാസ്സാവുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ 15 days ഒക്കെ തരുള്ളൂ. സീനിയേഴ്സ് ആവുന്നതിനനുസരിച്ച് പിന്നെ 15 days 16 days അങ്ങനെയൊക്കെ തരുള്ളൂ. ഓക്കെ. സോ ഇന്റർ നിങ്ങൾക്കുള്ള ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇന്റർ കംപ്ലീറ്റ് ചെയ്തിട്ട് കയറുന്നതാണോ നല്ലത്, അത് ഇന്ററിന് മുന്നേ കയറുന്നതാണോ നല്ലത്? അറ്റ്ലീസ്റ്റ് 1 ഗ്രൂപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ട് കയറുക. അറ്റ്ലീസ്റ്റ് 1 ഗ്രൂപ്പ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ആൾക്കാർ ഫൗണ്ടേഷൻ വെച്ചിട്ട് എന്ത് ചെയ്യും, ഈ പറഞ്ഞ ഈ ട്രെയിനിങ്ങിന് കയറും. പക്ഷെ അങ്ങനെ ഉണ്ടാകുമ്പോൾ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, എടാ ട്രെയിനിങ്ങിന് കയറി കഴിഞ്ഞാൽ നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വർക്ക് ചെയ്യണം, നല്ല പണിയെടുക്കേണ്ടി വരും. ഈ ലാപ്പിന്റെ മുന്നിൽ ഇരുന്ന് പണിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നല്ല കൂലിപ്പണിക്ക് പോകുന്ന അതേപോലെ തന്നെ, അത്യാവശ്യം മേലനങ്ങി പണിയെടുക്കുന്ന അതേപോലെ തന്നെയാണ്. വൈകുന്നേരം ആകുമ്പോഴത്തേനും നല്ല ടയേർഡാവും, നല്ല ടയേർഡാവും. അപ്പോൾ ചിലപ്പോൾ നമുക്ക് പഠിത്തം ആ ഒരു വേയിൽ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം ഒരു ഗ്രൂപ്പെങ്കിലും കംപ്ലീറ്റ് ചെയ്തിട്ട് കയറുകയാണെങ്കിൽ പിന്നെ ഒരു ഗ്രൂപ്പ് അല്ലേ ഉള്ളൂ. പിന്നെ നമുക്ക് ആ ഗ്രാജുവലി ആ 15 month പീരീഡിന്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ 2 ഗ്രൂപ്പ് പെൻഡിങ് വെച്ചിട്ട് കയറുക എന്ന് പറഞ്ഞാൽ ഹെവി റിസ്ക് ആവും. നിങ്ങൾക്ക് ഒരുപാട് ബേർഡൻ കൂടുന്ന പോലെ തോന്നും. അതായത് പഠിക്കണം, ഓഫീസിലെ പണി ചെയ്യണം, ഇതെല്ലാം കൂടി ചിലപ്പോൾ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ ചിലപ്പോൾ ഭയങ്കര പാടായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. മനസ്സിലായി? അപ്പം അറ്റ്ലീസ്റ്റ് 1 ഗ്രൂപ്പ് കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്താണ് ഏറ്റവും ട്രെയിനിങ്ങിന് ഏറ്റവും ബെറ്റർ. ഇനി അതല്ല, തീരെ വകുപ്പില്ല, വീട്ടിൽ ഇങ്ങനെ ഇരിക്കാൻ വയ്യ എന്നുള്ള രീതിയിലാണെങ്കിൽ യു ക്യാൻ ജോയിൻ. ബട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യം, അതായത് ഇന്റർ ആ പീരീഡിന്റെ ഉള്ളിൽ തന്നെ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ആ പീരീഡും കഴിഞ്ഞിട്ട് ഇന്റർ കംപ്ലീറ്റ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ വെരി ഡേഞ്ചർ ആയി. മനസ്സിലായോ? സോ ആ പീരീഡ് അതിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യണം. ഇനി ഇതിനേക്കാളും ബെസ്റ്റ് ഓപ്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രിഫറബിളി ഇന്റർ രണ്ടും കംപ്ലീറ്റ് ചെയ്തിട്ട് ട്രെയിനിങ്ങിന് കയറുകയാണെന്നുണ്ടെങ്കിൽ ആ ട്രെയിനിങ് പീരീഡ് നിങ്ങൾക്ക് എക്സ്ട്രീംലി CMA ഫൈനൽ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ CMA ഫൈനൽ ഈ പറഞ്ഞ ക്ലാസ്സസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് വളരെ കുറവാണ്. അതായത് ഓഫ്ലൈൻ ക്ലാസ്സസ് ബാച്ചസ് ഒക്കെ വളരെ കുറവാണ്. പ്രിഫറബിളി എല്ലാവരും ഇപ്പോൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ പറഞ്ഞ റെക്കോർഡഡ് ക്ലാസ്സസ് ആണ്. അത് തന്നെ എല്ലാതൊന്നും ക്ലാസ് ഫൈനലിൽ വാങ്ങണമെന്നില്ല. ഇപ്പൊ IDT പോലത്തെ സബ്ജക്ട് ഒക്കെ ശരിക്കും ക്ലാസ്സസ് വേണമെന്നില്ല. കാരണം സെയിം ഇന്ററിൽ നിങ്ങൾ മര്യാദ IDT പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സെയിം IDT പ്ലസ് കുറച്ച് അഡീഷണൽ IDT മാത്രമാണ് ഫൈനലിൽ ഉള്ളത്. സോ ഡെഫിനറ്റ്ലി IDT ഒക്കെ നമുക്ക് സ്വന്തം പഠിക്കാൻ പറ്റും. ആൻഡ് യൂട്യൂബ് പോലത്തെ റിസോഴ്സസ് നോക്കിയിട്ടും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ഇപ്പൊ പഠിക്കാൻ പറ്റും. അപ്പൊ അത്യാവശ്യത്തിന് വേണ്ട ചില റെക്കോർഡഡ് ക്ലാസ്സസ് വാങ്ങുക, ട്രെയിനിങ് പീരീഡിന്റെ ഉള്ളിൽ ഇരുന്ന് കാണുക, ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് കാണുക. 15 month പീരീഡിന്റെ ഉള്ളിൽ ഏകദേശം ക്ലാസ്സസ് ഒക്കെ ഒന്ന് കണ്ട് നോട്ട്സ് ഒക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് ഒരു ലെവലൊക്കെ ആക്കി എടുത്തിട്ട് വേണമെങ്കിൽ അപ്പം തന്നെ ഒരു അറ്റംപ്റ്റ് എടുക്കുക, അല്ലെങ്കിൽ ടേക്ക് എ ബ്രേക്ക്. അവിടുന്ന് ഒരു ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ, അല്ലെങ്കിൽ ഏറിപ്പോയ ഒരു സെക്കൻഡ് അറ്റംപ്റ്റിന്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് ഫൈനൽ ക്വാളിഫൈഡ് ആവാൻ പറ്റും ഈ മാനർ പോവുകയാണെങ്കിൽ. അതായത് 15 month നിങ്ങൾ പഠിക്കാൻ വേണ്ടി യൂട്ടിലൈസ് ചെയ്യണം. ആ 15 month ഇന്റർ കിട്ടിയല്ലോ, ഇനി പിന്നെ നോക്കാമെന്ന് കളിച്ചിടന്നു കഴിഞ്ഞാൽ വീണ്ടും പഠിക്കാൻ വേണ്ടി അഗൈൻ സ്പെൻഡ് ചെയ്യണം. ഇത് ഞാൻ ചെയ്തൊരു വലിയ മിസ്റ്റേക്ക് ആയിരുന്നു. ആ മിസ്റ്റേക്ക് റിപ്പീറ്റ് ചെയ്തിട്ടാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. 3 കൊല്ലം ഞാൻ പണിയെടുത്തെന്ന് പറഞ്ഞു. ആ 3 കൊല്ലത്തിന്റെ ഇടയിൽ സെക്കൻഡ് ഗ്രൂപ്പ് പാസ് ഇന്റർ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഞാൻ ബുക്ക് തൊട്ടിട്ടില്ല. 2 കൊല്ലത്തോളത്തിന്റെ ഇടയിൽ ഞാൻ എന്ത് ചെയ്തിട്ടില്ല, 1.5 കൊല്ലത്തിന്റെ ഇടയിൽ ഞാൻ ബുക്ക് തൊട്ടിട്ടില്ല. എന്റെ ഫൈനൽ പ്രിപ്പറേഷൻ ഞാൻ ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇരിക്കുന്നത്. ഭയങ്കര പ്രയാസമായിരുന്നു അത് ഇരിക്കാൻ. കാരണം അത്രയും ഗ്യാപ്പ് എടുത്തിട്ട് ജോലിയില്ല, ജോലി ഇങ്ങനെ ചെയ്ത് പിന്നെ ബുക്കിന്റെ ഒരു ഇതില്ലല്ലോ, ഒരു ഇരുന്ന് പഠിക്കാനുള്ള ഒരു ഇതില്ല. കാരണം ആ ലെവലിൽ പോയി. പിന്നെ തിരിച്ച് ബാക്ക് ടു സ്റ്റഡിയിലോട്ട് വരാൻ വലിയ പ്രയാസമായിരുന്നു. സോ ഞാൻ ചെയ്ത ഏറ്റവും വലിയ മിസ്റ്റേക്ക് അതായത്, നിങ്ങൾക്ക് അന്ന് ആരും പറഞ്ഞു തരണ്ടായിരുന്നില്ല, ഇതിന്റെ ഇടയിൽ തന്നെ പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ നേരെ അറ്റംപ്റ്റ് ചെയ്യായിരുന്നു എന്നുള്ളത്. പക്ഷെ ഞാൻ വലിയ ചെയ്ത മണ്ടത്തരായി പോയി. അപ്പൊ മനസ്സിലായോ? അപ്പം ആ ഗ്യാപ്പ് ഇപ്പം ഇതിൽ ഇന്റർ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്, ഇപ്പൊ ഒരു റിസൾട്ട് വന്ന് ഇന്റർ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്ന ആൾക്കാരുണ്ട് വെച്ചാൽ ഡെഫിനറ്റ്ലി ട്രെയിനിങ് പീരീഡ് നിങ്ങൾ ഫൈനലിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു ക്യാൻ അച്ചീവ് ഇൻ ദി ഫസ്റ്റ് അറ്റംപ്റ്റ്, ഓർ മാക്സിമം പോയി കഴിഞ്ഞാൽ സെക്കൻഡ് അറ്റംപ്റ്റിൽ ഫൈനൽ അച്ചീവ് ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് ഈ പറഞ്ഞ 15 month ട്രെയിനിങ് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ ഫൈനലിന് വേണ്ടി ഇരിക്കണം എന്ന് ആലോചിച്ച് നോക്കിയാൽ വീണ്ടും സമയം പോവുക. എനിക്ക് അങ്ങനെയൊക്കെ സമയം പോയത്. വീണ്ടും ഫൈനലിന് വേണ്ടി ഇരിക്കണം, വീണ്ടും പഠിച്ച് ടീച്ചിങ് ഫീൽഡിലേക്ക് വരെ ഞാൻ പറയാം. ഓക്കെ. സോ വീണ്ടും പഠിച്ച് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രയാസമായിട്ട് മാറും. അതുകൊണ്ടാണ് ഞാൻ എന്താ പറയുന്നത്, ഈ ട്രെയിനിങ് പീരീഡ് പഠിക്കാൻ വേണ്ടി യൂട്ടിലൈസ് ചെയ്യുക ഫോർ ദി ഫൈനൽ. അപ്പൊ ഇന്റർ കംപ്ലീറ്റ് ചെയ്ത്, ഇത് നല്ലൊരു മോഡ്, അതായത് ഇന്റർ കംപ്ലീറ്റ് ചെയ്യുക, നേരെ ട്രെയിനിങ്ങിന് കയറുക. ട്രെയിനിങ്ങിന്റെ ഉള്ളിൽ തന്നെ ഈ പറഞ്ഞ റെക്കോർഡഡ് ക്ലാസ്സസ് ഒക്കെ വാങ്ങിയിട്ട് നിങ്ങൾ ക്ലാസ് കണ്ട് പതുക്കെ, എല്ലാം കൂടി വാങ്ങല്ലട്ടോ. അതായത് ഒക്കെ കൂടി ക്ലാസ് വാങ്ങി കാണാൻ തന്നെ ആകെ ബേർഡനോ, അങ്ങനല്ല, പതുക്കെ പതുക്കെ തുടങ്ങുക. ഒരു സൈഡിൽ നിന്ന് പതുക്കെ പതുക്കെ, അങ്ങനെ നമ്മൾ കൺസിസ്റ്റൻസിയാണ് ഈ പറഞ്ഞ പ്രൊഫഷണൽ കോഴ്സിന് ഏറ്റവും കൂടുതൽ വേണ്ടത്.
CMA ക്ലാസ്സസ് വെച്ച് CAക്ക് പ്രിപ്പയർ ചെയ്യുന്നത് ബുദ്ധിമുട്ടാവുമോ? ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് എ ഗുഡ് ഐഡിയ. ചില ക്ലാസ്സസ് ഒക്കെ എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആണ്. CMA ക്ലാസ്സും CA ക്ലാസ്സും ഇപ്പോൾ DT IDT ഒക്കെ നമുക്ക് ഓക്കെ ഫൈൻ എന്ന് പറയാം. പക്ഷേ ഫൈനലിൽ എത്തുമ്പോൾ, അല്ലെങ്കിൽ ഇന്റർ ആണോ പറയുന്നത് ഫൈനലാണോ പറയുന്നത്, ഇന്ററിന് ഏകദേശം സെയിം ആണ്. പക്ഷെ എന്നാലും ലോ പോലത്തെ സബ്ജക്റ്റ് ഒക്കെ പാടാണ്. ലോ പോലത്തെ സബ്ജക്ട്സ് ഒക്കെ എന്തായിരിക്കും, ചിലപ്പം പാടായിരിക്കും. മറ്റ് സബ്ജക്ട്സും ഏകദേശം സിമിലർ ആണ് എന്ന് പറയാം. DT IDT എക്സ്ട്രീംലി സിമിലർ ആണ്. പക്ഷേ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് അങ്ങനത്തെ സബ്ജക്ട്സുകൾ വരുമ്പോൾ CA ഇന്ററിൽ ഇപ്പോൾ കുറച്ച് പരിഷ്കരണങ്ങൾ വരുത്തിയോണ്ട് തന്നെ എക്സ്ട്രീംലി ഡിഫറൻസ് ഉണ്ട് അവിടെ. ചില സബ്ജക്ട്സിൽ ഇപ്പോൾ 6 സബ്ജക്റ്റേ ഉള്ളൂ CA ഇന്ററിന്, മറ്റ് 2 സബ്ജക്റ്റ് ഓൺലൈനായിട്ട് കംപ്ലീറ്റ് ചെയ്യേണ്ട സാധനമാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കുറേ ഡിഫറൻസുകൾ അവിടെ വരുന്നുണ്ട്. അപ്പം CMA ക്ലാസ്സസ് വെച്ചിട്ട് CA പഠിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ മാനേജബിൾ ആണ്. എന്നാലും കുറെ സെയിം ആണ്, കുറെ അഡീഷണൽ ആയിട്ട് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഠിക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. അപ്പം അങ്ങനെ ചെയ്യുന്നവരുണ്ടല്ലോ, ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. CA ഒരുപാട് കൊണ്ടുപോകുന്നവരുണ്ട്. പക്ഷെ ഞാൻ പറയും CMA ഒരുമിച്ച് ചെയ്യണ്ട എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ ട്ടാ. നിങ്ങൾ CA അല്ലെങ്കിൽ CMA കയ്യിലുണ്ടെങ്കിൽ ഡു CS, അങ്ങനെ പറയും ഞാൻ. CS എന്തെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ ഡു സം ഇന്റർനാഷണൽ കോഴ്സസ്. CMA ആക്ച്വലി ഒരേപോലെ അല്ലേ. ആകെ വ്യത്യാസം ടാക്സ് ഓഡിറ്റ് ഇല്ലാന്നേ ഉള്ളൂ. ഭാവിയിൽ ടാക്സ് ഓഡിറ്റും CMAക്ക് കിട്ടും. സോ പിന്നെ ദർ ഇസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ CA ആൻഡ് CMA. പക്ഷേ CMA ഈസ് കൂടുതൽ പ്രിഫറബിൾ ഇൻ ഇൻഡസ്ട്രി ടെക്സ്റ്റേഴ്സ്. CA അങ്ങനെയല്ല, ആ ഡിഫറൻസ് ഉണ്ട്. എന്നാലും ടാക്സ് ഓഡിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഡെഫിനറ്റ്ലി പ്രാക്ടീസ് ആയിരിക്കും നമുക്ക് ഏറ്റവും ബെറ്റർ. ഓക്കെ, ഒരു ചോദ്യം ചോദിച്ചാൽ, സാർ ടീച്ചിങ് ഫീൽഡിലേക്ക് വരാൻ ഇന്റർ കംപ്ലീറ്റ് ചെയ്താൽ മതിയോ? ടീച്ചിങ് ഫീൽഡ് ഈസ് എക്സ്ട്രീംലി ഡിഫറെന്റ്. ഞാൻ പറയാം, ഞാൻ ടീച്ചിങ് ഫീൽഡിലുള്ള ഒരാളാണ്. അപ്പം നിങ്ങൾക്ക് ഇതിൽ ടീച്ചിങ് ഫീൽഡിലോട്ടുള്ള ആൾക്കാരുണ്ടാവും. കുറെ ആൾക്കാർ ചിലപ്പോൾ ടീച്ചിങ് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള, ടീച്ചിങ് പാഷനായിട്ട് നടക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പം ഞാൻ ടീച്ചിങ് ഫീൽഡിലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാം, എൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ടീച്ചിങ്ങിലോട്ട് വന്നത് ഞാൻ +1 +2 ക്ലാസ്സസ് ഒക്കെ എടുത്തിട്ട് ട്യൂഷൻ എടുത്തിട്ടാണ് ഞാൻ ടീച്ചിങ്ങിലോട്ട് എത്തുന്നത്. സത്യം പറയാം, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയാണ്. ഞാൻ ടീച്ചിങ്ങിലോട്ട് എത്തുന്നത് +1 +2 ട്യൂഷൻസ് എടുത്തിട്ട്, അത് ഞാൻ ഞാൻ അത് ഓക്കെ. അപ്പൊ അങ്ങനെ ഞാൻ എത്തുമ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയുണ്ട്. പിന്നെ ഞാൻ ഡയറക്ട്ലി എൻ്റെ ആർട്ടിക്കിൾസ്, എൻ്റെ സാറ് ഭയങ്കര അതിൽ സപ്പോർട്ടീവ് ആയിരുന്നു. ഞാൻ ക്ലാസ് എടുക്കുന്നതിന് സാറ് ഭയങ്കര സപ്പോർട്ടീവ് ആയതുകൊണ്ട് തന്നെ എൻ്റെ ട്രെയിനിങ് പീരീഡിൽ തന്നെ എനിക്ക് ക്ലാസ് എടുക്കാൻ സാറ് അനുവദിക്കുമായിരുന്നു. അതായത് ചെറിയ ചെറിയ എന്തെങ്കിലും ക്ലാസ്സസ് വന്നു കഴിഞ്ഞാൽ ഞാൻ പോകുന്നതിന് സാറ് പ്രശ്നം ഉണ്ടായിരുന്നു. സാറിന് കംപ്ലീറ്റ് ചെയ്താൽ മതി, വർക്ക് കംപ്ലീറ്റ് ചെയ്താൽ മതി എന്നുള്ള റിക്വയർമെന്റ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എൻ്റെ ഓഫീസിനോട് നേരെ ചേർന്നിട്ടായിരുന്നു തിരൂര് ലക്ഷ്യം ഉണ്ടായിരുന്നത്. അപ്പം ലക്ഷ്യയിൽ അന്ന് പതുക്കെ ഒരു ടൈപ്പ് അല്ല, അവിടുത്തെ മാനേജറായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പം പേപ്പർ ചെക്കിംഗ് ആയിരുന്നു പിന്നെ അടുത്ത പണി. അതായത് എന്ത് ചെയ്യുക, അവിടുത്തെ പേപ്പേഴ്സ് എനിക്ക് ചെക്ക് ചെയ്യാൻ തരും. എക്സാം എഴുതിയിട്ട് അത് ഞാൻ ചെക്ക് ചെയ്യുക, അതിന് ഒരു പേപ്പറിന് ഇത്ര പൈസ എന്നുള്ള രീതിയിൽ കിട്ടും. അങ്ങനെയൊക്കെയാണ് എൻ്റെ സ്റ്റേജ്. പിന്നെ പതുക്കെ അവിടെ CA ഫൗണ്ടേഷന് ക്ലാസ് എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അങ്ങനെ CA ഫൗണ്ടേഷന് കയറി ക്ലാസ് എടുത്തു. അങ്ങനെ ഗ്രാജുവലി പിന്നെ എന്താ പറയാ, സ്റ്റഡി ക്യാബ് അന്ന് തുടങ്ങിയിരുന്നു. പക്ഷേ സ്റ്റഡി ക്യാബ് അത്ര ഹിറ്റ് ആയിരുന്നില്ല, ഞാൻ അങ്ങനെ എൻഗേജ് ആയിരുന്നില്ല. ജസ്റ്റ് ഒരു യൂട്യൂബ് ചാനലായിട്ട് തുടങ്ങിയിരുന്നു. അങ്ങനെ പതുക്കെ ആണ് ഞാൻ ടീച്ചിങ്ങിലോട്ട് കയറി വന്നത്. ഇപ്പൊ ഞാൻ ഭയങ്കര പുലിയാന്നല്ല ഞാൻ പറയുന്നത്. സോ സ്റ്റിൽ ഞാൻ അത് തേച്ച് മിനുക്കിക്കൊണ്ടിരിക്കുകയാണ്. അഗൈൻ ടീച്ചിങ്ങിൽ ഞാൻ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താനുള്ളത് എന്നുള്ളത്. അതായത് എന്നെ തന്നെ ഞാൻ ഇങ്ങനെ തേച്ച് മിനുക്കി കൊണ്ടുവരികയാണ്. സോ ആ ബിഗിനിങ് സ്റ്റേജ് അങ്ങനെയായിരുന്നു എൻ്റെത്. അപ്പം ടീച്ചിങ്ങിൽ വരാനുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, ഇറ്റ്സ് എ കോമ്പറ്റീറ്റീവ് വേൾഡ് ആക്ച്വലി. ടീച്ചിങ് ഭയങ്കര കോമ്പറ്റീഷൻ ഉള്ള, ഭയങ്കര എന്താ പറയാ, ഈ പറഞ്ഞ പിന്നിന്നുള്ള കുത്തും ഇതൊക്കെ വരുന്ന ഒരു ഏരിയയാണ് ആക്ച്വലി ടീച്ചിങ് ഫീൽഡ്. ഇതൊരു നിങ്ങൾ കാണുന്ന ഈ പുറമോടിയുള്ള ഒരു പോലെ അല്ല. ഇതിനുള്ളിലോട്ട് വന്നു കഴിഞ്ഞാൽ ടീച്ചിങ് ഈസ് എക്സ്ട്രീംലി ഡിഫറെന്റ് എന്ന് ഞാൻ പറയും. ടീച്ചിങ് ഫീൽഡ് ഇൻട്രസ്റ്റ്, ഭാവിയിൽ ടീച്ചിങ് ഫീൽഡ് ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമായിട്ടാണ് പറയുന്നത്. അപ്പം നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ പോയിട്ട് ടീച്ചിങ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്താ അവിടുത്തെ ജസ്റ്റ് അവിടെ ക്ലാസ് എടുക്കുന്ന ഒരാൾ. ഓക്കെ, സപ്പോസ് നിങ്ങളെ ക്ലാസ് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടില്ല, ഡെഫിനറ്റ്ലി അടുത്തതാണ് നിങ്ങളെ തട്ടും ഒന്ന്. അപ്പൊ ടീച്ചിങ് ഫീൽഡ് മാത്രം ആയിട്ട് നിങ്ങൾ ഒരുങ്ങുകയാണെങ്കിൽ നിങ്ങളെ ഇൻകം അവിടെ നിൽക്കും. കാരണം ഇനി പറയുമ്പോ കൊറോണ വന്ന്, സിമ്പിൾ എക്സാമ്പിൾ പറയാം, കൊറോണ വന്ന് ക്ലാസ്സസ് ഒക്കെ അടച്ചുപൂട്ടി, നിങ്ങൾ എന്ത് ചെയ്യും? വേറെ വരുമാന മാർഗ്ഗം ഇല്ല. ഇങ്ങനെ ഒരുപാട് ടീച്ചിങ്ങിൽ ഉണ്ടായിരുന്ന CMA ടീച്ചിങ്ങിൽ ഉണ്ടായിരുന്ന ആൾക്കാർ ഫേസ്, ഇതൊരു പെർമനന്റ് വരുമാനം അല്ലല്ലോ. അതായത് ഇപ്പൊ ക്ലാസ് ഇല്ലെങ്കിൽ കഴിഞ്ഞു, അവിടെ വരുമാനമില്ല. ഇപ്പൊ അതേപോലെ ഈ പറഞ്ഞ മെയ്, അതേപോലെ ഈ ഇപ്പൊ CMA പഠിപ്പിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മെയ് ആൻഡ് നവംബർ പീരീഡ് വരുമാനമില്ല. കാരണം അപ്പോഴും ക്ലാസ് ഇല്ല. ക്ലാസ് തുടങ്ങണമെങ്കിൽ പിന്നെ ജാനുവരി ആവണം അല്ലെങ്കിൽ ജൂൺ ആവണം. സോ ആ പീരീഡ് ഇല്ല. അപ്പൊ ഞാനൊരു സജഷൻ പറയുകയാണെ, നിങ്ങൾ ടീച്ചിങ് ഫീൽഡിലോട്ട് ഇറങ്ങാനുള്ള ആൾക്കാരാണെങ്കിൽ, നിങ്ങൾക്ക് അത് ഇൻട്രസ്റ്റഡ് ആണ്, പാഷനേറ്റ് ഉള്ള ഒരു ജോബ് ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾക്കൊരു പാരലൽ ഇൻകം നിങ്ങൾ എപ്പോഴും അവിടെ കണ്ടിരിക്കണം. ജസ്റ്റ് ലൈക്ക് ആൻ ഓഫീസ്. ഇപ്പൊ കുറെ ഫാക്കൽറ്റീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അവർക്കൊരു ഓഫീസ് ഉണ്ടാവും, അതിലൊരു പാർട്ട്ണറും ഉണ്ടാവും. ഓക്കെ, ആ ഓഫീസ് റൺ ചെയ്യുന്നുണ്ടാവും, ഇയാൾ ക്ലാസ് എടുക്കാൻ വേണ്ടി ഇങ്ങനെ പോകുന്നുണ്ടാവും.
ഓക്കെ, അതെന്തിനാ? ക്ലാസ് സപ്പോസ് എന്തെങ്കിലും അൺഫോർച്ചുനേറ്റ് സീൻ കൊണ്ട് നിന്ന് കഴിഞ്ഞാലും സംഭവം ഉണ്ടാവും. ഫിനാൻഷ്യലി ഓക്കെ അല്ലെങ്കിൽ പ്രശ്നമല്ലേ? ഓക്കെ, പിന്നെ ടീച്ചിങ് ഞാൻ പറഞ്ഞല്ലോ, ഇറ്റ്സ് എ പാഷൻ ആക്ച്വലി. നമുക്ക് ക്വാളിഫിക്കേഷൻ അല്ല അവിടെ വേണ്ടത്. ക്വാളിഫിക്കേഷൻ ഡസിൻ മാറ്റർ എന്ന് ഞാൻ പറയും. ഡസിൻ മാറ്റർ, അതായത് വിത്തൗട്ട് ക്വാളിഫിക്കേഷൻ ഇല്ലാതെ ഹൈ പേയ്മെന്റ് വാങ്ങുന്ന ഫാക്കൽറ്റീസ് വരെ എനിക്കറിയാം. പ്രോപ്പർ അവർ ക്വാളിഫിക്കേഷൻ ഇല്ല, ദേ ഹാവ് നോളജ്. ആ നോളജ് വെച്ച് അവർക്ക് പഠിപ്പിക്കാനും അറിയുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ നെഗോഷിയേറ്റ് യുവർ പേയ്മെന്റ്. നിങ്ങൾക്ക് നല്ല രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് പേയ്മെന്റ് വാങ്ങാൻ പറ്റും. അവിടെ കോമ്പറ്റീഷൻ ഉണ്ട്. അതായത് ഓരോ സബ്ജക്റ്റിനും ചിലപ്പോൾ നിങ്ങളെക്കാട്ടി മികവുള്ള ഫാക്കൽറ്റീസ് വേറെ അവിടെ ഉണ്ടാവും. നിങ്ങളെക്കാട്ടി മികവുള്ള ഫാക്കൽറ്റീസ് അവിടെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ കുറച്ച് നാൾ കിട്ടുമോ? അപ്പം ഇതൊരു സിനിമ ഫീൽഡ് പോലെ തന്നെ ട്രെൻഡിങ് ആയി നിൽക്കണം. അതിനാണ് നിങ്ങൾ കണ്ടിട്ടില്ലേ ചില ഫാക്കൽറ്റീസ് ഒക്കെ ഭയങ്കര ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര എൻഗേജിങ് ആയിട്ട് നിൽക്കും. അത് ഞാൻ ചോദിച്ചു, അതായത് ഞാൻ ഇപ്പൊ ഇങ്ങനെ എന്താ നിങ്ങൾ ഭയങ്കര എൻഗേജിങ് ആയിട്ട് ക്ലാസ് എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര എൻഗേജിങ് ആവുന്ന എന്തുകൊണ്ടാണ് ഞാൻ വെറുതെ ചോദിച്ചു. എനിക്ക് അറിയുന്ന ഒരു ഫാക്കൽറ്റിനോട് ഞാൻ ചോദിച്ചു, വെറുതെ തമാശക്ക് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ റീസൺ. അതായത് നമ്മളെ നിലനിൽപ്പിന്റെ ഏറ്റവും ബേസിക് ആണ്, അതായത് ഈ എന്നോട് പറഞ്ഞുതരാം, എനിക്ക് പറഞ്ഞുതരാം, നിലനിൽപ്പിന്റെ ഏറ്റവും ബേസിക് ആണ് ഇങ്ങനെ ഒന്ന് മാർക്കറ്റിൽ ഞാൻ ഇവിടെ ക്ലാസ് എടുക്കുന്ന ആളാണ്, ഞാൻ ഇവിടെ ഉള്ള ആളാണ് എന്ന് അറിയിക്കുക എന്നുള്ളത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഓൾമോസ്റ്റ് എല്ലാ ഫാക്കൽറ്റീസും ഈവൻ ഞാനടക്കം ഉണ്ടോ ഇങ്ങനെ ഈ ഇൻസ്റ്റയിലും മറ്റ് സോഷ്യൽ മീഡിയസിലും ആയിട്ട് ഇങ്ങനെ അറിയിക്കും. അതായത് എൻഗേജിങ് ആയിട്ട് നിൽക്കും, എപ്പോഴും എൻഗേജിങ് ആയിട്ട് നിൽക്കും. അതിന്റെ റീസൺ ഇതാണ്, അതായത് മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും അല്ലെങ്കിൽ മറ്റു ആൾക്കാരും അവരെ പ്രിഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾ ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ കാണാം, ഒരുപാട് ഫാക്കൽറ്റീസ് അങ്ങനെ കാണാം അല്ലേ? അവരെപ്പോഴും ഇങ്ങനെ ഇങ്ങനെ സം റീൽസ് ആയിട്ടും അല്ലെങ്കിൽ സംതിങ് ആയിട്ടൊക്കെ ഇങ്ങനെ ഇത് എനിക്ക് അയാൾ പറഞ്ഞു നിങ്ങളും ഇങ്ങനെ ചെയ്തോളി, അതായത് അപ്പോഴാണ് കൂടുതൽ അവസരങ്ങൾ ഓപ്പർച്യൂണിറ്റീസ് മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നും മറ്റ് ഇതിൽ നിന്നൊക്കെ ഇങ്ങനെ കിട്ടും. അപ്പം അതാണ് ഏറ്റവും നല്ലത്. അതും നിലനിൽപ്പിന്റെ ഭാഗമാണ്. അതാ പറഞ്ഞത്, ദിസ് ഈസ് എ കോമ്പറ്റീഷൻ വേൾഡ്. ടീച്ചിങ് ഫീൽഡ് അത്ര എളുപ്പമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എളുപ്പമാണ്. പക്ഷെ അവിടെ നമ്മൾ മികവുള്ളതായിരിക്കണം. നമ്മളുടെ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് നമ്മളുടെ ഒരു വേഗ് ടീച്ച് ചെയ്ത് നമ്മൾ അതിൽ ഏറ്റവും മികവുള്ളതാണെങ്കിൽ we have opportunities, we can negotiate the payment. That is the teaching world. ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം ടീച്ചിങ് വേൾഡ് ഇതാണെന്നുള്ളത്. ഇപ്പൊ ഞാൻ തന്നെ കുറെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ക്ലാസ് എടുക്കാറില്ല. എല്ലായിടത്തും ഞാൻ ചറവറ ക്ലാസ് പോയി എടുത്ത് ഇതാക്കാറുമില്ല. ഞാൻ കുറെ കാലം ഓഫ്ലൈൻ നിർത്തിയിരുന്നു. ഞാൻ ഓഫ്ലൈൻ ക്ലാസ്സേ എടുക്കാറുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ചെറുതായിട്ട് വീണ്ടും ഓഫ്ലൈനിലോട്ട് തിരിച്ചു വന്ന് ക്ലാസ് എടുക്കുന്നത്. പിന്നെ ഇവരുടെ ഈ ടേംസ് ആയിട്ടൊന്നും ചിലപ്പോൾ ഒത്തുപോകാനൊക്കെ വലിയ പാടായിരിക്കും. കാരണം അവരൊക്കെ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ അതും ഓപ്പൺ ആയിട്ട് പറയാം, അതായത് ഇത്ര ദിവസം തരും, ഇത്ര ദിവസത്തിനുള്ളിൽ സബ്ജക്ട് തീർക്കണം എന്ന് പറയും. ഇറ്റ്സ് നോട്ട് പോസിബിൾ. അതായത് ആ 10 ദിവസത്തിനുള്ളിലൊക്കെ ഒരു സബ്ജക്ട് തീർക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് പോസിബിൾ അല്ല. കുട്ടികളെ നല്ല മോശമായി ബാധിക്കും അത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ സ്കിപ്പ് ചെയ്ത്, നിങ്ങൾക്ക് ജസ്റ്റ് ക്ലാസ് കിട്ടിയാൽ പോരാ, നിങ്ങൾക്ക് അത് മനസ്സിലാവണം, നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യണം, പഠിക്കണം. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ഉണ്ടാവുന്ന മെയിൻ പ്രശ്നം ഇതാണ്. അതായത് നിങ്ങൾ ഫെയിൽ ആവുന്നതിന്റെ മെജോറിറ്റി റീസൺ നിങ്ങളെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഞാൻ ഓപ്പൺ ആയിട്ട് പറയുന്നത്, നിങ്ങൾ ഫെയിൽ ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റ് ഫെയിൽ ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഫസ്റ്റ് അറ്റംപ്റ്റ് ഫെയിൽ ആവുന്നതിന്റെ മെയിൻ റീസൺ നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ തന്നെയാണ്. അതിന്റെ കാരണം എന്താണെന്നറിയോ? അതായത് നിങ്ങൾക്ക് എങ്ങനെ എക്സാം എഴുതേണ്ടെന്ന് അവിടെ പറഞ്ഞു തരുന്നില്ല. നിങ്ങൾക്ക് പോർഷൻസ് പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് ഒറ്റയടിക്ക് എടുത്തോണ്ട് തീർക്കും. നിങ്ങൾക്ക് ചിലപ്പം എക്സാംസുകൾ അവിടെ പ്രോപ്പർ ആയിട്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ടാവില്ല. നിങ്ങൾക്ക് എക്സാം എങ്ങനെ എഴുതണ്ടി, ഇതിൽ എങ്ങനെ എവിടെ എഴുതണം, ക്വസ്റ്റ്യൻസ് എവിടെ എഴുതണം, എന്ത് ചെയ്യണം, ഇത് ചെയ്യണം, അതൊന്നും പറഞ്ഞു തരാതെ ഡയറക്റ്റ് എക്സാമിലോട്ട് കണ്ടുവിടും. നിങ്ങൾ അവിടെ പോയിട്ട് നിങ്ങൾ ആദ്യമായിട്ട് എക്സാം എഴുതണം. അതായത് നിങ്ങൾക്ക് ഒരു മോഡൽ എക്സാം, ഒരു പ്രീവിയസ് എക്സാം നിങ്ങളെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ ഫസ്റ്റ് അറ്റംപ്റ്റ് പാസ്സാവും. നിങ്ങൾക്ക് എങ്ങനെ എക്സാം എഴുതണ്ടേ, ഒരു പേപ്പറിനെ എങ്ങനെയാണ് നമ്മൾ എടുക്കണ്ടേ, ഒരു പേപ്പറിനെ നമ്മൾ എങ്ങനെ കാണണ്ടേ. ഇപ്പൊ ലോ പഠിക്കുന്ന പോലെ എഫ് എ കാണരുത്. എഫ് എ ലോയും പഠിക്കേണ്ട ഡിഫറൻറ്റ് സ്റ്റൈലില്ല. അത് പറഞ്ഞു തരുന്നത് നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഓരോ പേപ്പറിന് എങ്ങനെയാണ് മാർക്ക് സ്കോർ ചെയ്യാൻ നല്ലത്, ഇതെന്താ ചെയ്യേണ്ടത്, ഇത് പല കുട്ടികൾക്കും അറിയില്ല. അത് കാരണം ആ സത്യം പറയാം, അത് കാരണം നിങ്ങളെല്ലാവരും തോൽക്കുന്നത്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഫെയിൽ ആവുന്നതിന്റെ മെയിൻ റീസൺ അതാ. ചില കുട്ടികൾ അതിൽ കയറി. ഇപ്പൊ നിങ്ങൾ നോക്കിയേ, ഒരു ക്ലാസ്സിൽ 100 കുട്ടികളുണ്ട്, എത്ര കുട്ടികളാണ് പാസ്സാവുന്നത് ആ ക്ലാസ്സിൽ? എല്ലാവർക്കും ഒരേ ഫാക്കൽറ്റീസിനല്ല ക്ലാസ് എടുക്കുന്നത്. പക്ഷെ പല ആൾക്കാർക്ക് എങ്ങനെ എക്സാം എഴുതേണ്ടതെന്ന് അറിയില്ല. ആ എക്സാം എഴുതേണ്ട വേ, പ്രസന്റേഷൻ ഈസ് വെരി ഇമ്പോർട്ടന്റ്. അതാണ് ഞാൻ പ്രസന്റേഷൻ ടിപ്സ് ആയിട്ട് മറ്റു കാര്യങ്ങളായിട്ട് ഞാൻ വരുന്നത്. ഇപ്പൊ ഞാൻ ഓഫ്ലൈൻ ക്ലാസ് എടുക്കുമ്പോൾ എൻ്റെ ഓഫ്ലൈൻ ക്ലാസ്സിൽ ഇരുന്ന് ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും, ഞാൻ ഇതൊക്കെ പറഞ്ഞു കൊടുക്കും. അതായത് എങ്ങനെ എക്സാം എഴുതണ്ടേ, ഈ കാര്യങ്ങൾ എങ്ങനെ ചെയ്യണ്ടേ, ഇതെങ്ങനെ ചെയ്യണ്ടേ, ഓൾവേസ് അവൈലബിൾ ആക്കും. അതായത് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാൻ പറയും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാരണം തോറ്റു പോകരുത്. ചിലപ്പോൾ നോളജ് ഉണ്ടാവില്ല, എഴുതാൻ അറിയുണ്ടാവില്ല. ആ എഴുതാൻ അറിയുന്നത് അയാൾക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അയാൾ പാസ്സായി. ഇത് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യൂല. ഞാൻ ഇതെല്ലാം ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് തന്നെ. എനിക്ക് തോന്നിയില്ല ഇതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടോ എന്ന് എനിക്ക് തോന്നി. കാരണം അവർക്ക് സമയം ഉണ്ടാവില്ല ചിലപ്പം, അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓറിയന്റഡ് ആയിട്ട് അങ്ങനെ കാണുന്നത്. ജസ്റ്റ് കുട്ടികളെ പഠിപ്പിച്ച് വിടുക എന്നുള്ള രീതിയിലായിരിക്കും. തോറ്റാൽ പോലും ചിലപ്പോൾ തിരിഞ്ഞു നോക്കൂല എന്നുള്ള രീതിയിലായിരിക്കാം അവർ ആ ഒരു ഇതിലേക്കാരും കാണുന്നത്. പക്ഷെ നിങ്ങൾ പല കുട്ടികൾ ഫെയിൽ ആവുന്നതിന്റെ മെയിൻ റീസൺ ഈസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇറ്റ് സെൽഫ്. നിങ്ങൾ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നിങ്ങളെ റീസൺ. നിങ്ങൾ തോറ്റതിന്റെ റീസൺ നിങ്ങളല്ല.
നിങ്ങൾ മാക്സിമം മെനക്കെട്ടിട്ടുണ്ടോ, നിങ്ങൾ മാക്സിമം എഫേർട്ട് ഇടാൻ ശ്രമിച്ചിട്ടുണ്ടോ, പക്ഷെ അതിനൊരു എയ്ഡ് പോലെ, ഒരു സഹായി പോലെ നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് നിന്നിരുന്നെങ്കിൽ നിങ്ങൾ പാസ്സായാൻ. ഓക്കെ, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല. ദാറ്റ്സ് ചാപ്റ്റർ ഈസ് ഓവർ. അപ്പൊ അതാണ് ടീച്ചിങ് ഫീൽഡുമായി ബന്ധപ്പെട്ട് ഞാൻ പറയുന്നത്. ഇറ്റ്സ് ഓൾ ബിസിനസ് മാൻ, ഇറ്റ്സ് ഓൾ ബിസിനസ്. ഇപ്പൊ എന്നോട് തന്നെ സ്റ്റഡി ക്യാബ് ടേക്ക് ഓവർ ചെയ്യട്ടെ, സ്റ്റഡി ക്യാബ് എന്നുള്ള രീതിയിൽ നമുക്ക് വലിയ പ്ലാറ്റ്ഫോം ആയിട്ട് തുടങ്ങിക്കൂടെ എന്നുള്ള രീതി ചോദിച്ചാൽ, എന്നോട് ചോദിച്ച എത്ര ആൾക്കാരുണ്ട്? കാരണം ഇത്രയും ആൾക്കാരെ ബിൽഡ് ചെയ്തെടുത്തിട്ട് ഇനി ഇതൊരു ഒരു ഒരു മാർക്കറ്റിംഗ് അതായത് ലെവലിൽ എടുത്തിട്ട് നേരെ ഇതാക്കി ഞാൻ കൊടുത്തിട്ടില്ല, ഇതാക്കിയിട്ടില്ല. കാരണം ഞാൻ ഇതിനെ പ്യൂർലി ഒരു മോണിറ്ററി എന്നുള്ള രീതിയിലല്ല ഞാൻ ഇത് കാണുന്നത്. കാരണം ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഈ പറഞ്ഞ രീതിയിൽ, ഞാനും ഇത് ഫേസ് ചെയ്തൊരു ആളാണ്, അതായത് ഇതേ സിറ്റുവേഷനിലൂടെ വന്ന ആളാണ് ഞാൻ. മനസ്സിലായി? അപ്പം എങ്ങനെ എഴുതണ്ടേ, എങ്ങനെ ഇതാക്കണ്ടേ, ആ സംഭവം ഒന്നും അറിയില്ല. എന്നിട്ട് നേരെ പോയി എക്സാം എഴുതി കഴിഞ്ഞാൽ അങ്ങനെ പാസ്സാവില്ല. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഒരു വീഡിയോ ഇട്ടോ അല്ലെങ്കിൽ മറ്റു സംഭവങ്ങളായിട്ട് ഇങ്ങനെ ചെയ്യുക, അങ്ങനെ ചെയ്യുക, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക, അങ്ങനെ ആയിട്ടൊക്കെ ഞാൻ വരുന്നത്. ഓക്കെ, സോ ലീവ് ഇറ്റ്. ഞാൻ നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യാനോ നിങ്ങളെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറ്റം പറയാനോ അല്ല. കുറ്റം പറഞ്ഞതല്ല, ദാറ്റ്സ് എ റിയാലിറ്റി. അങ്ങനെ പറഞ്ഞ, അതായത് ആരും കുറ്റം പറയുന്നത് ശരിയല്ലല്ലോ. കുറ്റം പറഞ്ഞതല്ല, റിയാലിറ്റി അങ്ങനെയാണ്. അതുകൊണ്ടാണ് മെജോറിറ്റി ആൾക്കാരും ഇതിലോട്ട് ബാക്കോട്ട് പോകാനുള്ള ഒരു റീസൺ. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു റീസൺ അതാണ്. അതായത് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഗൈഡ് തരുന്നില്ല. ചിലയിടത്തൊക്കെ വെറുതെ എക്സാം നടത്തും, ഒരു കാര്യം ഉണ്ടാവില്ല. അതായത് വെറുതെ പേപ്പർ വരും, എക്സാം നടത്തും. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ, നിങ്ങൾ എന്താണോ ഒന്നും നോക്കൂല, വെറുതെ എക്സാം നടത്തിയുള്ളൂ. അതല്ല, നിങ്ങൾ കറക്റ്റായിട്ട് ഇപ്പം ഡെയിലി എക്സാം വേണമെന്നില്ല, വീക്കിലി ഒരു നല്ല എക്സാം നടത്തിയാൽ മതി. എല്ലാവരും നല്ല രീതിക്ക് പഠിച്ച് വരുന്ന ആ സമയം കൊടുക്കുക, പ്രോപ്പർ സമയം കൊടുത്തിട്ട് ഒരു എക്സാം നടത്തിയാൽ മതി, ഫൈൻ. പിന്നെ അതേപോലെ ഒരു മോഡൽ എക്സാം നടത്തണം. എക്സാമിന് തൊട്ട് പോകുന്നതിന്, മെയിൻ എക്സാമിന് തൊട്ട് പോകുന്നതിന് മുന്നേ മൊത്തം ഗൈഡ് ലൈൻസ് നിങ്ങൾക്ക് ഒന്ന് തരണം. ഇപ്പൊ പല കുട്ടികളും ഈ പറഞ്ഞ MCQ നോക്കണേ, എത്ര കുട്ടികളെ പ്രശ്നം മെസ്സേജ് ചെയ്യുന്നറിയോ? MCQ ബബിൾ ചെയ്യണം എന്ന് അറിയാതെ ഉള്ളിൽ എഴുതി വെച്ചിട്ട് തോറ്റ എത്ര ആൾക്കാരുണ്ട്? കഴിഞ്ഞ തവണ ഇത് മിസ്റ്റേക്ക് പറ്റി, ഇത്തവണയും ഇതേപോലെ മിസ്റ്റേക്ക് എത്ര പറ്റി? അത് ഫസ്റ്റ് അറ്റംപ്റ്റ് പോകുന്ന കുട്ടികൾ വരെ. അതായത് ഇപ്പൊ കഴിഞ്ഞ അറ്റംപ്റ്റ് എടുത്തവർക്ക് കുറെ ഒക്കെ അറിയുന്നവരും പറഞ്ഞോട് മിസ്റ്റേക്ക് ആയിരുന്നു. പക്ഷെ ഫസ്റ്റ് അറ്റംപ്റ്റ് എടുത്തവർക്കൊക്കെ ഇങ്ങനെ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ റീസൺ നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഫസ്റ്റ് അറ്റംപ്റ്റ് നിങ്ങൾ എടുത്ത് നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ച് ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ അറ്റംപ്റ്റ് എഴുതി നിങ്ങൾ MCQ നിങ്ങൾ ബബിൾ ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഉത്തരവാദിത്തം നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. നിങ്ങൾ പറഞ്ഞു തരണം എക്സാം എങ്ങനെ എഴുതേണ്ടതെന്നുള്ളത്. പഠിപ്പിച്ചിട്ടാൽ മാത്രം പോരല്ലോ, എക്സാം എഴുതാന്നുള്ളത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ആക്ച്വലി. എടാ, പഠിക്കുന്നത് വേറെ, എക്സാം എഴുതുന്നത് വേറെ, രണ്ടും ഡിഫറെന്റ് ആണ്. എക്സാം എഴുതുന്നതിൽ സ്കിൽ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അയാൾ പാം പാസ്സാവും. ഞാൻ മനസ്സിലാക്കിയിട്ടൊരു കാര്യം, ഞാൻ അത് മാറ്റിയപ്പോഴാണ് ഞാൻ പാസ്സായത്. ആദ്യം സ്റ്റക്കായി നിൽക്കുകയായിരുന്നു. ഓക്കെ, സോ ഞാൻ ഇതൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ ആരും കുറ്റം പറയാൻ പറഞ്ഞല്ലോ കേട്ടോ. സോറി, ഞാൻ ആരെയും ഒഫൻഡ് ചെയ്യാനോ കുറ്റം പറയാനോ ആയിട്ട് പറഞ്ഞതല്ല. ആ റിയാലിറ്റി അങ്ങനെയാണ്. അതാണ് ഇപ്പൊ പല ആൾക്കാരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം അതായിരിക്കാം. ഓക്കെ, അപ്പൊ അതുകൊണ്ടൊക്കെ കൂടി ഞാൻ പറഞ്ഞു. അപ്പൊ ടീച്ചിങ് ഫീൽഡിലോട്ട് വരുന്നവർ ഞാൻ പറയും, ഇറ്റ്സ് എ കോമ്പറ്റേറ്റീവ് വേൾഡ്, വെരി ടഫ് വേൾഡ് ആണ് ആക്ച്വലി. ഇവിടെ ഒരുപാട് എന്താ പറയാ, ചിലപ്പം നിങ്ങൾക്കെതിരെ കുത്തുവാക്കുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി ശരിയല്ല എന്ന് പറയും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. നിങ്ങളെ കോമ്പറ്റീറ്റേഴ്സ് ഒരുപാട് ഉണ്ടാവും, അവർ നിങ്ങളെ ഭാരമൊക്കെ നോക്കും. അപ്പൊ അങ്ങനെയൊക്കെ എല്ലാ ഫീൽഡും അങ്ങനെ തന്നെയാണ്. സോ ഈ ഫീൽഡും ഈസ് എക്സ്ട്രീംലി ഡിഫറെന്റ് ഫീൽഡ്. നിങ്ങൾ റീൽസ് കാണുന്ന പോലെയല്ല റിയൽ ടീച്ചിങ് വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എക്സ്ട്രീംലി ഡിഫറെന്റ് ആക്ച്വലി. ഇവിടെ പിടിച്ചിരിക്കാൻ വലിയ പാടാണ്. ടീച്ചിങ് മാത്രമായിട്ട് മുന്നോട്ട് പോകാന്ന് കണ്ടു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി റിയലി ഹാർഡ്. ഇവിടെ പിടിച്ചിരിക്കാൻ വലിയ പാടാണ്. കാരണം കോമ്പറ്റീറ്റേഴ്സ് ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് നിങ്ങൾ അതിൽ മികവുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ പിടിച്ചിരിക്കാൻ പറ്റും. അപ്പൊ ടീച്ചിങ് ഇൻട്രസ്റ്റ് ഉള്ളവർ ഞാൻ നെഗറ്റീവായിട്ട് പറഞ്ഞല്ലോ കേട്ടോ. ഞാൻ അതല്ല പറഞ്ഞേ, നിങ്ങൾ അതിൽ അത്രയും പാഷനേറ്റ് ആണ്, നിങ്ങൾ അതിൽ അത്രയും ഇപ്പൊ ഞാൻ സ്റ്റഡി ക്യാബ് എന്നുള്ള സാധനം ബിൽഡ് ചെയ്തത് ആക്ച്വലി ഇറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് മൈ പാഷൻ എന്ന് പറയാം. എനിക്ക് ഇതിൽ നിന്ന് ഒരു മോണിറ്ററി ബെനിഫിറ്റ്സോ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ലല്ലോ. ഇപ്പൊ നിങ്ങളെ പോലത്തെ കുട്ടികളുടെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനുള്ള ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഓഫ് മൈ പാഷൻ. ഞാൻ എന്റെ ഫൈനൽ പഠിക്കുന്നതിന്റെ ഇടയിൽ വരെ നിങ്ങൾക്ക് ക്ലാസ്സസ് ആയിട്ടും മറ്റു സംഭവങ്ങളായിട്ടും ഒക്കെ ചെയ്യുന്നതിന്റെ റീസൺ എന്താ? ഇറ്റ്സ് മൈ പാഷൻ. അപ്പൊ നമുക്ക് അതിനോട് അത്രയും പാഷൻ ഉണ്ട്, അത്രയും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമ്മൾ അതിൽ അത്രയും മികവ് വരുത്താൻ നോക്കും. എന്തൊക്കെ ഡിഫക്ട്സ് വന്നു കഴിഞ്ഞാലും നമ്മൾ അതിനെ സാറിൽ അടുത്തതിൽ ശരിയാക്കും തന്നെ മുന്നോട്ട് പോകും. അത്രേ ഉള്ളൂ. അത് ഏതാണെങ്കിലും അങ്ങനെ തന്നെ. നിങ്ങൾക്ക് എന്തിനോടാ കൂടുതൽ താല്പര്യം, അത് നിങ്ങൾ നല്ല ഭംഗിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. ഡെഫിനറ്റ്ലി അതിൽ നിങ്ങൾക്ക് നല്ല ഒരു സ്ട്രോങ് ബേസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അതന്നെയാണ് എനിക്ക് പറയുള്ളത്. ടീച്ചിങ് ഇൻട്രസ്റ്റ് ഉള്ളവർ ഒരിക്കലും വിടരുത് കേട്ടോ. അതായത് ടീച്ചിങ് ആണ് നിങ്ങളുടെ മെയിൻ ഇൻട്രസ്റ്റ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതന്നെ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. ടീച്ചിങ് ഫീൽഡിലേക്ക് എങ്ങനെയാണ് എൻ്റർ ചെയ്യുക അത് ഞാൻ പറയാം. അപ്പൊ ടീച്ചിങ് ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യാനുള്ളത്, ഇപ്പൊ ഞാനൊരു ഓപ്ഷൻ, ഞാൻ ഇപ്രാവശ്യം അങ്ങനെ വിചാരിച്ചിരുന്നു. ഈ തവണ എക്സാമിന് വേണ്ടി ഞാൻ ഒരു കാര്യം വിചാരിച്ചിരുന്നു. അതായത് ഇപ്പൊ നമ്മളൊരു സൂം പ്ലാറ്റ്ഫോം എടുക്കുന്നു, ടീച്ചിങ് ഇൻട്രസ്റ്റ് ഉള്ളവർ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അവർക്ക് ഒരു അവസരം, അതായത് ടീച്ചിങ്ങിന് വേണ്ടിയിട്ട് ഒരു ലൈവ് അവസരം കൊടുക്കാന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ ഞാനിപ്പം ഓഫീസ് ഉണ്ടാക്കുന്ന നമ്മളെ സ്റ്റഡി ക്യാബിന്റെ കുറച്ച് മറ്റ് തിരക്കുകൾ കാരണം എനിക്ക് അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റിയില്ല. പ്രോബബ്ലി അടുത്ത അറ്റംപ്റ്റിലോ അങ്ങനെ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ നോക്കാം. ഒരു ഓപ്ഷൻ ആണ്. അതായത് ഇപ്പൊ നിങ്ങളുടെ ഇടയിൽ തന്നെ, സ്റ്റുഡൻസിന്റെ ഇടയിൽ തന്നെ ടീച്ചിങ്ങിലോട്ട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുണ്ടോ, അവർക്കൊരു വേദി ഉണ്ടാവില്ല. അതായത് ഒരു ടീച്ചിങ് എടുക്കാനുള്ള ഒരു ഏരിയ ഉണ്ടാവില്ല. അപ്പം
നിങ്ങൾക്കും ഉപകാരം. ഇപ്പൊ DTയിൽ ഒരു ടോപ്പിക് കൊടുക്കുക, നിങ്ങൾ അതിൽ സ്റ്റുഡൻസ് ആയിട്ട് കയറുക, അതിൽ നിന്നുള്ള ഒരാൾ തന്നെ ടീച്ചറായിട്ട് നിൽക്കുക, പഠിപ്പിച്ചു കൊടുക്കുക. പഠിപ്പിച്ചു കൊടുക്കുന്ന ആൾക്ക് ഉപകാരമാണ്, കിട്ടുന്ന ആൾക്ക് ഉപകാരമാണ് എന്നുള്ള രീതിയിൽ ഒരു കൺസെപ്റ്റ് ഞാൻ ഇങ്ങനെ ആലോചിച്ചിരുന്നു. അതായത് സൂം പ്ലാറ്റ്ഫോം നമ്മൾ കൊടുക്കുക എന്നുള്ള രീതിയിൽ. അപ്പം അൺഫോർച്ചുനേറ്റ്ലി അത് ഇപ്രാവശ്യം ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ നമുക്ക് വേണ്ടി ശ്രമിക്കാം എന്നുള്ള ഒരു കാര്യമാണ്. പിന്നെ ടീച്ചിങ് ഫീൽഡിലോട്ട് വരാനുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഇപ്പം ഈ പറഞ്ഞ ടീച്ചിങ് എന്നുള്ള സംഭവം, അതായത് പഠിപ്പിച്ചു കൊടുക്കാനുള്ള കഴിവ് ഫസ്റ്റ് കേസ്. അതായത് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യം മറ്റാൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. ഓക്കെ, നിങ്ങൾ അത് ഉറപ്പുവരുത്തുക, നിങ്ങൾക്ക് സ്വന്തം ഉറപ്പുവരുത്തുക. അതിനുശേഷം സ്റ്റാർട്ടിംഗ് സ്റ്റേജ് എപ്പോഴും നല്ലത് ഒരു ട്യൂഷൻ ബേസിലായിട്ട്, ഇപ്പൊ തീരെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ബെറ്റർ ഒരു ട്യൂഷൻ ഫീൽഡ് ഏതെങ്കിലും നോക്കുക. നിങ്ങളുടെ ലൊക്കാലിറ്റിയിലുള്ള തന്നെ കൊമേഴ്സ് ട്യൂഷനോ അല്ലെങ്കിൽ 10th ട്യൂഷൻ അങ്ങനെ എന്തെങ്കിലും ട്യൂഷൻസ് എടുക്കാനുള്ള ഒരു സംഭവം കൊണ്ടുവരാൻ നോക്കുക. ഇനി അതിലും നിങ്ങൾക്ക് ഓൾറെഡി ട്യൂഷൻ എടുക്കുന്നവരാണ്, അല്ലെങ്കിൽ ടീച്ചിങ്ങിൽ ഓൾറെഡി കുറച്ചൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഫൗണ്ടേഷൻ ലെവലിൽ ക്ലാസ് എടുക്കാൻ നോക്കുക. അതിന് ഏറ്റവും ബെറ്റർ ഡയറക്ട്ലി ഗോ ടു ദി, എന്താ പറയുക, നിങ്ങൾ ഫോൺ വിളിക്കുക അല്ലെങ്കിൽ മെയിൽ അയക്കുക നിങ്ങളുടെ റെസ്യൂമെ ഈ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക്. ഇപ്പം നിങ്ങളെ ലൊക്കാലിറ്റിയിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഏതൊക്കെയാണോ അവർക്ക് നിങ്ങൾ മെയിൽ അയക്കുക, അല്ലെങ്കിൽ അവരെ വിളിച്ച് ചോദിക്കുക there is a vacancy ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. എപ്പോഴെങ്കിലും ചിലപ്പോൾ അപ്പം ഉണ്ടാവില്ല, പിന്നീട് എപ്പോഴെങ്കിലും അവസരം വരുമ്പോൾ നിങ്ങളെ വിളിക്കും. ചിലപ്പം ആ ഫാക്കൽറ്റി ലീവായി, ആ ലീവായ ഫാക്കൽറ്റിന് പകരം നിങ്ങളെ ചിലപ്പം അവിടെ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ആ അവസരം മതി നിങ്ങൾക്ക് എന്ത് കിട്ടാൻ, പിന്നീട് മുന്നോട്ട് പോകാൻ. ചിലപ്പം അതാ പറഞ്ഞാൽ നിങ്ങൾ ഒരു അവസരം വിടരുത്. അതായത് നിങ്ങളെല്ലാം അന്വേഷിച്ചുകൊണ്ടേ നിൽക്കുക, എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും വിളിക്കുക അല്ലെങ്കിൽ മെയിൽ അയക്കുക, നിങ്ങളുടെ CV അവിടെ കൊടുക്കുക, നിങ്ങളുടെ ഏത് സബ്ജക്റ്റാണ് നിങ്ങൾക്ക് എടുക്കാൻ പാഷൻ അല്ലെങ്കിൽ ഏതാണെന്നുള്ളത് നിങ്ങൾ അവരെ അറിയിക്കുക. എപ്പോഴെങ്കിലും അവസരം കിട്ടുമ്പോൾ പിന്നെ നോ പറയരുത്. അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും മുടക്കുണ്ടെങ്കിലും നിങ്ങൾ അവിടെ പോകണം, പോയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യണം. ഓക്കെ, അതൊരു അങ്ങനെ പതുക്കെ ഇതിലോട്ട് വരാൻ പറ്റും. ഡയറക്ട്ലി വലിയ ഇതിലോട്ട് ജമ്പ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ എൻ്റെ തന്നെ ഒരു സ്റ്റുഡൻ്റ് ഉള്ള ഒരാൾ ഇപ്പം ഒരു മെയിൻ ഫാക്കൽറ്റി ആയിട്ട് ഒരു സബ്ജക്റ്റിൽ നിൽക്കുന്ന പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ക്ലാസ് എടുക്കുന്ന ഒരാളായിട്ട് ഇപ്പം ഉണ്ട്. എൻ്റെ തന്നെ ഒരു 31 സ്റ്റുഡൻ്റ് ആയിരുന്നു. ആളിപ്പം എന്താ പറയാ എന്നെക്കാളും അങ്ങനെയും പറയാം, ഭയങ്കര നല്ലൊരു ടീച്ചിങ് ഫീൽഡിലോട്ട് എൻ്റർ ചെയ്തു. ആൻഡ് ആള് ഇതേപോലെ ട്യൂഷൻ സൈഡിൽ നിന്ന് വന്ന് ദെൻ ഫൗണ്ടേഷൻ സൈഡിലോട്ട് വന്ന് ദെൻ ഇന്റർ ലെവലിൽ വരെ ക്ലാസ് എടുക്കാനായി. ആൻഡ് ഈസ് നോട്ട് ക്വാളിഫൈഡ് ഓൾസോ, ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളൊന്നുമല്ല. ആൻഡ് ഹീസ് ഏർണിംഗ് ആസ് മച്ച്, നല്ലതായിട്ട് ഏൺ ചെയ്യുന്നുണ്ട്. പിന്നെ എന്താന്ന് വെച്ചാൽ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് പറയാൻ പറ്റണം. ഇപ്പൊ എനിക്കൊക്കെ ഉള്ള ബുദ്ധിമുട്ട്, അതായത് ഈ പേയ്മെന്റ് പറയുമ്പോൾ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് അവനൊക്കെ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് പറയും. പക്ഷെ എനിക്കൊക്കെ ഉള്ള ബുദ്ധിമുട്ട്, അതായത് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ടീച്ചിങ് ഫീൽഡ് ഓക്കെയാണ്, പക്ഷേ ആസ് എ മോണിറ്ററി എന്നുള്ള രീതിയിൽ എനിക്ക് ചിലപ്പം അത് ഓക്കെ അല്ല ഈ ടീച്ചിങ് ഫീൽഡ്. കാരണം കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് നമുക്ക് ഈ പറഞ്ഞ പേയ്മെന്റ് പറയുമ്പോഴൊക്കെ നമ്മളെപ്പോഴും കുട്ടികളെ ഭാഗത്ത് ചിന്തിക്കും. അത് ഞാൻ നല്ലവനായതുകൊണ്ടല്ല, എന്താണെന്ന് അറിയില്ല, എനിക്ക് ഈ പറഞ്ഞ ടീച്ചിങ്ങിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ വല്ലാണ്ട് പറ്റാറില്ല. ഇറ്റ്സ് ഓൾ ബിക്കോസ് ടീച്ചിങ്ങിന് ആ രീതിയിൽ കാണുമെന്നാണ്, എന്താണെന്ന് അറിയില്ല. അപ്പൊ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് പേയ്മെന്റ് പറയാനൊക്കെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് ഫീൽഡ് ആക്ച്വലി. നിങ്ങൾക്ക് കഴിവുണ്ട്, കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ പേയ്മെന്റ് പറയാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ടീച്ചിങ് ഈസ് എ ഗുഡ് തിങ്. ഞാൻ എപ്പോഴും പറയും ടീച്ചിങ് അടിപൊളിയാണ്. പേയ്മെന്റ് പറയാം, അതായത് നിങ്ങൾ അവർലി റേറ്റ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ പറയാം, ഓക്കെ ആണെങ്കിൽ അത് ഇനീഷ്യലി നമ്മൾ സ്റ്റാർട്ടിംഗ് സ്റ്റേജിലുള്ള ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി അവർ പറയട്ടെ, അവർ പറയുന്ന പേയ്മെന്റ് നിങ്ങൾക്ക് ഓക്കെ ആണോ നോക്കുക, കയറുക. പിന്നെ നിങ്ങൾ അതിൽ ഗ്രിപ്പ് വന്നിന്ന് തോന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ പേയ്മെന്റ് നിങ്ങൾ പറയാം, ആ പേയ്മെന്റ് നിങ്ങൾ പിടിച്ചു വാങ്ങാം. ഓക്കെ, ഇതിലാണ് ഞാൻ വീക്ക്. ക്ലാസ് ഞാൻ എടുക്കും, പേയ്മെന്റ് പിടിച്ച് വാങ്ങാനോ പേയ്മെന്റ് കിട്ടാനോ ചിലപ്പോൾ കുറെ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ചിലപ്പോൾ പേയ്മെന്റ് തങ്ങിട്ട് തരാനുണ്ടാവും, അതൊന്നും ഞാൻ മേടിച്ചിട്ടില്ല. അപ്പം അങ്ങനെയുള്ള അവർ മുതലാക്കുകയും ചെയ്യും, അങ്ങനെയുള്ള ആൾക്കാരെ അവർ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയും ചെയ്യും. ഇപ്പൊ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു ഞാൻ അവർക്ക് വേണ്ടിയിട്ട്, ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര് ഞാൻ പറയുന്നില്ല, ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഹെൽപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു എക്സ്ട്രാ ക്ലാസ് ഒക്കെ വെച്ചിട്ട് ആ എക്സ്ട്രാ ക്ലാസ്സിനുള്ള കുട്ടികൾക്കുള്ള പ്രിന്റ് ഔട്ട് വരെ ഞാൻ കൊടുത്തിരുന്നു. പ്രിന്റ് ഔട്ട് മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്ത്. അപ്പൊ ആ കുട്ടികൾക്കുള്ള ഒരു ഫംഗ്ഷൻ വന്നപ്പം അവരെന്നെ വിളിച്ച പോലും ഇല്ല. ആ ഫംഗ്ഷൻ വിളിക്കാത്തോണ്ടല്ല, ജസ്റ്റ് എന്നെ അറിയിച്ചത് പോലും ഇല്ല. ആ കുട്ടികൾക്കുള്ള ഒരു സംതിങ് ഫംഗ്ഷൻ വന്നപ്പോ, അപ്പൊ ഇതാണ് പറഞ്ഞത്, അതായത് ഇവിടെ ചിലപ്പോൾ നമ്മളെ ഒറ്റയടിക്ക് ചവച്ച് തുപ്പും, ഒറ്റയടിക്ക് ഇതാക്കും, പലതും ഇവിടെ സംഭവിക്കും. അപ്പോൾ ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ, എന്താ പറയാ, അങ്ങനെ ഒക്കെ സഹിക്കാനുള്ള ഒരു കഴിവ് കൂടി ഇവിടെ വേണം, അത്രേ ഉള്ളൂ. ഓക്കെ, സോ ടീച്ചിങ് ഫീൽഡ് ആക്ച്വലി നല്ല ഫീൽഡാണ്. പിന്നെ വേറൊരു ഇതെന്താ വെച്ചാൽ നമ്മൾ തന്നെ ഒരു പ്ലാറ്റ്ഫോം തുടങ്ങുക, നമ്മൾ തന്നെ അതിലുണ്ട് ക്ലാസ് ഇടുക, നമ്മൾ തന്നെ സംഭവം ചെയ്യുക. അത് മറ്റൊരു ലൈനാണ് ടീച്ചിങ് ഫീൽഡിലുള്ള, അതും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, സോ ഞാൻ പറഞ്ഞില്ലേ, ക്വാളിഫിക്കേഷൻ ഡസൻ മാറ്റർ ഫോർ ടീച്ചിങ് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പൊ തന്നെ ടീച്ചിങ്ങിലോട്ടുള്ള എൻട്രി വെക്കുക പതുക്കെ. ആൻഡ് ഇന്റർ കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് പോകുകയാണെങ്കിൽ ഇറ്റ്സ് ബെറ്റർ. പിന്നെ നിങ്ങൾ വേറെ ഫീൽഡിലേക്ക് തിരിയരുത്, അതായത് ടീച്ചിങ് ആണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ടീച്ചിങ്ങിലോട്ട് നിൽക്കുക, അതിൽ മാക്സിമം മികവ് തെളിയിക്കാൻ നോക്കുക. ആൻഡ് യു വിൽ ഗെറ്റ് എ ഗുഡ് പേയ്മെന്റ്. അതായത് ഗുഡ് പേയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല, ഇപ്പം സ്റ്റാർട്ടിങ്ങിൽ യു ക്യാൻ ഗെറ്റ് ഒരു 500-600 പെർ അവർ കിട്ടിയിട്ട്, പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് 750, 850, 1000, 1500, 2000, 2500 അത്രയൊക്കെ വാങ്ങുന്ന ആൾക്കാരുണ്ട്. അതായത് 2500, 3000 പെർ അവർ ഒക്കെ വാങ്ങുന്ന ഫാക്കൽറ്റീസ് ഉണ്ട്. സോ ആ ലെവലിലേക്കൊക്കെ എത്താൻ പറ്റും ബൈ എക്സ്പീരിയൻസ് ആൻഡ് നോളജ്.
ഓക്കെ, ടീച്ചിങ് ഫീൽഡിനെ കുറിച്ച് ഇത്ര പറഞ്ഞാൽ പോരെ? വേറെന്താ പറയണ്ടേ ചേച്ചി? ഓക്കെ, അപ്പം ഇതാണ് ടീച്ചിങ് ഫീൽഡിനെ അപ്പൊ ഇത് ഇൻട്രസ്റ്റ് ഉള്ളവരോട് എനിക്ക് പറയാനുള്ളത്. പിന്നെ 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 ആരെന്താ ചോദിച്ചേ? വേറെന്താ ചോദിച്ചേ? വേറെ ചോദിച്ചില്ലല്ലോ. വേറെന്താ ക്വസ്റ്റ്യൻ? ഓക്കെ, നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകും. അതായത് വേറെ ആൾക്കാർ ചോദിച്ചൊരു ചോദ്യമാണ് ഇപ്പൊ അടുത്ത് എനിക്കൊരു കിട്ടിയ ട്രെയിനിങ്. ഓക്കെ, ട്രെയിനിങ് ഫൈൻ. ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യം എനിക്ക് സാറേ, എനിക്ക് ട്രെയിനിങ്ങിന് പോകണമെന്നുണ്ട്, കമ്പനിയിൽ വർക്ക് ചെയ്യാനാണ് താല്പര്യം. ഓക്കെ ഫൈൻ, ഓക്കെ പറയാം. കമ്പനി വർക്ക് ചെയ്യണമെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞിരുന്നത്, അതായത് ട്രെയിനിങ് നമുക്ക് രണ്ട് ഓപ്ഷൻ, CA CMFM ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റ് ഇന്റർ കംപ്ലീറ്റ് ചെയ്യുക, നല്ല ഓപ്പർച്യൂണിറ്റീസ് നോക്കി പോവുക. അതായത് കുറച്ച് സമയം എടുക്കും ചിലപ്പോൾ കമ്പനിയിൽ കിട്ടാൻ, കിട്ടിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും, പക്ഷെ കിട്ടാൻ ഒന്ന് വെയിറ്റ് ചെയ്യാം. ആർട്ടിഷിപ്പ് നോക്കണം, നല്ലത്. ഇന്റർ റിസൾട്ട് വന്നിട്ട് നോക്കാം. അതായത് കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നവരാണെങ്കിൽ ഇന്റർ ബോത്ത് ഗ്രൂപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ട് കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോഴാണ് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്. കാരണം കമ്പനിയിലൊക്കെ അധികവും വരുന്നത് ഇന്റർ കംപ്ലീറ്റ് ചെയ്ത ആൾക്കാരെയാണ് അവർ എടുക്കുക. അപ്പം നല്ല പേയ്മെന്റും കിട്ടും, കുറച്ച് അത്യാവശ്യം നല്ല എക്സ്പോഷറും ഉണ്ടാവും, വല്ലാണ്ട് പണികളും ഉണ്ടാവില്ല, ഇങ്ങനെ ഒരു ഓളത്തിന് ഇങ്ങനെ പോവാം. പിന്നെ അവർക്ക് ഭാവിയിൽ CMA ഫേം ഇട്ട് നിൽക്കണം, അതായത് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ള ഓപ്പർച്യൂണിറ്റി അവിടെ നിൽക്കും. കാരണം അവർക്ക് GST എങ്ങനെ ഫയൽ ചെയ്യേണ്ടതെന്ന് അറിയില്ല, അവർക്ക് ഇൻകം ടാക്സ് എങ്ങനെ ഫയൽ ചെയ്യേണ്ടതെന്ന് അറിയില്ല, കമ്പനി ഇൻകോർപ്പറേഷൻ അറിയില്ല, LLP ഇൻകോർപ്പറേഷൻ അറിയില്ല, ഡീഡ് ഡ്രാഫ്റ്റിംഗ് എങ്ങനെയെന്ന് അറിയില്ല, ക്ലയൻസിനെ ഡീൽ ചെയ്യേണ്ടതെന്ന് എങ്ങനെ അറിയില്ല. ഇതൊന്നും അവർ പഠിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഒരു കമ്പനിയിൽ എങ്ങനെ വർക്ക് ചെയ്യേണ്ടതെന്നുള്ളത് അവർ കറക്റ്റ്ലി പഠിച്ചിട്ടുണ്ടാവും, അവർക്ക് അത് നല്ല ഉപകാരപ്പെടുകയും ചെയ്യും. ദാറ്റ്സ് ദി ഡിഫറൻറ്റ്. ഓക്കെ, നേരെ മറിച്ച് നിങ്ങൾക്ക് ഇപ്പം ഞാനൊക്കെ സ്വന്തമായിട്ട് ഇതേപോലെ ചെറിയ GST റിട്ടേൺ, ചെറിയ ഇൻകം ടാക്സ് റിട്ടേൺ ഒക്കെ ചെയ്യാൻ പഠിച്ചത്. പാസ്സായാൽ മതിയോ? അതോ രണ്ടും അങ്ങനെയല്ല, രണ്ടും ഒപ്പം പാസ്സാവണമെന്നല്ല, സിംഗിൾ എഴുതി ബോത്ത് ഗ്രൂപ്പ് കംപ്ലീറ്റഡ് ആയിരിക്കണം, അത്രേ ഉള്ളൂ. ബോത്ത് ഗ്രൂപ്പ് കംപ്ലീറ്റഡ് ആയിരിക്കണം, ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പും കംപ്ലീറ്റഡ് ആയിരിക്കണം, ഒരുമിച്ച് പാസ്സാവണമെന്നല്ല പറഞ്ഞത്. ഓക്കെ, രണ്ടും കംപ്ലീറ്റ്, CMA ഇന്റർമീഡിയറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാൾ, അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, CMA ഇന്റർമീഡിയറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരാൾ. ഓക്കെ, പക്ഷെ ഞാൻ എപ്പോഴും പറയല് നിങ്ങൾ CA CMFM കയറാനാണ് ഞാൻ പറയാറ്. CA CMFM കയറാനാണ് ഞാൻ സാധാരണ പറയാറ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ചീത്തൊക്കെ കേൾക്കും, കുറെ വേറെ ടൈപ്പ് ഓഫ് ഒരു ടൈപ്പ് ഓഫ് ഇത് കിട്ടും ആക്ച്വലി. ഓക്കെ, ഒരു വേറെ ടൈപ്പ് ഓഫ് ഒരു സംഭവം കിട്ടും. CA CMFM ആണെങ്കിൽ കുറച്ചുകൂടെ നല്ല CA CMFM കയറുകയാണെങ്കിൽ കുറെ എക്സ്പോഷർ നിങ്ങൾക്ക് അവിടെ കിട്ടും, കുറെ ടൈപ്പ് ഓഫ് വർക്ക് ചെയ്യാം. അതായത് റിലേറ്റഡ് ടു CMA ഫൈനൽ അടക്കമുള്ള കാര്യങ്ങൾ അവിടെ പഠിക്കാൻ പറ്റും. ഗൾഫിലെ എക്സാം സെന്ററിനെ കുറിച്ച്, ഗൾഫിൽ ഒരു എക്സാം സെന്റർ ഉണ്ട്, പക്ഷെ അത് എനിക്ക് വലിയ ധാരണ ഇല്ല. ഗൾഫിലെ എക്സാം സെന്റർ ചെയ്യാന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഓഫ്ലൈൻ ആയിട്ട് നമ്മൾ ചെയ്യണം. ഓഫ്ലൈൻ ആയിട്ട് നമ്മൾ ഈ പറഞ്ഞ എക്സാം അപ്ലിക്കേഷൻ കൊടുക്കണം, ഓൺലൈൻ ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, നെക്സ്റ്റ്. ബട്ട് സാർ, കമ്പനിയിൽ ആർട്ടിഫിഷ്യൽ ചെയ്താൽ കൂടുതൽ ജോബ് ഒന്നും മനസ്സിലാവില്ല എന്ന് കേട്ടിട്ടുണ്ട്, ശരിയാണോ? അങ്ങനെയില്ല, കൂടുതൽ ജോബ് അല്ല, ഇപ്പൊ എല്ലടാ അങ്ങനെ. അതായത് ഇപ്പൊ നമ്മളൊരു ക്വാളിഫൈഡ് ആയിട്ട് ഒരു സ്ഥാപനത്തിൽ കയറുമ്പോൾ ആ സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പക്ക ബേസിക് ട്രെയിനിങ് ആണ് അവിടുത്തെ ജസ്റ്റ് ബേസിക് ട്രെയിനിങ് ആണ്. ഓക്കെ, അവിടെ നമുക്ക് ട്രെയിനിങ് തരും, അവിടെ നമുക്ക് ഒരു പീരീഡ് ഉണ്ട്, ആ പീരീഡ് മൊത്തം നമുക്ക് സീനിയറിന്റെ കൂടെ ഇരുന്നിട്ട് ട്രെയിനിങ്ങോ കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. പക്ഷെ അത് ഡീൽ ചെയ്യുന്ന കാര്യം മാത്രമാണ് നമ്മുടെ ഇത്. ആ ഡീൽ ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി ട്രെയിനിങ് പോയാൽ മാത്രമേ നമുക്ക് അതൊക്കെ ഡീൽ ചെയ്യാനും നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ പറ്റുള്ളൂ. ദാറ്റ്സ് ഡിഫറെന്റ്. അങ്ങനെ ഇതൊന്നുമില്ല. പിന്നെന്താ ട്രെയിനിങ് ഔട്ട്സൈഡ് കേരള എന്താ പ്രിഫർ നല്ല തന്നെയാണല്ലോ, ഒരിക്കലും മോശം പറയാൻ പറ്റില്ല. ട്രെയിനിങ് ഔട്ട്സൈഡ് കേരള നമുക്ക് ബാംഗ്ലൂരിലൊക്കെ പോലത്തെ സിറ്റി പ്രിഫർ ചെയ്യാം. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെലവ്. അതായത് ട്രെയിനിങ് ഔട്ട്സൈഡ് കേരള ഈ സ്റ്റൈപ്പൻഡ് പറഞ്ഞ കിട്ടുന്നതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട് ഈ ട്രെയിനിങ്ങിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കയ്യിൽ നിന്ന് എക്സ്ട്രാ ചിലപ്പോൾ പൈസ ഇറങ്ങും. അതായത് ബാംഗ്ലൂർ പോലത്തെ സിറ്റീസിലൊക്കെ പോയിട്ട് നമ്മൾ ട്രെയിനിങ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് കൂടുതൽ പൈസ ഇറങ്ങും എന്നുള്ള ലിമിറ്റേഷൻ മാത്രമേ ഉള്ളൂ. പിന്നെ ചില ഫേംസിൽ ചില ഏരിയ ഓഫ് വർക്ക് മാത്രമേ തരുള്ളൂ. അതായത് അങ്ങനത്തെ ഫേമിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസം നിന്ന് നോക്കുക, നിന്നിട്ട് ഓക്കെ ഇല്ലെങ്കിൽ ഇറങ്ങുക. അതായത് ചിലതിൽ ഈ ഓഡിറ്റ് വർക്ക് മാത്രം തരും, കാലാകാലം ഓഡിറ്റ് ആയിരിക്കും. അങ്ങനത്തേലൊന്നും പോകരുത്. നമ്മളെല്ലാ ടൈപ്പ് ഓഫ് വർക്ക് പഠിക്കുന്ന രീതിയിലായിരിക്കണം നമ്മളുടെ ട്രെയിനിങ് ഉണ്ടാവേണ്ടത്. എല്ലാ ടൈപ്പ് ഓഫ് വർക്കും പഠിച്ചിട്ടുണ്ടായിരിക്കണം, ട്രെയിനിങ് മാത്രം എന്നുള്ള രീതിയിൽ പോകരുത്. ഓക്കെ, ഈ പറഞ്ഞ ഓഡിറ്റ് ചിലതിൽ ഒരേ ടൈപ്പ് വർക്ക് തന്നെ എപ്പോഴും. ഇപ്പൊ ഞാൻ പോയൊരു ഫേം ഉണ്ടായിരുന്നു, എനിക്ക് എപ്പോഴും സ്റ്റോക്ക് ഓഡിറ്റ് ആയിരുന്നു. അതായത് എന്നും സ്റ്റോക്ക് ഓഡിറ്റ്, പുറത്ത് പോവുക ഓഡിറ്റ് ചെയ്യുക. ഇതെന്തത് വേറെ ഒന്നും ഞാൻ അവിടെ നിന്ന് ഇറങ്ങി, ഒരു മാസം കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി വേറെ എൻ്റെ നാട്ടിലെ തന്നെ ഞാൻ അവിടെ എൻ്റെ നാട്ടിൽ തന്നെ ചെറിയൊരു CFM ഞാൻ കയറി. അവിടെ കയറിയപ്പോഴാണ് മൊത്തത്തിൽ ഞാൻ അരച്ച് കലക്കി ഞാനായി മാറിയത് ആക്ച്വലി. പിന്നെന്താ, ആ ഏരിയ മാത്രമേ ഉള്ളൂ ട്രെയിനിങ് കിട്ടാൻ. എന്താ ആ ഏരിയ ഒക്കെ മനസ്സിലായില്ല. ആ ഏരിയ
അത്തരം ഫേമിൽ ആർട്ടിക്കിൾഷിപ്പ് ചെയ്യുന്നത് നല്ലത്. ഫേമിലാണ് നല്ലത്, കുറച്ചുകൂടെ നല്ലത്. കുറെ എക്സ്പോഷർ, കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും, നല്ല ചീത്ത കേൾക്കും, നല്ല പ്രഷർ ഉണ്ടാവും, ഡെഡ് ലൈൻ മീറ്റ് ചെയ്യേണ്ടി വരും, അങ്ങനെയൊക്കെ ഉണ്ടാവും. സോ അത് വേറൊരു ടൈപ്പ് ഓഫ് ഇതാണ്. ഫേമാണ് കുറച്ചുകൂടെ ബെറ്റർ. CA/CMA ഫേം. സാർ കാൻ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഇന്റേൺഷിപ്പ് ഇൻ ബിഗ് ഫോറിൽ ഇന്റേൺഷിപ്പ് ചെയ്യുന്നതും നല്ല തന്നെയാണ്, പക്ഷെ കിട്ടാൻ പ്രയാസമാണ് എന്നുള്ളൊരു കാര്യമുണ്ട്. ബിഗ് ഫോറിൽ ചിലപ്പം ട്രെയിനിങ് ഇന്റേൺഷിപ്പ് ചെയ്യാന്നുള്ളത് നല്ല സംഭവമാണ്. അത് നല്ല സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളെ കരിയറിനെ ഹെൽപ്പ് ചെയ്യും. അതായത് ആഫ്റ്റർ ക്വാളിഫിക്കേഷൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും നിങ്ങളുടെ ഇന്റേൺഷിപ്പ് ഇൻ ബിഗ് ഫോർ ഉണ്ടെങ്കിൽ. ഓക്കെ, നല്ലതാ, എപ്പോഴും നല്ലതാ. പക്ഷെ അതിൽ ഈ പറഞ്ഞ കിട്ടാൻ നല്ല പ്രയാസമാണ്. കിട്ടുകയാണെങ്കിൽ ഞാൻ പറയും ബിഗ് ഫോർ കയറിക്കോ. നല്ല പണി ഉണ്ടാവും, നല്ല ഇതൊക്കെ ഉണ്ടാവും, പക്ഷെ അത് നിങ്ങളെ കരിയറിനെ മൊത്തത്തിൽ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ ആഫ്റ്റർ ക്വാളിഫിക്കേഷൻ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ ഒരു ഇന്റേൺഷിപ്പ് ഇൻ ബിഗ് ഫോർ എന്നുള്ള സാധനം വെക്കും, അത് നിങ്ങൾക്ക് CV ഹൈലൈറ്റ് ചെയ്യും ചെയ്യാം. അപ്പം ഡെഫിനറ്റ്ലി അതൊരു ആഡ് ഓൺ ആണ് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ. ഇന്റർ കഴിഞ്ഞിട്ടാണോ ആർട്ടിക്കിൾഷിപ്പ് നല്ലത്? എപ്പോഴും ഇന്റർ കഴിഞ്ഞിട്ടാണ് ആർട്ടിക്കിൾഷിപ്പ് ഏറ്റവും ബെറ്റർ. നല്ലത് എപ്പോഴും അത് തന്നെയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബേർഡൻ കുറെ ഒഴിവായി കിട്ടും. ആൻഡ് ആ ട്രെയിനിങ്ങിന്റെ ഇന്റേൺഷിപ്പിന്റെ കൂടെ നമുക്ക് ഫൈനലിന്റെ പ്രിപ്പറേഷൻ തുടങ്ങും ചെയ്യാം. കറക്റ്റ് ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഫൈനൽ ഏകദേശം പ്രിപ്പയർ ചെയ്ത് വെക്കാം. ഒരു 2 മാസം അഗെയിൻ ഒരു ലീവ്, ഒരു എക്സ്ട്രാ എടുത്തിട്ട് അടുത്ത അറ്റംപ്റ്റ് നല്ല പ്യുവർ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് അറ്റംപ്റ്റ് ചെയ്താൽ പറ്റും. ഫൈനലിന് ഡിലേ വരാതെ കിട്ടും. ആ ട്രെയിനിങ് നമുക്ക് ഫൈനലിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ. ഈ T4 T5 എന്നോട് ചോദിക്കരുതേ, അത് കറക്റ്റ് ആയിട്ട് എനിക്കും ധാരണയില്ല. കാരണം ഇപ്പോഴത്തെ ആരോ ചാപ്റ്റർ വരെ വിളിച്ചിട്ട് ചാപ്റ്റർ വരെ പറഞ്ഞു കൊടുക്കുന്നില്ല. ഈ ICMA ഏറ്റവും വലിയ ദുരന്തമായിട്ട് എനിക്ക് തോന്നുന്നത് ചാപ്റ്റർ ആണെന്ന് തോന്നുന്നു. ഒന്ന് ചാപ്റ്റർ ഈ തീരെ കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നില്ല എന്നുള്ള എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്ത് ഡൗട്ട് ചോദിച്ചാൽ നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് നിങ്ങൾ ചെയ്തോളി, അതിൽ കാണുന്നില്ലേ അതേ പരിപാടി ചെയ്തോളി, ഇങ്ങനെ നിങ്ങൾ അതിൽ കണ്ടില്ലേ അങ്ങനെ ചെയ്താൽ പോരെ, നിങ്ങൾ എന്തിനാ വിളിക്കുന്നത്, ആ രീതിക്കാണ് ഇവർ ടോക്കിങ്സ് വരുന്നത്. ആക്ച്വലി ചാപ്റ്റർ ഷുഡ് ഹെൽപ്പ് ദി സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്യാൻ ചാപ്റ്റേഴ്സ് ഉള്ളത്. ചാപ്റ്റേഴ്സ് ആണെങ്കിൽ പ്രോപ്പർ ആയിട്ട് എനിക്ക് ഭയങ്കര നെഗറ്റീവായിട്ട് തോന്നിയതാണ് ചാപ്റ്റേഴ്സ് ആയി. അതായത് എന്ത് ഡൗട്ട് വിളിച്ചു കഴിഞ്ഞാലും ഇവർ പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ല. അപ്പോൾ കുട്ടികൾക്ക് ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ടാണ് ഈ ചാപ്റ്റേഴ്സ്. പക്ഷേ ഐ തിങ്ക് ഇറ്റ്സ് പ്രിഫർ നിങ്ങൾ മെയിൽ അയക്കുക. എന്ത് കമ്മ്യൂണിക്കേഷനും നിങ്ങൾ ഈ പറഞ്ഞ അതാത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നേരെ മെയിൽ അയക്കുക. ICMAക്ക് മെയിൽ അയക്കുക. മെയിൽ അയച്ചിട്ട് ചോദിക്കുക, അതിന് റെസ്പോൺസ് കിട്ടും. ആ റെസ്പോൺസ് നിങ്ങൾ പ്രൂഫായിട്ട് കയ്യിൽ വെക്കുക. എന്തെങ്കിലും പണി കിട്ടാൻ എന്തെങ്കിലും ഇത് വരികയാണെങ്കിൽ ആ പ്രൂഫ് നമ്മളെ കയ്യിലുണ്ട്, അത് വെച്ചിട്ട് വീണ്ടും നമുക്ക് കാര്യങ്ങൾ ഫോർവേഡ് ചെയ്യാൻ പറ്റും. സോ ഇഫ് ഹാവ് എനി ഡൗട്ട് ട്രെയിനിങ്ങിന് കയറുന്നതിൽ ഏത് ഫോം ഫയൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈ ഇന്ന സിറ്റുവേഷനാണ് നിൽക്കുന്നത്, എന്താ ചെയ്യേണ്ടത്. ഡമ്മിനെ കുറിച്ച് ഞാൻ പറഞ്ഞു ഓൾറെഡി. അതായത് ഡമ്മി ആർട്ടിക്കിൾഷിപ്പ് ഈസ് റിയലി ഡേഞ്ചർ എന്ന് ഞാൻ പറയുന്നു. അതായത് അതത്ര പ്രിഫറബിളി നല്ലതല്ല. കാരണം ഡമ്മി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയാ, നിങ്ങളാവാതെ ജോലിക്ക് കയറുന്ന പോലെ തോന്നും, അത്രേ ഉള്ളൂ. അതായത് ഡമ്മിനെ ഞാൻ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യില്ല. ആൻഡ് കുറെ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഡമ്മി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. എടാ നിങ്ങൾ പഠനം മാത്രല്ലടാ, ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഈ പഠനം പഠിച്ച് ക്വാളിഫൈഡ് ആവുക എന്നുള്ളതല്ല. അതിന്റെ ഇടയിൽ ഒരു നമ്മളെന്നെ ഒന്ന് മൗൾഡായി നമ്മളെന്നെ ഒന്ന് ആ ലെവലിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ വി നീഡ് ട്രെയിനിങ്. അതാ ഞാൻ പറയുന്നു. ആ കൾച്ചർ പഠിക്കാനും ആ ഒരു എങ്ങനെയാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നതെന്ന് പഠിക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഈ ട്രെയിനിങ് ഇസ് റിയലി ഇമ്പോർട്ടൻറ്റ്. പിന്നെ ആർട്ടിക്കിൾഷിപ്പ് എവിടെയും കിട്ടില്ല, എന്താ ചെയ്യേണ്ടത്? എവിടെയും കിട്ടാതെ പോലല്ലോ. ആർട്ടിക്കിൾഷിപ്പ് ഡെഫിനറ്റ്ലി കിട്ടും. നമ്മൾ അതിനായിട്ടൊന്ന് മെനക്കെടണം എന്നുള്ള കാര്യം മാത്രം. അതായത് നമ്മൾ കാര്യമായിട്ട് അതിന് വേണ്ടിയിട്ട് ഒന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ, ഇപ്പം എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ നല്ലൊരു CV ഉണ്ടാക്കുക. അതാണ് ഫസ്റ്റ്. ഇപ്പോൾ CV എങ്ങനെയാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുണ്ട്. നല്ലൊരു CV ഉണ്ടാക്കുക. ആ CV ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കുറച്ച് പ്രിന്റ് ഔട്ട്സ് എടുക്കുക. ദെൻ നല്ലൊരു കോസ്റ്റ്യൂം ഒക്കെ ഇട്ടിട്ട് നല്ല ഒരു ഇതിൽ നിങ്ങൾ പ്രിഫറബിളി എവിടെയാണോ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ആർട്ടിക്കിൾഷിപ്പ് ഏരിയ നോക്കുക. നിങ്ങൾ അവിടുത്തെ CA/CMA ഫേം ഏതൊക്കെയാണെന്നൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. അത് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നത് ഒന്ന് ഗൂഗിൾ നോക്കിയിട്ടൊക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്യുക. രണ്ട്, നിങ്ങളുടെ സീനിയേഴ്സോ നിങ്ങളെ കൂടെ പഠിച്ചിരുന്ന വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ ഒന്ന് വിളിച്ചിട്ട് ഏതൊക്കെ നല്ല ഫേം, ഇവിടെയുള്ള നല്ല ഫേംസുകൾ ഏതൊക്കെയെന്നൊക്കെ ഒന്നില്ല അങ്ങനെ ഒരു ഷോർട്ട് ലിസ്റ്റ് ഉണ്ടാക്കുക. എന്നിട്ട് ഈ CV പ്രിന്റ് ഔട്ട് ചെയ്തെടുത്തിട്ട് നേരെ ഈ ഓഫീസുകളിലോട്ട് പോവുക. ഓഫീസുകളിലോട്ട് പോയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ CV അവിടെ കൊടുക്കുക, ട്രെയിനിങ്ങിന് വേക്കൻസി ഉണ്ടോ എന്ന് ചോദിക്കുക. ഓക്കെ, പോരുക. അപ്പോൾ ചില ഫേമിൽ അപ്പം തന്നെ കിട്ടും. ചില ഫേമിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഫോം ഫില്ല് ചെയ്യണം, ഒരു ഇന്റർവ്യൂ ഉണ്ടാവും ചെറിയ, അപ്പം തന്നെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു, കിട്ടുന്നു, പോകുന്നു. അതായത് ഒരിക്കലും ഫോം വിളിച്ചിട്ട് നിങ്ങൾ ഹലോ അവിടെ CMA ഇന്റർമീഡിയറ്റ് ട്രെയിനിങ്ങിന് വേക്കൻസി ഉണ്ടാവും, ഉടനടി ഇല്ല എന്നൊക്കെ ആൻസർ പറയാം. ഉണ്ടെന്ന് പറയില്ല, ഉണ്ടെങ്കിലും ഉണ്ടെന്ന് പറയില്ല. മനസ്സിലായോ? ഉണ്ടെങ്കിലും പറയില്ല. അപ്പോൾ ഒരിക്കലും വിളിച്ചിട്ട് നിങ്ങൾ ചോദിക്കരുത്. വിളിച്ചിട്ട് നിങ്ങൾ എന്താ പറയാ, നിങ്ങൾ ചോദിക്കരുത്. ഇന്റർവ്യൂവിന് എന്തൊക്കെയാണെന്ന് ചോദിക്കാം, പറയാം. ടേൺ ഓവർ നോക്കിയിട്ടാണോ കയറേണ്ടത്? ടേൺ ഓവറിന്റെ അധികം CA/CMA ഫാമിലി അവർ ഈ ടേൺ ഓവറിന്റെ കാര്യം ഇപ്പൊ നിങ്ങൾക്ക് ടാക്സ് കൺസൾട്ടൻസിന്റെ അടുത്തും കയറാം. നിങ്ങൾക്ക് ഒരു ഓർഗനൈസേഷൻ ആയാൽ മതി എന്നേ ഉള്ളൂ. ഇത്ര ടേൺ ഓവർ ക്രൈറ്റീരിയ ഉള്ള ഓർഗനൈസേഷൻ ഉണ്ടായാൽ മതി. അപ്പൊ ഈ CA/CFA ഒക്കെ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ മറ്റേ ക്ലയൻസിന്റെ പേരിൽ നിങ്ങളെ ആർട്ടിക്കിൾസ് ആയിട്ട് ഇടും. എന്നിട്ട് അതായത് ക്ലയൻസിന്റെ പേരിൽ ഒരു ആർട്ടിക്കിൾ ആയിട്ട് നിങ്ങളെ, അതായത് ക്ലയൻസിന്റെ പേരിൽ ട്രെയിനി ആയിട്ട് അപ്പോയിന്റ് ചെയ്യും. അപ്പൊ ഒപ്പിടുന്നതൊക്കെ ഈ കമ്പനിയുടെ പേരിലായിരിക്കും. അതായാലും കുഴപ്പമില്ല.
വർക്ക് ചെയ്യുന്നത് CA ഫേമിലാണെങ്കിലും ട്രെയിനിങ് ഓൺ ദി അവരുടെ ഏതെങ്കിലും ക്ലയന്റിന്റെ ബേസിലായിട്ടുണ്ടാവും. ചെറിയ CA ഫേംസ് ഒക്കെ അങ്ങനെ ചെയ്യുക. അതായത് അവർക്ക് ആ ടേൺ ഓവർ ക്രൈറ്റീരിയ എത്തിയിട്ടുണ്ടാവില്ല. അങ്ങനെയാണ്. അത് പ്രശ്നമില്ല. CMA ഫേമിൽ അധികം അവരുണ്ടെങ്കിൽ പറയും CMA ട്രെയിനിങ് ചില CA ഫേമോ CMA ട്രെയിനിങ്സിന് എടുക്കൂല, ഉണ്ടെങ്കിൽ ഇല്ലാന്ന് തന്നെ പറയും. ചിലവർ എടുക്കും ചെയ്യും. അപ്പൊ നിങ്ങൾ അങ്ങനെ പോയി ഇന്റർവ്യൂവിന് എന്തൊക്കെയാ കാര്യം ചോദിക്കുക. ഇന്റർവ്യൂവിനെ പറ്റി പറയാന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അതായത് എന്റെ ജൂനിയറിനെ എടുക്കാൻ വേണ്ടിയിട്ട് സാറിന്റെ കൂടെ ഞാൻ ഇരുന്നിട്ട് ഞാൻ മാത്രമായിരുന്നു എന്റെ സാറിന്റെ ആർട്ടിക്കിൾ, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ഇന്റർവ്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് ഈ ആർട്ടിക്കിൾസിന് എടുക്കാൻ വേണ്ടി ഇന്റർവ്യൂ ഉണ്ടായിട്ട് അപ്പൊ സാറ് ചോദിക്കലും ഒന്ന് പേഴ്സണലി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. അതായത് ഒന്ന് ഞാൻ കണ്ടതാട്ടോ. അതായത് ഞാൻ ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ഡിപ്രീസിയേഷനിലെ ജേണൽ എൻട്രി ചോദിച്ചു ഞാൻ. കാരണം ഞാൻ മുമ്പ് കുറെ സ്ഥലത്ത് ഇങ്ങനെ കണ്ടിട്ടുണ്ട്, അധികം സ്ഥലത്ത് ജേണൽ എൻട്രി ഒക്കെ ചോദിക്കും. ജേണൽ എൻട്രി ഇന്റർവ്യൂവിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു സാധനമാണ് ജേണൽ എൻട്രി. ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ തന്നിട്ട് ജേണൽ എൻട്രി ചോദിക്കും. അപ്പൊ ഞാൻ ചോദിച്ച ചോദ്യം ഡിപ്രിസിയേഷന്റെ ജേണൽ എൻട്രി ആയിരുന്നു. അപ്പൊ അതേപോലെ സാറ് ചോദിച്ച് പേഴ്സണലി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞു. ഏതെങ്കിലും ഒരു ടോപ്പിക് പഠിച്ച ഏതെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു. പിന്നെ ഏതോ സാറ് ഏതൊക്കെ ടോപ്പിക്സിനെ കുറിച്ചൊന്ന് ചോദിച്ച് കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അപ്പം ഇത് ഭയങ്കര വലിയ ഇന്റർവ്യൂ അങ്ങനെയൊന്നും അല്ല. അപ്പൊ CA പോകാന്നുണ്ടെങ്കിൽ ബേസിക് ക്വസ്റ്റ്യൻസ് തന്നെ ഇക്കാര്യം ചെയ്യും. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ, അതായത് നിങ്ങൾ ഇന്റർവ്യൂ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ ഇക്കാര്യം കുറെയൊക്കെ ചോദിക്കുക. അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയാം, അറിയുന്നത് പറയും ചെയ്യുക, അത്രേ ഉള്ളൂ. ഓക്കെ. സോ ഇന്റർവ്യൂ ഒന്നും നിങ്ങൾ ഈ ഇന്റർവ്യൂവിന് നിങ്ങൾ ഒരു പേടിക്കരുത്. അതായത് ഇത് ഭയങ്കര ഇതാവുമോ അങ്ങനെയൊന്നും പേടിക്കരുത്. ചിലയിടത്തൊന്നും ഇന്റർവ്യൂ ഉണ്ടാവില്ല, ജസ്റ്റ് ഒരു ടെസ്റ്റ് ഒക്കെ ഉണ്ടോ. അതായത് ഇങ്ങനെ ഫോം ഫില്ല് ചെയ്യണം, അങ്ങനത്തെ IFRS ചെയ്താലുള്ള ബെനിഫിറ്റ്സ് പറയാം. IFRS ചെയ്താൽ ഓൾറെഡി നിങ്ങൾ ഇന്ത്യസ് പഠിക്കുന്നുണ്ട്. അതായത് നമ്മളെ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് കടമെടുത്തത് IFRS ആണെന്ന് അറിയാലോ. IFRS ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ വലിയ ബെനിഫിറ്റ്സ് ഒന്നും ഇല്ല, പക്ഷെ പുറത്തൊക്കെ പോകുമ്പോൾ അത് ബെനിഫിറ്റ്സ് ആണ് മാത്രം, അത്രേ ഉള്ളൂ. നിങ്ങൾ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് പക്ഷെ ഓൾറെഡി ഇന്ത്യസ് പഠിച്ച ഒരാൾക്ക് IFRS പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യണം. അതായത് ഇപ്പോൾ എക്സ്ട്രാ സർട്ടിഫിക്കറ്റ് എടുക്കണം എന്നില്ല. ഇന്ത്യസ് പഠിച്ച ഒരാൾക്ക് IFRS മാനേജ് ചെയ്യാൻ പറ്റും. പുറത്ത് കമ്പനീസിൽ നിങ്ങൾ റിപ്പോർട്ടിങ്ങിലാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ റിപ്പോർട്ടിങ്ങിലാണല്ലോ IFRSന്റെ ആവശ്യം. ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിലെ ഏരിയയിലോട്ട് വരുമ്പോഴാണ് IFRSന്റെ ഈ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സിന്റെ ആവശ്യം വരുന്നത്. അപ്പോൾ ആ ഫീൽഡിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഇന്ത്യസ് പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം IFRS ഫോളോ ചെയ്യാൻ വലിയ പണി ഉണ്ടാവില്ല. IFRS എക്സ്ട്രാ ചെയ്താൽ ഇപ്പം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ തന്നെ എക്സ്ട്രാ സർട്ടിഫിക്കേഷൻ കോഴ്സ് കൊടുക്കാറുണ്ട് IFRSന്റെ ഒക്കെ. അപ്പൊ അങ്ങനെ കൊടുത്താൽ തന്നെ പ്രശ്നം. സാർ ഈ CA അല്ലാതെ എക്സ്ട്രാ എന്തൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞല്ലേ, എന്തൊക്കെ CA അല്ലാതെ പിന്നെ ചെയ്യാൻ പറ്റുന്ന CMAയുടെ കൂടെ ചെയ്യാൻ പറ്റുന്ന CS ചെയ്യാം. CS ഈസ് എ ഗുഡ് തിങ്. അതായത് CS ഉം CMAയും തമ്മിൽ കുറെ ഈ MOU ഉണ്ട്. അപ്പം ചില പേപ്പേഴ്സിൽ എക്സംഷൻ വരുന്നുണ്ട്. ഏതൊക്കെ നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾ അന്വേഷിച്ച് നോക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ ഇന്റർനാഷണൽ കോഴ്സ് ഏതെങ്കിലും ചെയ്യാം, അതും നിർബന്ധമില്ല. അതായത് ACCA പോലത്തെ, അത് ആഫ്റ്റർ ക്വാളിഫിക്കേഷൻ ചെയ്താലും മതി. അപ്പം CMA കഴിഞ്ഞിട്ട് ACCA ചെയ്യാൻ 9 പേപ്പർ എക്സംഷൻ ഉണ്ട്. 9 പേപ്പർ ഫീസ് അടക്കണം. 9 പേപ്പറിന്റെ ഫീസ് അടച്ച് കഴിഞ്ഞാൽ 4 പേപ്പർ മാത്രം എഴുതിയാൽ മതി. 4 പേപ്പർ എഴുതി കഴിഞ്ഞാൽ ACCA കിട്ടും. ഓക്കെ, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇറ്റ്സ് യുവർ ചോയ്സ് ആക്ച്വലി. ഒരു അങ്ങനത്തെ എക്സ്ട്രാ കോഴ്സ് എടുക്കുന്നത് നല്ലതാണ്. പിന്നെ വേറൊരു കാര്യം കേട്ടോ, BCom ചെയ്യാത്തവർ നിർബന്ധമായിട്ട് BCom ചെയ്യുക. ഇതിലുള്ള ആരെങ്കിലും BCom ചെയ്യാത്തവരുണ്ടെങ്കിൽ CMA മാത്രം വെച്ചിരിക്കരുത്, BCom ചെയ്യുക. BCom കംപ്ലീറ്റ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രിഫറബിൾ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ MCom കൂടി ചെയ്തിടുക. പറ്റുന്നുണ്ടെങ്കിൽ MBA അല്ല MCom ചെയ്തിട്ട് MBA ചെയ്യണ്ട. ഡിസ്റ്റൻസ് ആയിട്ട് MBA ചെയ്തിട്ട് വലിയ കാര്യമില്ല. സോ ബെറ്റർ MCom ചെയ്യുക. ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ MCom ചെയ്തിടുക. ജസ്റ്റ് നമ്മളെ ക്വാളിഫിക്കേഷന് കൂടെ വെക്കുക എന്നുള്ളത് മാത്രം. നമുക്ക് CMA ആണ് മെയിൻ സാധനം, അതിന്റെ കൂടെ വെക്കാൻ വേണ്ടി മാത്രം. BCom ഇല്ലാത്തവർ നിർബന്ധമായിട്ട് BCom ചെയ്യണേ. കാരണം പുറത്തോട്ടൊക്കെ പോകുമ്പോൾ, അതർ കൺട്രീസിലോട്ടൊക്കെ പോകുമ്പോൾ വിസ പ്രോസസ്സിംഗിൽ ചിലപ്പോൾ CMA പറ്റൂല. CMA ഒരു പ്രൊഫഷണൽ എക്സാം ആണ്, അവിടെ ഒരു ഡിഗ്രി ആയിട്ട് കണക്കാക്കുന്നില്ല. അപ്പം ഡിഗ്രി ഒരു സെപ്പറേറ്റ്ലി നമ്മുടെ കയ്യിലുള്ളത് നന്നായിരിക്കും. സോ ഡിഗ്രി ചെയ്യാത്തവർ നിർബന്ധമായിട്ടും ഡിഗ്രി ചെയ്യാം. BCom IGNO ചെയ്താലും മതി. IGNO ഈസ് ബെറ്റർ. IGNOയിൽ കുറച്ച് പ്രൊജക്റ്റും കുറച്ചും കൂടി ഉള്ളതിൽ കുറച്ച് വാല്യൂ ഉള്ളത് IGNO ആണ്. പക്ഷേ IGNO ചെയ്താൽ മതി. ഇനി അതല്ല IGNO ഒന്നും ചെയ്യാൻ വയ്യാന്നുണ്ടെങ്കിൽ USM, കാമരാജ്, അണ്ണാമലൈ, അങ്ങനെ ഭാരതിയാർ, മദ്രാസ് ഏതായാലും മതി, ഏതും ചെയ്യാം. എക്സൽ പൈത്തന്റെ എന്തിനു ആവശ്യമുണ്ട്? ഇല്ല. എക്സൽ പൈത്തൺ ആക്ച്വലി പൈത്തണൊക്കെ എന്തിനാ? പൈത്തൺ ഒന്നും വേണ്ട. എക്സൽ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഒരു MS ഓഫീസിന്റെ വല്ല കോഴ്സൊക്കെ ചെയ്തു പോകുന്നത് നന്നായിരിക്കും. തീരെ അറിയാത്തവർ, ട്രെയിനിങ് പോവാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഈ ട്രെയിനിങ് തന്നെ നമ്മൾ എക്സലും വേർഡൊക്കെ പഠിക്കണം. അപ്പൊ ഞാൻ കമ്പ്യൂട്ടർ ശരിക്കും പറഞ്ഞാൽ യൂസ് ചെയ്യാൻ പോലും അറിയണ്ടായിരുന്നില്ല. എന്റെ കാലഘട്ടത്തിൽ കമ്പ്യൂട്ടർ ഒന്നും വീട്ടിലില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ കമ്പ്യൂട്ടർ ഓൺ ആക്കലും ഓഫ് ആക്കലും വരെ പഠിച്ചത് ഞാൻ ആക്ച്വലി ഓഫീസിൽ പോയിട്ട് ട്രെയിനിങ് പീരീഡിലാണ്. എക്സൽ, MS വേർഡ്, MS എക്സൽ, ടാലി, ഈ പറഞ്ഞ സാധനമൊക്കെ ഞാൻ പഠിക്കുന്നത് എന്റെ ട്രെയിനിങ്ങിലാണ്. ട്രെയിനിങ് പോയപ്പോഴൊക്കെ പഠിച്ചു. വേറെ നിവൃത്തിയില്ല, നമ്മൾ പഠിക്കണ്ടേ, പഠിച്ചു, അവിടെ തന്നെ പഠിച്ചു. അപ്പൊ കോഴ്സിന്റെ ആവശ്യമൊന്നുമില്ല. കോഴ്സ് ചെയ്യണമെങ്കിൽ ചെയ്യാം. അത് ഞാൻ പറയും, നമ്മളെ ഇന്നത്തെ ഡിസ്കഷനിൽ ഒരു കാര്യമായിരുന്നു അതർ കോഴ്സ് ചെയ്യണമെന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരു സ്കീമിലാണ് ഈ പറഞ്ഞ സ്റ്റഡി ക്യാബിന്റെ ഒരു KEIT എന്നുള്ള കോഴ്സ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ BCom പ്ലസ് CMA ചെയ്യാൻ പഠിക്കുന്നവർക്ക് ഒരു എക്സ്ട്രാ കോഴ്സ് വേണമെങ്കിൽ ചെയ്യാം എന്നുള്ള രീതിയിൽ കൊടുക്കുന്നത്. അതായത് എക്സൽ, അതേപോലെ GST, ഇൻകം ടാക്സ് ഫയലിങ്സ് കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുക എന്നുള്ള സംഭവം. അങ്ങനത്തെ ഒരു സംഭവം അത് നിർബന്ധമില്ല, വേണമെങ്കിൽ ചെയ്യാം. വേണമെങ്കിൽ അത് ചെയ്യുമ്പോൾ ഒരിക്കലും നിങ്ങൾ ഓൺലൈൻ ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞത്. അതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഓഫ്ലൈൻ ആയിരിക്കും ബെറ്റർ. ഓഫ്ലൈൻ അത്ര ബെറ്റർ ആവണമെന്നില്ല. ഓഫ്ലൈൻ ആയിരിക്കും കുറച്ചുകൂടെ നന്നാവുക. അതായത് ഇങ്ങനത്തെ സംഭവം ചെയ്ത് പഠിക്കണം.
ഒരിക്കലും നമ്മൾ ഈ ഓൺലൈൻ കണ്ട് പഠിച്ചിരുന്നതിൽ ഒരു ലിമിറ്റ് ഉണ്ട് കണ്ടുപഠിക്കും. ഇപ്പം എക്സാമ്പിൾ ആയിട്ട് ടാലി ഒക്കെ കണ്ടുപഠിക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. നമ്മൾ ചെയ്ത് നോക്കണം, ചെയ്ത് നോക്കിയാൽ ഇത് ഇങ്ങനെയാണല്ലേ എന്ന് അറിയുള്ളൂ. അപ്പം എക്സൽ ഒക്കെ അതേപോലെ തന്നെ. അപ്പൊ അതൊക്കെ ഒരു ഓഫ്ലൈൻ കോഴ്സ് ആയിട്ട് നിങ്ങൾ എവിടെയെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ഇഫ് യു ഹാവ് എ ടൈം. ആംബി ടൈം കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം വെറുതെ കൊണ്ട് കളയും ചെയ്യരുത്. നിങ്ങൾക്ക് കയ്യിൽ സമയം ഉണ്ടെങ്കിൽ വല്ലാണ്ട് എക്സ്റ്റെൻഡ് ആവാത്ത വല്ല കോഴ്സ് ഇതേപോലെ ചെയ്യുന്നത് നന്നായിരിക്കും. അത് നിങ്ങളെ കരിയറിനെ ബെറ്റർ ആക്കും. ഇനി അതല്ല ട്രേഡിംഗ് നിങ്ങൾ അത്യാവശ്യം നല്ലൊരു CMA ഫേമിൽ എടുക്കണം, CMA ഫേമിൽ എടുക്കണമെങ്കിൽ ഇതിന്റെ ആവശ്യമില്ല. അവിടെ തന്നെ ഇതൊക്കെ പഠിക്കും ചെയ്യും. അങ്ങനെ ചീത്തക്കുമല്ലോ, ഇത് ചെയ്യുന്ന തെറ്റിച്ചേ എന്താ അങ്ങനെ ചീത്തക്കും. അപ്പൊ നമ്മൾ വേഗം പഠിക്കും. എക്സ്ട്രാ സർട്ടിഫിക്കേഷൻ കൊടുക്കണം. അതാ പറഞ്ഞേ, ഒക്കെ അറിയാം, അറിയാം, വേണ്ട വേണ്ട, ഒക്കെ അല്ല അറിയുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ സർട്ടിഫിക്കേഷൻ? വേണ്ട, എല്ലാം അറിയുന്നുണ്ടെങ്കിൽ നോ സർട്ടിഫിക്കേഷൻ ഒന്നും എടുക്കണ്ട. ഇത് നോളജ്. ഇപ്പൊ ഞാനിവിടെ സ്റ്റഡി ക്യാമ്പിന്റെ 8 കോഴ്സ് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റിനല്ല. ഇവിടെ ഞാൻ പറയുന്ന ആദ്യം എന്താ, നിങ്ങൾ സർട്ടിഫിക്കറ്റ് എന്നുള്ള രീതിയിൽ ഇവിടെ വരണ്ട. സർട്ടിഫിക്കറ്റ് എന്നല്ല ഇവിടെ മേജർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എന്തിനാ? സർട്ടിഫിക്കറ്റ്സിനല്ല, നോളജ് പഠിച്ചെടുക്കുക എന്നുള്ളതിനെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സർട്ടിഫിക്കറ്റ് വാങ്ങി പോകാന്നുള്ള എന്നുള്ള രീതിയിൽ ഞാനും ഇവിടെ കോഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അവർ എക്സ്റ്റെൻഡ് ചെയ്യലുണ്ട് എക്സാം. ഓക്കെ, ആരോ എംകോമിന്റെ എക്സാം ഇഗ്നോയിൽ CMA എക്സാമിന്റെ ഒപ്പമാണ് വരാറ്. അപ്പൊ എന്താ ചെയ്യാ? അത് എനിക്ക് അറിയില്ല കേട്ടോ. അതായത് അത് അധികം അങ്ങനെ തന്നെ വരാറ്. ഇപ്പം എക്സാം നടന്നുകൊണ്ടിരിക്കുന്നില്ല ഇഗ്നോയുടെ എക്സാം. ഇപ്പോൾ കറന്റ് റണ്ണിങ് ആണല്ലോ അല്ലേ? ഇഗ്നോ ചെയ്യുന്നവർ കറന്റ് എക്സാം റണ്ണിങ് ആണ് എന്ന് തോന്നുന്നു. ഓക്കെ, സോ ഓൾമോസ്റ്റ് എല്ലാ ആൻസറും ഞാൻ പറഞ്ഞില്ലേ? ഓക്കെ, എക്സ്ട്രാ കോഴ്സ് ഇന്റർവ്യൂവിനെ പറ്റി പറഞ്ഞ്. വേറെ എന്തെങ്കിലും? ഡേറ്റ് മാറ്റി ബികോം ഒക്കെ ഡേറ്റ് മാറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ഇപ്പൊ എല്ലാവരും ഇപ്പോഴാണ് എക്സാം എഴുതുന്നത്. CMA ടൈം ഉണ്ടായിരുന്നു, ഇപ്പൊ എക്സാം മാറ്റി എന്നൊക്കെ പറഞ്ഞു കിട്ടും. ഓക്കെ, യെസ്, റൈറ്റ്. ഓക്കെ, CV യുടെ കാര്യം. CV നമുക്ക് 2 രീതിയിൽ CV ഉണ്ടാക്കാം. ഓക്കെ, 2 രീതി. ഞാൻ കണ്ടന്റ് ആട്ടോ പറയുന്നത്, അതിന്റെ മോഡലോ കാര്യങ്ങളോ അല്ല, കണ്ടന്റാണ് ഞാൻ പറയുന്നത്. ഒന്ന് സിമ്പിൾ CV, 1 പേജ് CV ഉണ്ടാക്കാം. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഞാനൊരു സാധനം ഇവിടെ കാണിക്കാം. ഇതല്ല, ഇതൊരു 1 പേജ് CV ആണ്. കണ്ടോ? ഒറ്റ പേജിൽ സംഭവം തീർന്നു. കാണുന്നുണ്ടോ? ഒറ്റ പേജിൽ സംഭവം തീർന്നു. ഇത് ഞാൻ ഇവിടെ ടീച്ചിങ് ഫീൽഡിൽ ഉള്ളവർക്കും കൂടി ഉള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ ടീച്ചിങ് ഫീൽഡിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ വെറുതെ ഉണ്ടാക്കിയിട്ടിരുന്ന ഒരു എന്റെ സ്റ്റാർട്ടിങ് കരിയറിൽ ഉണ്ടാക്കിയിട്ടിരുന്ന ഒരു ടൈപ്പ് ഓഫ് CV ആണ് ഇങ്ങനെ ഒരു സംഭവം. ജസ്റ്റ് ഞാൻ അവിടെ എന്ന് വെച്ചാൽ എന്തൊക്കെ ഇതിൽ വേണ്ട ഒരു സമ്മറി, സ്കിൽ എന്തൊക്കെയാണുള്ളത്, ആ സ്കില്ല് ഹൈലൈറ്റ് ചെയ്യുക. ദെൻ നമ്മുടെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാം. ദെൻ അക്കാഡമിക് ക്രെഡൻഷ്യൽസ്, അതായത് നമ്മൾ എന്തൊക്കെ പഠിച്ചു, ഇവിടെയൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഇത് വക്ക സമ്മറി ആയിട്ട് പറയുന്നത്. അതായത് നമ്മളൊക്കെ IM ഇന്റർമീഡിയറ്റ് പോസ്റ്റ് ഗ്രൂപ്പ് പാസ്സായി, BCom CS CPT ഇങ്ങനെ ജസ്റ്റ് ഇതേ പറയുന്നുള്ളൂ. ആൻഡ് ജസ്റ്റ് കോൺടാക്ട് ഡീറ്റെയിൽസും അതുപോലെ ഈ സംഭവങ്ങൾ മാത്രമേ ഇവിടെ എന്ത് ചെയ്യുന്നുള്ളൂ, ഡിസ്പ്ലേ ചെയ്യുന്നുള്ളൂ. പക്കാ സിമ്പിൾ തിങ് ആണിത്. പക്ഷേ ഞാൻ ക്വാളിഫൈ ചെയ്തതിനു ശേഷം ഞാൻ എൻ്റെ CV മൊത്തം മാറ്റി. ഇത് ടീച്ചിങ് അല്ല, അതായത് എൻ്റെ ക്വാളിഫിക്കേഷന് ശേഷം ഞാൻ കംപ്ലീറ്റ്ലി മൊത്തം ഞാൻ എന്ത് ചെയ്തു മാറ്റി. നോക്കിക്കേ, ഇപ്പൊ എൻ്റെ CV ഇതാണ്, 3 പേജ് CV. അപ്പം ഇതിൽ കണ്ടോ, ഞാൻ എൻ്റെ ആർട്ടിക്കിൾഷിപ്പ് എക്സ്പീരിയൻസ് ഞാൻ ബമ്പം രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ അവിടെ ചെയ്ത ഓരോ പ്രോഗ്രാമും, ഓരോ സംഭവങ്ങളും ചെയ്ത ഇൻഡിവിജ്വൽ ചെയ്ത ഓരോ കാര്യങ്ങളും ഞാൻ അവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പ്രീവിയസ് വല്ല എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഹൈലൈറ്റ് ചെയ്യാം, ഒരു പ്രശ്നമില്ല. ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും ഇതിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്തൊക്കെ അവിടെ മേജർലി ഞാൻ ചെയ്ത അതിലധികവും വരുന്ന സാധനം GST ആയിരിക്കും. ഞാൻ കൂടുതൽ ചെയ്ത സാധനം GST ആയിരുന്നു. ഞാൻ എൻ്റെ ഓഫീസിൽ കൂടുതൽ എക്സ്പീരിയൻസ്, എനിക്ക് കൂടുതൽ എക്സ്പോഷർ ഉള്ളത് GST ആയിരുന്നു. ഞാൻ കൂടുതൽ ഇതിൽ കാണിച്ചിട്ടുണ്ടാവുക GST ആയിരിക്കും. ദെൻ മൈ സ്കിൽ ആൻഡ് എക്സ്പെർട്ടീസ്, എനിക്ക് എന്തൊക്കെയുള്ളത്, എൻ്റെ ഇൻട്രസ്റ്റ് എന്തൊക്കെ, എൻ്റെ മ്യൂസിക് ഒക്കെ കണ്ടിട്ട് എനിക്ക് പാട്ട് ഇഷ്ടമാണ്. ഓക്കെ, എന്നെ അറിയുന്നവരോട് ഞാൻ എനിക്ക് പാട്ട് ഇഷ്ടമാണ്. പിന്നെ അതേപോലെ തന്നെ എൻ്റെ ഇത് കണ്ടോ, ഞാൻ എൻ്റെ അക്കാഡമിക് ഹൈലൈറ്റ്സ് മൊത്തം നല്ല രീതിയിൽ എക്സ്പോസ് ചെയ്തിട്ടുണ്ട്. അതായത് ഈവൻ എക്സംഷൻ അടക്കം ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഫുൾ ഹൈലൈറ്റ് ചെയ്യുന്ന ഇത് ഡീറ്റെയിൽഡ് CV ആണ്. പിന്നെ എൻ്റെ സമ്മറി, പ്രൊഫൈൽ സമ്മറി, എൻ്റെ കോൺടാക്ട് നമ്പേഴ്സ്, ഡീറ്റെയിൽസ്, പിന്നെ എല്ലാം ഞാൻ നല്ല എന്താ വെച്ചാൽ എൻ്റെ റിമാർക്സ് കൊടുത്തിട്ടുണ്ട്. അതായത് MCom എങ്ങനെ, BCom എങ്ങനെ, കംപ്ലീറ്റ്ലി ഞാൻ ഇതിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി എന്നെ കുറിച്ച് എല്ലാം അറിയാം. ഇത് വഴി ഇപ്പം എല്ലാം അറിയാൻ പറ്റും. അതായത് CA എൻ്റെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു, PG എൻ്റെ പെർഫോമൻസ്, ഗ്രാജുവേഷനിൽ, സ്കൂൾ എഡ്യൂക്കേഷൻ പിന്നെ ബേസിക് ആയതുകൊണ്ട് അതിൽ ഞാൻ റിമാർക്സ് കൊടുക്കാൻ നിന്നിട്ടില്ല. ആൻഡ് മൈ വർക്ക് എക്സ്പീരിയൻസ് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ എന്തൊക്കെ അവിടെ വർക്ക് ചെയ്തത്. അതായത് ഞാൻ ജസ്റ്റ് ആർട്ടിക്കൽ അസിസ്റ്റന്റ് ഇൻ ഫാദർ ആൻഡ് അസോസിയേറ്റ്സ് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്തു എന്നില്ല. ഓക്കെ, സോ അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പം ഇങ്ങനെ ഇത് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കണമെന്നില്ല. ട്രെയിനിങ്ങിന് ഈ പറഞ്ഞ സാധനം മതി. 1 പേജ് ഈസ് ഇനഫ്. ഇനി അതല്ല നിങ്ങൾക്ക് ഓൾറെഡി കുറെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കളയും ചെയ്യാം. CVക്കുള്ള ടിപ്പ് ഇതാണ്. അതായത് നിങ്ങൾക്ക് ഏത് മോഡലും ചെയ്യാം, പ്രശ്നമൊന്നുമില്ല CVക്ക്. ഓക്കെ, നിങ്ങൾ ഇന്ന മോഡൽ തന്നെ ചെയ്യണം എന്നൊന്നും നിർബന്ധമില്ല. 1 പേജ് CV ആണ് കുറച്ചുകൂടെ എന്താ പറയുക, നിങ്ങൾ ട്രെയിനിങ്ങിനൊക്കെ പോകുന്നതിന് ഏറ്റവും ബെറ്റർ ഇതാണ്. പക്ഷേ ആഫ്റ്റർ ക്വാളിഫിക്കേഷൻ നിങ്ങൾ CVയുടെ മോഡൽ ഉണ്ടാവില്ല. ആ ട്രെയിനിങ് ചെയ്ത കാര്യങ്ങൾ അതാണ് പറഞ്ഞത്. ട്രെയിനിങ് ചെയ്യാത്തവർക്ക് ഈ CVയിൽ എന്താ ഉണ്ടാവുക,
ഇപ്പൊ ട്രെയിനിങ് ചെയ്യാത്ത ഒരാളാണ് നോട്ടിക്കോ, ഇങ്ങനത്തെ ഒരു CV ഉണ്ടാക്കാൻ പറ്റുമോ അയാൾക്ക്? മെയ്ഡപ്പ് ചെയ്യേണ്ടി വരും വെറുതെ. ഇപ്പൊ ഞാൻ എന്റെ ആർട്ടിക്കിൾഷിപ്പ് ചെയ്തില്ല എന്ന് നോട്ടിക്കോ, എന്താ ഉണ്ടാവുക? ഇങ്ങനത്തെ ഒരു CV പറയാൻ പറ്റുമോ? ഞാൻ എന്തൊക്കെ എക്സ്പോഷർ ചെയ്ത്, എന്തൊക്കെ എന്റെ ഇൻട്രസ്റ്റ്, എന്തൊക്കെ എന്നുള്ളതൊക്കെ പറയാൻ പറ്റുമോ? പറ്റൂല. സോ അതാ പറഞ്ഞ ട്രെയിനിങ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. CV ഉണ്ടാക്കുമ്പോൾ വരെ, അല്ലെങ്കിൽ ഇപ്പൊ ചിലപ്പം ഇന്റർവ്യൂവിൽ ചോദിക്കും, നിങ്ങൾ ആ ട്രെയിനിങ് പീരീഡിൽ നിങ്ങൾ ചെയ്ത മേജർ വർക്ക് എന്തായിരുന്നു, നിങ്ങളെ ഏറ്റവും കൂടുതൽ എക്സ്പോഷർ കിട്ടിയ വർക്ക് എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ യു ഡിഡ് ഹാവ് എനി ആൻസർ. ഞാൻ ഒരിക്കലും ഡമ്മീനെ IFR ചെയ്യുന്നത് കൊണ്ട് കാര്യമുണ്ടോ? ഞാൻ പറഞ്ഞില്ല IFR ഇന്റർ 2 തവണ ഫെയിലായി, അതിനെന്താ പ്രശ്നം? ഞാൻ ഇന്റർ 4 തവണ ഫെയിലായി, ഫൈനൽ ഞാൻ 6 തവണ ഫെയിലായി, 6ന്റെ മേലെ. ഒരു ഗ്രൂപ്പിന്റെ 7 തവണ 6, ഒരു ഗ്രൂപ്പിന്റെ ആയിരുന്നു എഴുതിയിരുന്നു. ഇന്റർ അതേപോലെ തന്നെ ഒരു ഗ്രൂപ്പ് ഇരുന്ന് കുറെ എഴുതിയിരുന്നു. നോ പ്രോബ്ലം മാൻ, ജസ്റ്റ് ബി കൂൾ, ജസ്റ്റ് ലേൺ ഫ്രം ദി മിസ്റ്റേക്സ്. പഠിക്കുക, എന്താ മിസ്റ്റേക്ക് എന്താ നോക്കുക, മിസ്റ്റേക്ക് തിരുത്തുക, അടുത്തതിൽ ശരിയാക്കുക, പാസ്സായി. ഇത്രേ ഉള്ളൂ. ഫോട്ടോ വെക്കണം എന്ന് നിർബന്ധമില്ല, ഫോട്ടോ വെക്കണം എന്ന് നിർബന്ധമില്ല, വെക്കണമെങ്കിൽ വെക്കാം, നോ ഇഷ്യൂ. പക്ഷെ വെക്കാത്താണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. IFRസിന്റെ കേസ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, സമാനാബിദ് ഞാൻ ഓൾറെഡി പറഞ്ഞു. IFRS ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഓൾറെഡി നമ്മൾ CMA CA ഇതിൽ ഫൈനലിൽ ഓൾറെഡി ഇൻഡേഴ്സ് പഠിക്കുന്നുണ്ട്. എക്സ്ട്രാ സർട്ടിഫിക്കേഷൻ പുറത്തൊക്കെ പോകുന്നുണ്ടെങ്കിൽ എക്സ്ട്രാ സർട്ടിഫിക്കേഷൻ എടുക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അത് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സർട്ടിഫിക്കേഷൻ കോഴ്സ്, അതായിരിക്കും നല്ലത്. പുറത്തുനിന്ന് സർട്ടിഫിക്കറ്റ് എടുക്കണ കാട്ടി ക്വാളിഫൈ ചെയ്തിട്ട് IFRസിന്റെ കോഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അത് ചെയ്താൽ ഒന്നും കൂടി ബെറ്റർ ആയിരിക്കും. സോ ഇനി അതർ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ചോദിച്ചിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. മൈക്ക് ഓൺ ചെയ്ത് ചോദിക്കാം, അല്ലെങ്കിൽ ചാറ്റിൽ ചോദിക്കാം. ഞാൻ ഏകദേശം എല്ലാം ഡിസ്കസ് ചെയ്തില്ലല്ലോ, പറഞ്ഞില്ലേ? ട്രെയിനിങ് പറഞ്ഞ്, CV പറഞ്ഞ്, കോഴ്സിനെ കുറിച്ച് പറഞ്ഞ് അല്ലേ? വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കാം, ആൻഡ് വി ക്യാൻ വൈൻഡ് അപ്പ്. അയ്യോ, IOTP ആൻഡ് സ്കിൽ ട്രെയിനിങ്, അയ്യോ അതെനിക്ക് അറിയാത്ത ഏരിയ. കാരണം ഞാൻ CA ഫീൽഡ് ആയതുകൊണ്ട് നിങ്ങളെ ഈ പറഞ്ഞ ഇങ്ങനത്തെ ഈ സാധനമില്ലേ, ആ സാധനങ്ങളെ കുറിച്ച് എനിക്ക് വലിയ ധാരണയില്ല. ഞാൻ അറിയാത്തൊരു കാര്യം പറയാതിരിക്കുകയായിരിക്കും നല്ലത്. ഞാൻ നിങ്ങളുടെ ICMA തന്നെ ഒരു ക്ലാരിറ്റി ഇല്ല അതിൽ. പ്രോപ്പർ ഗൈഡ് ലൈൻസ് ഇറക്കാത്തതുകൊണ്ട് ആകെ കൺഫ്യൂസിങ് ആയി സാധനം. സ്കിൽ ട്രെയിനിങ്ങും ഈ പറഞ്ഞ IOTP. സോ എനിക്ക് തന്നെ അതിലൊരു ധാരണ കുറവാണ്, അതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ച് പറയുന്നില്ല. വേറെ എന്തെങ്കിലും എനി അതർ തിങ്? I think this session is helpful, yes, right? IOTP അത് ഫൈനൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഓക്കെ, ഫൈൻ, ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട് IOTP, ശരിയാണ്. ഓൾറെഡി ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്യുന്ന സ്കിൽ ട്രെയിനിങ് എന്താ അവസ്ഥ? സ്കിൽ ട്രെയിനിങ് ഒക്കെ എല്ലായിടത്തും ഒരു 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 കുഴപ്പമില്ലാന്ന് തോന്നുന്നു, എനിക്കറിയില്ല കറക്റ്റ്. അത് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഓൾറെഡി സ്കിൽ ട്രെയിനിങ് ഉണ്ടാവാറുണ്ട്. ഓൾറെഡി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ അവർ സ്കിൽ ട്രെയിനിങ് ചെയ്തു തരും. അതായത് ഇന്റർവ്യൂ ചെയ്യേണ്ട സ്കിൽ ട്രെയിനിങ് നിങ്ങളെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ചെയ്തു തരേണ്ടത്. അതായത് നിങ്ങൾ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടില്ലേ അവിടുന്ന് അവർ ചെയ്തു തരണം, പിന്നാലെ നടക്കുക. അതായത് നിങ്ങൾ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾക്ക് സ്കിൽ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്തിട്ടില്ലെങ്കിൽ വിളിച്ചിട്ട് ചോദിക്കുക, ഞങ്ങളുടെ സ്കിൽ ട്രെയിനിങ് എവിടെ, എന്താ ചെയ്യേണ്ടത്, അത് പറഞ്ഞു ഞാൻ ചോദിക്കുക. അത് ICMAന്റെ ട്രെയിനിങ് പറയുന്നുണ്ടല്ലോ, അതല്ല ICMAന്റെ ട്രെയിനിങ് പറയുന്നു, എന്താ അതല്ല ICMAന്റെ ട്രെയിനിങ് പറയുന്നുണ്ടല്ലോ, അത് അവരുടെ സ്കിൽ ട്രെയിനിങ് എന്താ പാടുന്നു അത് എനിക്കറിയില്ല. അതിൽ കുറെ SAP ഒക്കെ പഠിക്കുന്നില്ലേ, SAP ടാലി ഒക്കെ അതിലില്ലേ? തട്ടിക്കൂട്ടാണ്. ഓക്കെ, ഉത്തരം കിട്ടിയല്ല. സ്കിൽ ട്രെയിനിങ് ഒക്കെ ഒരു തട്ടിക്കൂട്ടാണ്. ഓക്കെ. ട്രെയിനിങ് നമ്മളെ ഈ ഇന്റേൺഷിപ്പിന് പോയാൽ തന്നെ സാധനം സെറ്റാണ്. ഇന്റേൺഷിപ്പിന് പോയാൽ തന്നെ നല്ലൊരു CFM നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങളെ സെറ്റാണ്. അതായത് നല്ല കുറെ കാര്യങ്ങൾ പഠിക്കാം, അതായത് നല്ല നല്ലൊരു പ്രിൻസിപ്പളും നല്ല സീനിയേഴ്സും ഒക്കെ ആയിട്ട് നല്ലൊരു CFM കിട്ടുകയാണെങ്കിൽ, CMFM കിട്ടുകയാണെങ്കിൽ സെറ്റാണ്. 15 മാസം അടിപൊളിയായിട്ട് കുറെ കാര്യങ്ങൾ പഠിച്ച് ഫൈനലും പഠിച്ച് അതുകൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞ് കുറച്ചൊരു സ്കില്ലും നമുക്ക് കിട്ടി. അത് വെച്ചിട്ട് ഫൈനലും പാസ്സായി, ക്വാളിഫൈഡ് ആയി, നല്ല ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നേരെ നല്ല ജോലി കണ്ടു കയറാം. കേരളത്തിന് പുറത്ത് ടാസ്ക് അല്ല, അതായത് കേരളത്തിനകത്ത് നല്ല എക്സ്പോഷർ ഉള്ള ഫേംസ് ഒക്കെ ഉണ്ട്. പക്ഷെ ചെലവ് ഒരു പ്രശ്നമാണ്. അതായത് ഈ കേരളത്തിന്റെ പുറത്താകുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ചെലവ് വരുമല്ലോ. സ്റ്റൈപ്പൻഡ് അങ്ങനെ ഒരു മിനിമം ലെവലിലല്ലേ കിട്ടുള്ളൂ. അപ്പൊ അത് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പാടായിരിക്കും. അപ്പൊ നമ്മൾ കയ്യിൽ നിന്ന് എക്സ്ട്രാ പൈസ ഇടേണ്ടി വരും. ഇവിടെ ആകുമ്പോൾ പിന്നെ നമ്മുടെ നാട്ടിലാണ് സ്റ്റൈപ്പൻഡും കുറവായിരിക്കും, കയ്യിൽ നിന്ന് വല്ലാണ്ട് പൈസ ഇടണ്ട. ബസ് ഫേം അല്ലെങ്കിൽ CFM ആണോ CMF ആണോ CMA ബെറ്റർ? അതിപ്പോ ഞാൻ എങ്ങനെ പറയാ? ഞാൻ CFM എന്നല്ലേ പറയുള്ളൂ. CMA ഫേം ആകുമ്പോൾ ചിലപ്പോൾ അവിടെ ടാക്സ് ഓഡിറ്റ് ഉണ്ടാവില്ല, ഒരു പോയിന്റ്. CA ഫേം ആകുമ്പോൾ അവിടെ ടാക്സ് ഓഡിറ്റ് ഒക്കെ ഉണ്ടാവും.
ദാറ്റ്സ് ഡിഫറൻസ്. അത് വലിയ ഡിഫറൻസ് ആയി. പക്ഷെ ഞാൻ പറയട്ടാ, ഞാൻ നിങ്ങളെ കൊച്ചാക്കി പറയല്ല, ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ CA ഫേം ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. കുറേ വർക്ക് കിട്ടും. അത് പഠിക്കുന്നത് നല്ല ആളാ. കുറേ വർക്ക് എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് തൊഴിലെടുക്കാൻ പഠിക്കുന്ന നല്ലതല്ലേ. ഇപ്പോൾ ഒരു GST റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ 1000 ഉറുപ്പിക കിട്ടും ഒരു മാസം. ഒരാൾ ക്ലയന്റിന്റെ ഫയൽ ചെയ്താൽ സത്യം പറയാൻ ഫയൽ ചെയ്യാൻ വലിയ പണിയില്ല. അതിന്റെ ലോയും കാര്യങ്ങളും അതിന്റെ റൂളും കാര്യങ്ങളും ഒന്നും പഠിച്ച് എങ്ങനെയാണ് ആ വേഗം കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഒരു 10 ക്ലയന്റിന് നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ആകെ 2 റിട്ടേണേ ചെയ്യാനുള്ളൂ. ലെവൽ 1ഉം 3B ഓരോ ദിവസം. അതിന് ആകെ സ്പെൻഡ് ചെയ്യേണ്ട ടൈം കുറച്ച് സമയമുള്ളൂ. അത്രയും ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി വേറെ സ്ഥലത്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ ഏൺ, അല്ലെങ്കിൽ നിങ്ങൾ ഫൈനലി പഠിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ യു ക്യാൻ ഏൺ. ഒരു സ്കില്ലാണ് ആക്ച്വലി അത്. മനസ്സിലായ? അപ്പം ഇതൊക്കെ CA ഫേമിൽ CMA ഫേമിൽ പോയി കഴിഞ്ഞാൽ കുറെ പഠിക്കുകയാണല്ലോ, അപ്പൊ നമുക്ക് തന്നെ ചെയ്യാലോ. അത് ഞാൻ പറയുന്നത്, അതുകൂടി മനസ്സിലാക്കിയിട്ട് ഞാൻ പറയുന്നത്. കോഴിക്കോട് ഒരു നല്ല ഫേം പറഞ്ഞു തരുമോ? അതെനിക്ക് അറിയില്ല, അങ്ങനെ ഞാൻ പറയാറില്ല. നല്ല ഫേം അങ്ങനെ എന്താ പറയാറില്ല. അയ്യോ, കോഴിക്കോട് ഒരുപാട് ഫേംസ് ഉണ്ടടാ ഇപ്പൊക്കെ. അവിടെ ഒരു പേര്, നല്ല പേര് കേട്ട ഒരു ഫേം ഹമീദ് ആൻഡ് അസോസിയേറ്റ്സ് ആയിരുന്നു. ഇപ്പൊ എന്താ പാടുന്ന അറിയില്ല. ഭയങ്കര സെറ്റപ്പാന്നൊക്കെയാണ് പറയാറ്. നല്ല എന്താ പറയാറ് എനിക്കറിയില്ല. അവിടുത്തെ വർക്ക് ലൈഫ് എങ്ങനെയാന്നുള്ളത് എനിക്കറിയില്ല. അത് ഞാൻ പറഞ്ഞത്, നിങ്ങളൊരു ഫേമിൽ കയറി സ്യൂട്ടബിൾ അല്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇറങ്ങുക. കടിച്ചു പിടിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ പല കുട്ടികളും എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാറുണ്ട്, ഈ ട്രെയിനിങ്ങിന് കയറിയിട്ട് ട്രാപ്ഡ് ആയ കേസ്. അതായത് ഭയങ്കര പ്രഷർ, ഭയങ്കര വർക്ക്, ഒന്നിട്ട് മനസ്സിലാവണില്ല, ഒന്നിട്ട് മുന്നോട്ട് നീങ്ങണില്ല. ഇറങ്ങുക, ഒന്നും നോക്കണ്ട, ഇറങ്ങുക. അതായത് പ്രഷർ വേണം, ഡ്യൂ ഡേറ്റ് മീറ്റ് ചെയ്യുന്നത് വരും. പക്ഷെ അതൊക്കെ ഓവറായിട്ട് ഈ പറഞ്ഞ ഹൈപ്പർ ടെൻഷൻ അടിച്ച്, അല്ലെങ്കിൽ ജീവിതം തന്നെ ഈ പറഞ്ഞ ഹാപ്പിനെസ് ഒന്നും ഇല്ലാതെ പോകുന്ന കേസ് ആണെങ്കിൽ നിർത്തുക. സന്തോഷമാണ് ഏറ്റവും വേണ്ട ബേസിക് തിങ്. ആ സന്തോഷം കിട്ടുന്നില്ല, രാവിലെ തന്നെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ബേജാറോടുകൂടി എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ അൾട്ടിമേറ്റ്ലി ഇറ്റ്സ് എ ഫെയിലിയർ ആക്ച്വലി. പിന്നെ കാര്യമില്ല. അപ്പൊ എത്ര ഇതാക്കിയിട്ടും കാര്യമൊന്നുമില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള ഫേമിൽ പോവാതിരിക്കുക. ഹാപ്പിനെസ് ഈസ് അൾട്ടിമേറ്റ് തിങ്. ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റണം. എപ്പോഴും ഹാപ്പി ആവുന്നില്ല, ചിലപ്പോൾ ചില സിറ്റുവേഷൻ വന്നാൽ സങ്കടമാവുകയും അതിനും ഫേം കയറിയിട്ട് നമ്മൾ ഈ പറഞ്ഞ ഓവർ ഇതാവരുത്. സാർ, ഞാൻ സ്കിൽ ട്രെയിനിങ്ങിന്റെ ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിരുന്നു ഇന്റർനെറ്റ്. ഓക്കെ ഫൈൻ. പാലക്കാട് നല്ല ഫേം അറിയോ? പാലക്കാട് അറിയില്ലടാ. നിങ്ങൾ അതിനൊരു ഓപ്ഷൻ പറഞ്ഞു തരട്ടെ. നിങ്ങൾ നമ്മളെ ഗ്രൂപ്പില്ലേ, സ്റ്റഡി ക്യാബിന്റെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ജസ്റ്റ് അതിൽ ഇട്ട് നോക്കുക. ആരെങ്കിലൊക്കെ ഓൾറെഡി ചെയ്യുന്നവരോ, അതായത് ട്രെയിനിങ്ങിന് കയറുമ്പോൾ എപ്പോഴും വരേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ചെയ്യുന്നവരെ കിട്ടണം. അതായത് ഇപ്പൊ കറന്റ്ലി പോയിക്കൊണ്ടിരിക്കുന്നവരെ, ഇപ്പൊ കറന്റ്ലി ട്രെയിനിങ്ങിൽ ഉള്ളവരൊക്കെ കിട്ടണം. അപ്പോഴേ അറിയുള്ളൂ ഓരോ ഫേം എന്താ പാട്, അവിടെ എന്തൊക്കെയാ പഠിക്കുന്നത്, എന്തൊക്കെയാ അവിടെ ഉള്ളത് എന്നൊക്കെ. അങ്ങനെ വേണം ആ ഫേമിൽ കയറാൻ. ഓക്കെ, പിന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല, കാരണം ഞാനിപ്പോ ആ ഫീൽഡ് അല്ല. അതായത് എനിക്ക് അറിയില്ല ഇപ്പോഴത്തെ ട്രെയിനിങ് അവിടെയൊക്കെ എന്തൊക്കെയാ എവിടെയൊക്കെ നല്ല ഫേമുള്ള എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പൊ ഞാൻ വെറുതെ പറഞ്ഞു തന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ നിങ്ങൾ തന്നെ അന്വേഷിക്കുക, നിങ്ങളെ സീനിയേഴ്സിനോട് ചോദിക്കുക, അല്ലെങ്കിൽ ഗ്രൂപ്പുകളിൽ ചോദിക്കുക. ഈ പാലക്കാട് ഭാഗത്ത് നല്ല ഫേംസ് ഏതൊക്കെയുള്ളത്, ട്രെയിനിങ്ങിന് കയറാൻ പറ്റിയെന്ന് ചോദിക്കുക. അതിനെ കുറിച്ച് അന്വേഷിക്കുക. അന്വേഷിക്കുകയും കണ്ടെത്തുകയും, അത്രേ ഉള്ളൂ. ഞാൻ സ്കിൽ ട്രെയിനിങ്ങിന്റെ ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. വേറെ എന്തെങ്കിലും? സ്കിൽ ട്രെയിനിങ്ങിന് ശരിക്കും ഒന്ന് അന്വേഷിച്ചോളൂ കേട്ടാ. അതിൽ പുതിയ എന്തൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഐ ഓൾസോ ഹാവ് സം ഡൗട്ട്സ്. ഓക്കെ, സ്കിൽ ട്രെയിനിങ് നന്നായിട്ട് എന്തോ 4 ലെവൽ കംപ്ലീറ്റ് ചെയ്യാൻ എന്തൊക്കെ ഉണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വെബ്സൈറ്റിലുണ്ട് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്ന ഫേംസ് ആൻഡ് കമ്പനീസ്. ഓൾസോ യു ക്യാൻ അതും കൂടി റെഫർ ചെയ്യാം. ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വെബ്സൈറ്റിലുണ്ട് അത്ര ഏതൊക്കെ ഫേംസ്, ഏതൊക്കെ കമ്പനീസ് ആണ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാം. പക്ഷെ അത് മാത്രം നോക്കരുത് കേട്ടോ. അത് മാത്രം നോക്കരുത്. നിങ്ങൾ കറന്റ് ആ ഫേമിന്റെ മാർക്കറ്റ് അവസ്ഥ എന്താണെന്നുള്ളത് കൂടി നോക്കുക. അതായത് മാർക്കറ്റ് അവസ്ഥ മീൻസ് അതിലുള്ള ഏതെങ്കിലും ആർട്ടിക്കിൾസോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഒന്ന് ഒപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ അവരോട് ചോദിക്കുക, എങ്ങനെയുണ്ട് ഫേമിന്റെ കൾച്ചർ, എങ്ങനെയുണ്ട്, എങ്ങനെ വർക്ക് എത്ര പഠിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുക. ഓക്കെ, അപ്പോൾ നന്നായി. സോ ഇനി അതർ തിങ് നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? സിക്സ് മന്ത് ഫേമിലും ബാക്കി കമ്പനിയിൽ ട്രെയിനിങ് ചെയ്യുന്നത് നല്ലതാണ്. ഇറ്റ്സ് ഓൾ അപ് ടു യു, നിങ്ങളെ ഇഷ്ടം. 6 മന്ത് ഫേമിൽ ചെയ്യാം, 6 മന്ത് പക്ഷെ ഒരു സ്ഥലത്ത് തന്നെ ചെയ്യായിരിക്കും. 6 മാസം കൊണ്ട് ചിലപ്പോൾ നമുക്ക് എല്ലാം പഠിച്ചെത്തൂലടാ. CFMൽ 6 മാസം പോരാ. 6 മാസം കൊണ്ട് ചിലപ്പോൾ എല്ലാം എത്തണം എന്നില്ല. ബെറ്റർ ഒരു സ്ഥലത്ത് തന്നെ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. 6 മാസങ്ങൾ പഠിച്ചു എന്ന് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ കഴിയുമെന്നാ തോന്നുന്നത്. യെസ്, 15 മന്ത് എവിടെയെങ്കിലും കംപ്ലീറ്റ് ചെയ്താൽ പോരെ. 50-50 ഈസ് പോസിബിൾ. ഐ തിങ്ക് ഇറ്റ്സ് പോസിബിൾ.
നിങ്ങൾ ICMA ഗൈഡ് ലൈൻസ് അനുസരിച്ച് പോസിബിൾ അല്ലാത്തതാണെന്നുള്ള അറിയില്ല. അങ്ങനെ പോസിബിൾ ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്താൽ മതി എന്നേ ഉള്ളൂ. 15 മന്ത് ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്താൽ മതി എന്നേ ഉള്ളൂ. ഒരിക്കലും ഡമ്മി ചെയ്യാതിരിക്കുക. ഈ ഡമ്മി ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് വേറെ നിവൃത്തിയില്ല, ഏജ് റെസ്ട്രിക്ഷൻ വരുന്നത്, വീട്ടിലെ സാഹചര്യങ്ങൾ അങ്ങനെയാണ് എന്നുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ ഡമ്മി ചെയ്യുക. പക്ഷെ ആ സ്കിൽസ് നിങ്ങൾ അച്ചീവ് ചെയ്യാൻ എങ്ങനെയും ശ്രമിക്കണം. ഡു സം കോഴ്സസ് ഓർ സംതിങ്, എന്തെങ്കിലും കോഴ്സ് എടുത്തിട്ടോ അങ്ങനെ എന്തെങ്കിലും ആയിട്ടോ കുറച്ച് സ്കില്ല്, ഒരു വർക്ക് ലൈഫ് കൾച്ചർ എങ്ങനെയെന്നുള്ളതൊന്ന് മനസ്സിലാക്കി എടുക്കാൻ ശ്രമിച്ചിട്ട് മുന്നോട്ട് പോവുക. ഡമ്മി എടുക്കുന്നത് ഞാൻ പാടെ ഇതാക്കി പറയല്ല. ജീവിത സാഹചര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് അനുകൂലമാവണമെന്നില്ലല്ലോ. 15 മാസം വീണ്ടും ട്രെയിനിങ്ങിന് പോകാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത്ര വലിയ ഇതാക്കണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ സാർ ചാപ്റ്റർ വിളിച്ചപ്പോൾ സ്കിൽ ട്രെയിനിങ് സപ്പോർട്ടിംഗ് സെന്റർ തരേണ്ടെന്ന് പറഞ്ഞു. സപ്പോർട്ടിംഗ് സെന്റർ വിളിച്ചപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് തരേണ്ടതെന്ന് പറഞ്ഞു. ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദിച്ചപ്പോൾ പ്രോപ്പർ റിപ്ലൈ ഇല്ല. ദാറ്റ്സ് ദി റിയാലിറ്റി. ഇതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ചാപ്റ്റർ വിളിക്കും, ചാപ്റ്റർ വിളിച്ചാൽ പറയും അവിടെ പോ, ഇവിടെ ചോദിച്ചു നോക്കും, നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദിച്ചു നോക്കുന്ന പറയും. ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദിച്ചാൽ പറയും ഞങ്ങളത് അറിയില്ല, സപ്പോർട്ടിംഗ് സെന്റർ ആണ് ചെയ്യാന്ന് പറയും. സപ്പോർട്ട് സെന്റർ വിളിച്ചാൽ പറയും സപ്പോർട്ട് സെന്റർ അല്ല ചെയ്യാം, ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ചെയ്യേണ്ടതെന്ന് പറയും. ലാസ്റ്റ് നമ്മൾ കാര്യങ്ങൾ നമ്മൾ കിടന്ന് വട്ടം കറങ്ങും. നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പിന്നാലെ നടക്കുക, ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടേഴ്സിനെ വിളിക്കുക. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നിങ്ങൾ പഠിച്ച സ്ഥലത്ത് നിങ്ങൾ ഫീസ് കൊടുത്ത് പഠിച്ചതാണ്, നിങ്ങളുടെ ഇന്റർ ലെവലിൽ വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തരാൻ വേണ്ടിയിട്ടാണ് അവർ നിങ്ങൾക്ക് ഫീസ് കൊടുത്തത്. ജസ്റ്റ് ഒരു സ്റ്റഡി മാറ്റർ ആയിട്ട് മാത്രമല്ല. നിങ്ങൾക്ക് അവരെ വിളിച്ച് നിങ്ങൾ അവരെ സമാധാനം കളയുക, നിങ്ങൾ അവരെ വിളിക്കുക, വിളിച്ച് വിളിച്ച് ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടും. ഡിസംബർ ബോത്ത് ഓർ സിംഗിൾ ആണ് എനിക്ക് എഴുതണ്ടേ? നിങ്ങളെ ഇഷ്ടം. ഒരു മൈൻഡ് ആക്കണില്ല പറയുമ്പോൾ മൈൻഡ് ആക്കിപ്പിക്കുക. അവരെ ഡയറക്ടറിനൊക്കെ വിളിച്ച് ചോദിക്കുക. ഡയറക്റ്റ് പോവുക, അല്ലെങ്കിൽ കൂട്ടം കൂടി നിങ്ങൾ 3-4 ആൾക്കാരായിട്ടാണ് പോവുക. തല്ലാനല്ല, അവരോട് ചോദിക്കുക. ആരും ചോദിക്കുക, നിങ്ങൾ പൈസ കൊടുത്തിട്ടല്ല അവിടെ പഠിച്ചേ, സോ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും അവർ തരണ്ടേ. ഈ സെഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകാരും എന്റെ നേരക്കാവുന്നു. ഞാൻ അത്രയും ഇൻസ്റ്റിറ്റ്യൂട്ടുകാരെ കുറ്റം പറഞ്ഞു. കുറ്റം പറഞ്ഞല്ലോ, അവര് കുറെ കാര്യങ്ങൾ ചെയ്തിരുന്നില്ല എന്ന് എനിക്ക് തോന്നി. ആ തോന്നിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. ഈ സെഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇയാൾ ശരിയല്ല, ഇയാൾ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ മൊത്തം അടക്കം കുറ്റം പറയുകയാണെന്നുള്ള രീതിയിൽ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ചിലപ്പോൾ എന്റെ നേരെ കയറി. ദാറ്റ്സ് ദി കേസ്. പല കുട്ടികളുടെ റിയാലിറ്റി അങ്ങനെയാണ്. അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഞാൻ പറഞ്ഞതൊന്നും ശരിയല്ലാത്ത കാര്യങ്ങളല്ലല്ലോ, എല്ലാം ശരിയല്ലേ, കറക്റ്റായ കാര്യങ്ങളല്ലേ. യെസ്, ദാറ്റ്സ് ദി റിയാലിറ്റി. റിസൾട്ട് വരാതെ എനിക്കുള്ള സ്കിൽ ട്രെയിനിങ് ചെയ്തില്ലെങ്കിൽ അഫ്സൽ സാർ പറഞ്ഞു റിസൾട്ട് അതെ അതിനുണ്ട് കേട്ടോ. അതായത് ഒരു സ്കിൽ ട്രെയിനിങ് കംപ്ലീറ്റഡ് അല്ലെങ്കിൽ റിസൾട്ട് ഡിസ്പ്ലേ ആവില്ല, എന്തൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. സ്കിൽ ട്രെയിനിങ്ങിനെ കുറിച്ച് സാധാരണ നല്ലോണം അന്വേഷിച്ചേക്ക്. സ്കിൽ ട്രെയിനിങ് കംപ്ലീറ്റ് ആക്കാത്തവർ പ്ലീസ് അതൊന്ന് അന്വേഷിക്കുക. എനിക്ക് കറക്റ്റ് അറിയില്ല, അപ്പൊ എന്നോട് ചോദിക്കുക. എനിക്ക് കറക്റ്റ് അറിയില്ല, അതിന് ഉത്തരം കിട്ടുന്നില്ല. ഞാൻ കുറെ അന്വേഷിച്ച്, എനിക്ക് മനസ്സിലാവുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ കുറെ അന്വേഷിച്ച്. എനിക്ക് വേറെ റിസോഴ്സ് ഇല്ല. ഞാൻ CA ഫീൽഡ് ആയതുകൊണ്ട് എനിക്ക് പിന്നെ വേറെ ആരും ചോദിക്കാൻ, എനിക്ക് നിങ്ങളെ സ്റ്റുഡൻസും പിന്നെ വേറെ ആരും ഇല്ല എനിക്ക് ചോദിക്കാൻ. അപ്പൊ എനിക്ക് അതിന്റെ പ്രോപ്പർ ആൻസർ കിട്ടുന്നില്ല. കുറെ ഫാക്കൽറ്റീസ് ഒക്കെ ഒന്നും ഇത് അറിയുണ്ടാവില്ല ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളതൊന്നും. അപ്പം കറക്റ്റ് അതിനെ കുറിച്ച് റിസൾട്ട് എന്നാ വരിക? റിസൾട്ട് ഓഗസ്റ്റിലായിരിക്കും. ഓഗസ്റ്റ് ഒരു ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ജൂലൈ ലാസ്റ്റ് വീക്ക്. മിക്കവാറും നേരത്തെ വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഡിജിറ്റൽ ഇവാലുവേഷൻ ആണ്, പെട്ടെന്ന് നോക്കി തീരും, വേഗം പരിപാടി തീരും. അതുകൊണ്ട് തന്നെ വേഗം വരാൻ ചാൻസ് ഉണ്ട്. യു ക്യാൻ എക്സ്പെക്ട് ഇൻ ജൂലൈ പ്രോബബ്ലി. വാല്യൂഷൻ സ്റ്റാർട്ട് അറിയില്ല, വാല്യൂഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ടാവും. അപ്പം സ്റ്റാർട്ട് ആയിട്ടുണ്ടാവും. ഓക്കെ, ജൂലൈ ലാസ്റ്റ് വീക്കിലൊക്കെ ചിലപ്പോൾ കിട്ടും, അല്ലെങ്കിൽ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് റിസൾട്ട് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഒന്ന് വൈൻഡപ്പ് ചെയ്യാം, കുറെ നേരമില്ലേ. ഓക്കെ, ഷാൽ വി വൈൻഡ് അപ്പ്? സിലബസ് മാറുന്നത് മുമ്പ് ബോത്ത് ചെയ്യുന്നതാണ് നല്ലത്. സിലബസ് മാറുന്നതിന് മുമ്പ് കംപ്ലീറ്റ് ചെയ്യുന്നതാണ് നല്ലത്. ബോത്ത് എന്നല്ല, മൊത്തം കംപ്ലീറ്റ് ചെയ്യുക. ഇന്റർ ഇപ്പോൾ ഓൾറെഡി ഉള്ള സിലബസ് മാറുന്നതിന് മുന്നേ തന്നെ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാനുള്ള പരിശ്രമം എടുക്കുക. സിലബസ് മാറുമ്പോൾ ഐ തിങ്ക് ദർ വിൽ ബി എ ബിഗ് ചേഞ്ച് എന്നാണ് തോന്നുന്നത്. ഒരു വലിയൊരു ചേഞ്ചിന് ചാൻസ് ഉണ്ട്. കാരണം CA ഒക്കെ അൾട്ടിമേറ്റ്ലി നല്ല ചേഞ്ചസ് വന്നുകൊണ്ട് തന്നെ അതേപോലെ ഒരു സംഭവം ഇവിടെ എടുക്കാൻ ചാൻസ് ഉണ്ട്. സോ എങ്ങനെയൊക്കെയാണെന്ന് പറയാൻ പറ്റൂല. ജസ്റ്റ് ഒരു സിലബസ് മാറുന്നതായിരിക്കും. 2022 വന്നു 5 കൊല്ലം, 2027 മാറുണ്ടാകും എന്ന് തോന്നുന്നു. 2026 ഡിസംബറോട് കൂടി മിക്കവാറും എൻഡ് ചെയ്യോ, അത് 2027 പുതിയത് തുടങ്ങുമോ എന്താണെന്ന് അറിയില്ല. അങ്ങനെയല്ലേ വരിക? 2027 5 കൊല്ലം അല്ലേ മാറും. സോ പ്രോബബ്ലി ഇൻ 2027 അല്ലെങ്കിൽ പഴയ സിലബസിൽ എക്സാം നടക്കുക, പുതിയ സിലബസിലാവുമെന്ന് അറിയില്ല. സാർ ഡിസംബർ ബോത്ത് ഓർ സിംഗിൾ ആണോ ബെറ്റർ? കണക്ഷൻ പോയിന്റ് കിട്ടില്ല. അല്ല, ബോത്ത് ഓർ സിംഗിൾ ആണോ ബെറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾ അപ് ടു യു. നിങ്ങൾക്ക് ഏതാണോ ബെറ്റർ അങ്ങനെ ചെയ്യുക. ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ. അതായത് നിങ്ങൾക്ക് ഏതാ ബെറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുക. പഠിക്കാൻ, അതായത് ബോത്ത് എഴുതുമ്പോഴുള്ള ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 8 പേപ്പർ ഒരുമിച്ച് എഴുതണം. ആ 8 പേപ്പർ എഴുതാനുള്ള ക്ഷമ, അതിനുള്ള കാര്യം, ഒരു പ്രാപ്തി ഉണ്ടാവും നോക്കുക. ഒരു പേപ്പർ എഴുതി കഴിഞ്ഞ് അടുത്ത പേപ്പറിലോട്ട് പിറ്റേ ദിവസം തന്നെ എഴുതാൻ പോകണം.
അത് റിവൈസ് ചെയ്യാൻ പറ്റണം ആ ഗ്യാപ്പിൽ. ഇതൊക്കെ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ബോത്ത് ഈസ് ഏറ്റവും നല്ലത് ബോത്താണ്. പക്ഷെ അവിടെ കാപ്പബിലിറ്റി എന്നുള്ള കാര്യം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ബോത്ത് ചെയ്താറില്ല. ഈവൻ CAക്ക് ഗ്യാപ്പ് ഇട്ടാണ് എക്സാം വരാറ്. ഞാൻ എഴുതാത്തതിന്റെ റീസൺ ഞാൻ അത്രയും ഒരു ലെവൽ സ്റ്റുഡൻ്റ് ആണ്. അതായത് ആവറേജ് ലെവൽ, ബിലോ ആവറേജ് ലെവൽ സ്റ്റുഡൻ്റ് ആണ് ഞാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ബോത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്റെ പണി പാടും. കാരണം 4 പേപ്പർ എഴുതാൻ തന്നെ ഞാൻ ആകെ ടയർഡാവും. എന്നെ കൊണ്ട് പറ്റില്ല. പക്ഷേ എന്റെ ഇതിൽ തന്നെ ബോത്ത് എഴുതി പാസ്സായ ഒരുപാട് ആൾക്കാരുണ്ട്. അവരെപ്പോഴും ബോത്ത് ചെയ്തില്ല. ഇന്റർ ബോത്ത്, ഫൈനൽ ബോത്ത്, എപ്പോഴും ബോത്ത് ചെയ്തു. കാരണം അവർക്ക് ബോത്ത് സുഖമാണ്, അവർക്ക് അത് ഇഷ്ടമാണ്. അപ്പൊ ബോത്താണ് നല്ലത്. കാരണം പാസ്സാവാൻ കൂടുതൽ നല്ല ഹെൽപ്ഫുൾ ആവുക ബോത്തായിരിക്കും. പക്ഷെ ബോത്തിന് അവിടെ ഈ കോൺഫിഡൻസ് ലെവൽ വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ തീരെ കോൺഫിഡന്റ് അല്ലാതെ ബോത്ത് ചെയ്താൽ നിന്ന് കഴിഞ്ഞാൽ പണിയുണ്ട് പാടും. നല്ല കോൺഫിഡന്റ് ആവണം നമ്മൾ. സത്യമാണ്, ഞാൻ എഴുതണ്ടേ നിന്ന പക്ഷെ എഴുതാണ്ട് നിന്ന ടാക്സ് എക്സംഷൻ ഉണ്ടായില്ല. അതായത് നമുക്ക് നമ്മളൊരു വിശ്വാസമല്ലേ, നമുക്ക് പറ്റും നമുക്ക് തോന്നുകയാണെങ്കിൽ എഴുതിക്കോ, പറ്റൂല എന്ന് തോന്നുകയാണെങ്കിൽ എഴുതണ്ട. അത്രേ ഉള്ളൂ. പറ്റൂല എന്ന് 1% വരെ തോന്നുകയാണെങ്കിൽ എഴുതണ്ട. ലാസ്റ്റ് വെച്ച് മനം മാറും. ഇപ്പൊ നിങ്ങൾക്ക് പറ്റുമോ പറ്റൂല അങ്ങോട്ടും ഇങ്ങോട്ടായി നിൽക്കുകയാണ്. അപ്പം നിങ്ങൾ ലാസ്റ്റ് ബോത്ത് രജിസ്റ്റർ ചെയ്ത് നിങ്ങൾ ബോത്തിന് വേണ്ടി പ്രിപ്പറേഷൻ ചെയ്ത് ഇങ്ങനെ പോകുന്നതിന്റെ ഇടയ്ക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് ലാസ്റ്റ് എത്തുമ്പോഴത്തേക്കും ഇനി വേണ്ട ഒരു 1 രൂപ ഉണ്ട്. അപ്പൊ ആദ്യം അങ്ങോട്ടും ഇല്ല അതോ ഫസ്റ്റ് ഡിസൈഡ് ചെയ്ത കാര്യം പിന്നെ മാറരുത്. നിങ്ങൾ ഇപ്പൊ ബോത്ത് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡിസംബർ ഓൺലി ബോത്ത്, പിന്നെ വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കരുത്. ബോത്ത് അതിന്റെ ഇടയിൽ പിന്നെ മാറ്റവും പാടില്ല. ഫോർ മീ ബോത്താണ് ബെറ്റർ എന്ന് തോന്നിയിട്ട് ഉണ്ട്. ബിക്കോസ് സബ്ജക്ട് തമ്മിൽ കണക്ഷൻ അത് വലിയൊരു ഇമ്പോർട്ടൻസ് ആണ്. ബോത്ത് എഴുതുമ്പോൾ ഈ സബ്ജക്ട് കണക്ഷൻ, കോസ്റ്റ് ആൻഡ് MA കണക്ഷൻ ഒക്കെ നല്ല ഹെൽപ്ഫുൾ ചെയ്യും. അതേപോലെ ഈ അഗ്രിഗേറ്റ് വരുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് മാർക്ക് കയറിയിട്ടൊക്കെ പാസ്സാവുന്ന ഒരുപാട് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ഒരു കുട്ടി 196 ഫസ്റ്റ് ഗ്രൂപ്പിൽ, 204 205 സെക്കൻഡ് ഗ്രൂപ്പിൽ, 2 ഗ്രൂപ്പും പാസ്സായടാ. ഇങ്ങനെ 3-4 ആൾക്കാർ എനിക്ക് മാർക്ക് ലിസ്റ്റ് അയച്ചാൽ ഇങ്ങനെ അവർക്ക് അവർക്ക് കൺഫ്യൂഷൻ ആയിരുന്നു. ഇതേപോലെ അതായത് ഇങ്ങനെ കൺഫ്യൂഷൻ ആയിരുന്നു. ബോത്ത് എഴുതണോ സാറേ എനിക്കറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളെ ഇഷ്ടമാണ്, ഞാൻ ഒന്നും പറയില്ല. പേഴ്സണലി നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യേണ്ടതാണ്. ബോത്ത് എഴുതണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം, ഇങ്ങനെയൊക്കെ വരും, അങ്ങനെ അതിന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. ലാസ്റ്റ് ഒരു ബോത്ത് എഴുതിയപ്പോൾ അൾട്ടിമേറ്റ്ലി അവർ പാസ്സായി. പാസ്സാവാത്ത ആൾക്കാരുണ്ടായിരുന്നു. ഒരു ഗ്രൂപ്പ് മാത്രം വെച്ച് പാസ്സായവരുണ്ട്, തീരെ പാസ്സാവാത്തവരുണ്ടായിരുന്നു. പക്ഷെ പാസ്സായ ചരിത്രമുണ്ട്, പാസ്സായ ആൾക്കാരുണ്ട്. കോൺഫിഡൻസ് ഇല്ലേ രണ്ടും പോയി. അതാ പറഞ്ഞത്, കോൺഫിഡൻസ് ഇല്ലെങ്കിൽ പണി പാടും. അപ്പൊ നിങ്ങൾക്ക് ബോത്ത് എഴുതാൻ കോൺഫിഡന്റ് ആണെങ്കിൽ, നിങ്ങൾ ഫുള്ളി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ബോത്താണ് ഏറ്റവും നല്ലത്. അതാണ് ഇറ്റ്സ് അപ് ടു യു. ഞാൻ ഡിസൈഡ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, നിങ്ങൾ ഡിസൈഡ് ചെയ്യേണ്ട കാര്യമാണ്. ഈ പ്രാവശ്യം ടാക്സ് അമെന്റ്മെന്റ് ഉണ്ടോ? അതോ ജൂണിലെ സെയിം ആണ് ടാക്സ് അമെന്റ്മെന്റ്? ചെറിയ കുറച്ച് അമെന്റ്മെന്റ്സ് ഉണ്ടാവുള്ളൂ, അത് മാനേജബിൾ ആണ്. അടുത്ത ജൂണിക്ക് നല്ല അമെന്റ്മെന്റ് ഉണ്ട്. നെക്സ്റ്റ് ജൂണിക്ക് ഇൻകം ടാക്സിൽ നല്ല അമെന്റ്മെന്റ് ഉണ്ടാവും. ഈ ഡിസംബറെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ജൂണിൽ തന്നെ പഠിച്ചാൽ മതി. അഡീഷണലി അതായത് എന്തെങ്കിലും സർക്കുലർ വന്നോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാവുള്ളൂ. കാര്യമായിട്ട് വലിയ അമെന്റ്മെന്റ് ഉണ്ടാവില്ല. ഓക്കെ, എന്നാ വൈൻഡപ്പ് ചെയ്താലോ? നമുക്ക് 7:15 വേറൊരു സെഷൻ ഉണ്ട്. ഞാൻ ചായ കുടിച്ചിട്ടില്ല. ഐ നീഡ് ടു ഡ്രിങ്ക് എ ടീ. ചായ കുടിച്ചില്ലെങ്കിൽ പണി പാളും. വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലല്ലോ? ഷാൽ വി വൈൻഡ് അപ്പ്? ഐ തിങ്ക് ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നത്. നമ്മൾ ഇത്രയും മെനക്കെട്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ കുറെ ഇൻസ്റ്റിറ്റ്യൂട്ടിനൊക്കെ ഒഫൻഡ് ചെയ്ത് പറഞ്ഞ് അതൊക്കെ ഉണ്ടായി. ഇറ്റ്സ് ഓൾ. ഞാനൊരു ആരും ഇതാക്കുന്ന രീതിയിലൊന്നും പറഞ്ഞല്ല. ഇറ്റ്സ് ഓൾ പറഞ്ഞപ്പോൾ ആ ഫ്ലോയിലൊക്കെ പറഞ്ഞു പോയതാണ്. ഞാനും ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോയിട്ട് ക്ലാസ് എടുക്കുന്ന ആളാണ്. ഞാനങ്ങനെ പറയാൻ പാടില്ല, പക്ഷെ പറഞ്ഞു പോകും, അത്രേ ഉള്ളൂ. സെൽഫ് സ്റ്റഡി പറ്റി 2 വാക്ക്. പറയുകയാണെങ്കിൽ സെൽഫ് സ്റ്റഡി അടിപൊളിയാണ്, നല്ലതാണ്, പഠിക്കാൻ പറ്റുമെങ്കിൽ. പക്ഷേ ഇറ്റ് ടേക്സ് ലോട്ട്സ് ഓഫ് ടൈം. ഒരുപാട് സമയം എടുക്കും. ആ സമയം എടുത്ത് പഠിക്കാൻ പറ്റണം. അങ്ങനെ പഠിക്കാൻ പറ്റുമെങ്കിൽ ഇറ്റ് വിൽ ബി അടിപൊളി. പക്ഷെ ആ സമയം നിങ്ങൾക്ക് ചെലവഴിക്കാൻ തയ്യാറല്ലെങ്കിൽ സം ക്ലാസ്സസ് കാണുന്നതായിരിക്കും നല്ലത്. പക്ഷെ സമയം എടുത്ത് പഠിക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ടാവും, നല്ല ക്വാളിറ്റിയിൽ പഠിക്കാൻ പറ്റും. ഓൾറെഡി ക്ലാസ് ഇരുന്നവർക്ക് പിന്നെ എന്ത് സെൽഫ് സ്റ്റഡി? ഉള്ള നോട്ടൊക്കെ വെച്ചിട്ട് വീണ്ടും പഠിക്കുക, അത്രേ ഉള്ളൂ. സെൽഫ് സ്റ്റഡി ആയിട്ട് പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇനി പേഴ്സണലി എന്ത് ചെയ്യുക, മെസ്സേജ് അയക്കുക, നിങ്ങൾ ചോദിക്കുക. ഇനി അഥവാ റിപ്ലൈ എന്തെങ്കിലും കിട്ടാത്ത സാഹചര്യം വരുമ്പോൾ എഗെയിൻ ഇങ്ങനെ റിമൈൻഡ് ചെയ്യുക, അപ്പോൾ റിപ്ലൈ തരും. എന്താ വെച്ചാൽ ഒരുപാട് മെസ്സേജ് വരുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ എത്താറില്ല. അതുകൊണ്ട് പഴയ പോലെ പണ്ടൊക്കെ വേഗം റിപ്ലൈ കൊടുക്കാൻ പറ്റാറുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ മറ്റു കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇതിൻ്റെ ഇടയിൽ റിപ്ലൈ ചിലപ്പോൾ എല്ലാവർക്കും എത്താറില്ല. അപ്പോൾ ആർക്കെങ്കിലും എത്താത്ത കേസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒന്നും കൂടി റിമൈൻഡ് ചെയ്തിട്ടാൽ മതി. അപ്പം വീണ്ടും ഞാൻ നോക്കും. മേലേക്ക് വന്നു കഴിഞ്ഞാൽ താഴേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ താഴെ പോയി നോക്കുന്നത് കുറവായിരിക്കും. എന്നാലും ഞാൻ നോക്കും, സമയം എടുക്കും ചിലപ്പോൾ. അപ്പോൾ വേഗം റിപ്ലൈ കിട്ടണമെന്ന് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, വീണ്ടും റിമൈൻഡ് ചെയ്താൽ മതി. ഓക്കെ, സോ ഐ എം റെഡി ടു ഹെൽപ്പ് യു. ഐ എം റെഡി ഫോർ ഹെൽപ്പ് യു എനിത്തിങ്. ഞാൻ പറയുന്നത് നിങ്ങൾ ആരും ബേജാറാവണ്ട, എല്ലാവരും പാസ്സാവും. പാസ്സായി കഴിഞ്ഞാൽ എന്താ ചെയ്യുക, റിസൾട്ടൊക്കെ ഷെയർ ചെയ്യുക, നിങ്ങളെ ഫീഡ്ബാക്ക് ഒക്കെ പറയാം. ഓക്കെ, സോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സി യു വിത്ത് അനദർ സെഷൻ. പിന്നീട് എപ്പോഴെങ്കിലൊക്കെ വെക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം, കാണാം. ഓക്കെ, പാസ്സാകട്ടെ, എല്ലാവരും പാസ്സാകട്ടെ. ഓക്കെ, ബൈ 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 ബൈ. ചാ ബൈ, താങ്ക് യു.
താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു.